ഉയരങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഭക്തന്മാർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന കൊരട്ടി, ശബ്ദസീമയ്ക്കുള്ള ഞങ്ങളെ ശ്രവിക്കുന്ന സഹൃദയരും സ്നേഹിതരും നല്ലവരുമായ പുതുമലയിലെ ദേശനിവാസികൾ, രാവും പകലും സുവിശേഷത്തിൻ്റെ പോർക്കളത്തിൽ ഓടി നടന്ന് വേല ചെയ്യുന്ന ദാസന്മാർ, ദാസിമാർ, ഇന്ന് രാത്രി മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ ഞങ്ങളെ സാഗുതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരായിരിക്കുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, സഹോദരിമാർ, സഹോദരന്മാർ, കൊച്ചുമക്കൾ, എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും സന്ധ്യയെങ്കിൽ ഒരു ദിനം കൂടി ലോകൈക രക്ഷകനും മാനകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും ക്രിസ്തുയേശുവിലുള്ള സാക്ഷ്യവും നിമിത്തം സന്ധ്യയെങ്കിൽ ഒരു ദിനം കൂടി നിങ്ങളുടെ നടുവിൽ വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവനൊരവസരം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. 21ാമത് പുതുമല കൺവെൻഷൻ ഹെവൻലി പ്രയർ ടീം ഒരുക്കുന്ന ഈ കൺവെൻഷനിൽ 2ാം ദിന രാത്രി വചന പ്രഘോഷണത്തിന് ക്ഷണിച്ച ഈ ടീമിനോടും സംഘാടകരോടും ദൈവമക്കളോടും നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരോടുമുള്ള അകമടിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ മക്കളെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഏറെ മാസങ്ങൾക്ക് മുമ്പ് കർത്താവിൽ എൻ്റെ സ്നേഹിതനും സുവിശേഷത്തിൻ്റെ പോർക്കളത്തിൽ ഒരുമിച്ച് അധ്വാനിക്കുന്ന പാസ്റ്റർ അജി ഐസക് മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് പിറകിൽ കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിക്കുകയും ശാരീരികമായി ക്ലേശമുണ്ടായതുകൊണ്ട് അന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല. അതിന് നിങ്ങളോടുള്ള എൻ്റെ അകമഴിഞ്ഞ സഹിച്ചതിന് നന്ദി. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ശാരീരികമായിട്ടൊരു വിഷയമുണ്ടായിട്ട അന്ന് വരാഞ്ഞത്. അതുകൊണ്ട് ദൈവനാമത്തിൽ ടീമിലുള്ള എല്ലാവരും ക്ഷമിക്കണമെന്ന് ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. 2 പ്രാവശ്യത്തോളം ഈ കൺവെൻഷൻ 2 ഭാഗങ്ങളായി ഞാൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. യോഗം ലീഡ് ചെയ്യുന്ന സൗദിയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ശ്യാം അവർകൾ, ഇന്ന് രാത്രി നല്ല ഗാനങ്ങൾ പാടി സഹായിക്കുന്ന ജെറുസലേം വോയിസ് ഏഴംകുളം, അതിന് നേതൃത്വം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ, സഹോദരൻ സോജനുണ്ട്, നമ്മുടെ കുഞ്ഞോൻ ബ്രദറുണ്ട്, അതുപോലെ തന്നെ സോന സിസ്റ്ററുണ്ട്, അതോടെ കീബോർഡ് വായിക്കുന്ന കുഞ്ഞുങ്ങൾ, ബാക്കി ഓർഗൻസ്, ഈ എക്യുപ്മെൻറ്റ്സ് പ്ലേ ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ സ്നേഹിതരും ഏറെ വർഷങ്ങളായി പല രാത്രികളിലും പകലും എന്നോടൊപ്പം ദൈവവേലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ രാത്രിയും ഈ മക്കളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനായി നന്ദി. ശബ്ദ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്ന ജോസ് ബ്രദറിനെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി കർത്താവിൻ്റെ മടങ്ങി വരവ് വന്നൊരു ഭാഗമായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്നത്. 10 വാക്യങ്ങളായിരിക്കും ദൈവസന്ധിയിൽ ചിന്തിക്കുന്നത്. 8 വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരു 4 ചരണം പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും. 2 വാക്യം കൂടെ അവസാനം വായിച്ച് പാട്ടുപാടി സമർപ്പണത്തോടെ ആയിരിക്കും ഈ ശുശ്രൂഷ അവസാനിക്കുന്നത്. കർത്തൃദാസൻ്റെ ഒരു സമയം തന്നിട്ടുണ്ട്, എങ്കിലും ചിലപ്പോൾ 5 മിനിറ്റ് മുമ്പോട്ട് പോയാലും നിങ്ങളും ഒന്ന് സഹിക്കണമെന്ന് ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. അംബാസിഡർ കാറ ചിലപ്പോൾ ചവിട്ടി അയച്ചിരി മുമ്പോട്ട് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രസംഗം നമ്മൾ മൊത്തം പറഞ്ഞു തീർക്കണം. അടുത്തത് പിന്നെ കുമ്പനാട്ട് പറയാമെന്ന് പറയുന്ന കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ കൺക്ലൂഷന് വേണ്ടി കറക്റ്റ് സമയത്തോടു കൂടി അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്തുകൊണ്ട് ജോസ് ബ്രദർ ഈ 2 ഒന്ന് കൂട്ടിയാട്ടെ, മൈക്കും ഫീഡ്ബാക്കും ഒന്ന് കൂട്ടിയാട്ടെ. യോഗം കഴിയുമ്പോൾ ഞാൻ പ്രത്യേകം കണ്ടോളാം, വിഷമിക്കേണ്ട, ഒന്ന് കൂട്ടിയാട്ടെ. സ്തോത്രം. അതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സുവിശേഷ മഹായോഗം വെക്കുന്നു എന്നുള്ളതാണ്. ഹെവൻലി പ്രയർ ടീമിൻ്റെ കുറേ പൈസ കിട്ടിയത് കൊണ്ടല്ല, 5 കാര്യമാണ് സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി. 1, ഈ പുതുമലയും ഏഴംകുളവും എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, പ്രിയന്റെ വരവിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം എടുക്കപ്പെടണം. 3, ഈ പ്രദേശത്ത് ഈ കൺവെൻഷനുമായിട്ട് സഹകരിക്കുന്നയോ സഹകരിക്കാത്തോ എല്ലാ കുടുംബങ്ങളിലും ദൈവിക സമാധാനം ഉണ്ടാകണം. 4, ഈ പട്ടണത്തിൽ 2026 ഒരു കത്തിക്കുത്തോ ആത്മഹത്യയോ കൊലപാതകങ്ങളോ ഉണ്ടാകരുത്. 5, ഈ കൺവെൻഷൻ മൂലം നടത്തുന്നവരുടെ സഭകളിൽ മാത്രമല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകളിൽ ചില കുഞ്ഞുങ്ങൾ കൂടി മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കണം. അതിനുവേണ്ടി ദൈവം ദൈവ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമായ സുവിശേഷ മഹായോഗം ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കുക. Everyone open your Bible in this evening. We are going to Book of Revelation chapter 4 verse 1. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ബൈബിളിലെ ചിന്തയിലേക്ക് കടക്കും. കുഞ്ഞുങ്ങൾ തത്സമയം വാക്യം വായിക്കുന്നതായിരിക്കും. ഈ വാക്യങ്ങൾ കൂടാതെ പലതും പ്രവചന ഭാഗങ്ങളായിരിക്കും. കുഞ്ഞുങ്ങൾ വായിക്കത്തില്ല, നിങ്ങൾ ബൈബിൾ തുറന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി താഴ്മയോടെ വായിച്ച് സഹായിക്കാം മക്കളെ. വിശുദ്ധ വെളിപ്പാട് 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, യോഹന്നാനോട് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത്
ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. മേലാൽ എന്ത് സംഭവിക്കും അതിന്റെ ഒരു ഭാഗമായിരിക്കും എന്ന് രാത്രി ചിന്തിക്കുന്നത്. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ വെളിപ്പെടുക. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. ഇന്ന് രാത്രി സഹോദരങ്ങളെ, വലിയ വീട് തന്നിട്ടല്ല, വലിയ കാറ് തന്നിട്ടല്ല, ബാങ്കിനകത്ത് കുറെ ഡിപ്പോസിറ്റ് തന്നിട്ടല്ല. 2024 കണ്ടവർ 25 കണ്ടില്ല, 25 കണ്ടവർ 26 ജനുവരി കണ്ടില്ല. പോട്ടെ മക്കളെ, 26 ജനുവരി കണ്ടവർ ഈ ഫെബ്രുവരി മാസം 2ാമത്തെ വീക്ക് കാണാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രിയും പുതുമല കൺവെൻഷനകത്ത് കാലുകൾ ചവിട്ടിക്കൊണ്ടുവന്ന് ഗ്രൗണ്ടിനകത്ത് കരമുയർത്തുവാൻ മഹത്വാനായ ദൈവം എന്നോട് കരുണ കാണിച്ചെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കൊല്ലം ജില്ലയിൽ തേവലക്കര എന്ന് പറയുന്ന നല്ല സ്ഥലം, മർദ്ദമായിൽ ഒരു ചെറുപ്പക്കാരൻ മെഡിക്കൽ സ്റ്റോറും മറ്റു ബിസിനസ്സും നടത്തുന്ന 3 മക്കൾ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സഹോദരനെ ഒരു വെളിനാട്ടിലേക്ക് കയറ്റിവിടുവാൻ പോയി. രാത്രി 8 മണിക്ക് തേവലക്കരയിൽ നിന്ന് യാത്രയെ 12 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിലെത്തി. ആ ചെറുപ്പക്കാരനെ എമിറേറ്റ്സ് വിമാനത്തിൽ യാത്രയാക്കി. തിരിച്ചു വരുന്ന ടാർ വാഹനം, നല്ല പുതിയ വാഹനം, നല്ല തണുപ്പ്, നല്ല സ്പീഡ്. എടപ്പള്ളി, വൈറ്റില, അരൂർ, ചേർത്തല, അത് കഴിഞ്ഞ് ആലപ്പുഴ, അത് കഴിഞ്ഞതിന് ശേഷം അമ്പലപ്പുഴ കഴിഞ്ഞു കായംകുളം, അത് കഴിഞ്ഞ് ഓച്ചിറ എത്തുന്നു. കരുനാഗപ്പള്ളി എത്തുന്നതിന് 20 മിനിറ്റ് മുമ്പ്, സ്വന്തം വീട്ടിലെത്തുന്നതിന് മുമ്പ് ഈ ചെറുപ്പക്കാരന് നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചു. AC-യുടെ കാറ്റായിരുന്നു, കണ്ണൊന്ന് അടഞ്ഞു പോയി. തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിലേക്ക് സൂപ്പർ ഫാസ്റ്റിനകത്തേക്ക് ഈ വണ്ടി ഇടിച്ചു കയറി. ഓച്ചിറയിൽ 5 പേരും തെറിച്ചു വീണു. 2ാം ദിവസം വീട്ടിൽ വന്നത് 3 ഡെഡ് ബോഡിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഒരു വീട്ടിൽ 3 ശവപ്പെട്ടികൾ വരുവാനിടെ. അനവധി പ്രാവശ്യം അടൂരിൽ കൂടി പോയി, ബൈപ്പാസിൽ കൂടി പോയി, ചെങ്ങന്നൂരിൽ കൂടി പോയി, പത്തനംതിട്ട തട്ട റോഡിൽ പോയി. ഇന്ന് രാത്രി നീ ഓടിച്ച വാഹനത്തിന്റെ മഹത്വമല്ല, റോഡിന്റെ മഹിമയല്ല, നിന്നെ കൊണ്ടുപോയ ഡ്രൈവറുടെ ബലമല്ല, നിന്നെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെ കണ്ണിനെ കണ്ണിനീരിൽ നിന്ന് കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് തന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി വേദനയോടെ വന്ന് കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കവൻ മിന്നൽ പിണറിനെ അയക്കുന്നത് പോലെ പട്ടണത്തിനകത്ത് വചനം ഈ രാത്രി മുടങ്ങുമ്പോൾ അനേകം പേർ നിത്യരക്ഷയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ 21ാമത് വാർഷിക കൺവെൻഷനകത്ത് ജീവന്റെ വചനവും ആത്മീയ ആരാധനയും പട്ടണത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുവാൻ, കുടുംബജീവിതം തകർന്ന കുഞ്ഞുങ്ങൾ നാഥന് വേണ്ടി കരമുയർത്തുക. ഇന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിൽ അധ്വാനിക്കുന്ന കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, ദൈവസഭകൾ, എല്ലാ മക്കളും എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. സ്വർഗസ്വനായ പ്രിയ പിതാവേ, ഈ രാത്രി ഞങ്ങളുടെ പേരോ സംഘടനകളുടെ പേരോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം പുതുമല ഗ്രൗണ്ടിൽ ഉയരണം. ആദിയോടെ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കും മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ബൈബിൾ ഏവർക്കും തുറക്കാം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിന്റെ 5 ശ്രേണികൾ. 1-ാം തല സുവിശേഷം മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും യേശുക്രിസ്തുവിന്റെ 5 ആളത്വങ്ങളെ പറ്റി വരച്ചു കാട്ടുന്നു. 1 നാഥന്റെ ജനനം, 2 ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്, 5 പെന്തിക്കോസ്തുകാർക്ക് താല്പര്യമില്ലെങ്കിലും രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. മത്തായി മശിഹാത്വവും, മർക്കോസ് ദാസത്വവും, ലൂക്കോസ് മനുഷ്യത്വവും, അതോടൊപ്പം തന്നെ യോഹന്നാൻ ദൈവത്വവും വെളിപ്പെടുത്തുന്നു. 2-ാം തലം സഭയുടെ ചരിത്രം, അപ്പോസ്തലരുടെ പ്രവൃത്തി
പ്രവൃത്തികൾ ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തി. മൂന്നാം തലം തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപദേശത്തുകൾ ലേഖന്മാരിൽ കൂടി പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്യുന്നു. രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യത. റോമ, കോരിന്ത്യ, തെസ്സലോനിക്ക, തിമോഥെയോസ്, എബ്രായർ, എഫേസ്യർ, കൊലോസ്യർ, വലിയ ലേഖനങ്ങൾ. നാം കാണുന്ന പ്രകൃതി അസ്തമിക്കും, അതോടൊപ്പം തന്നെ ഈ ലോകരാജ്യങ്ങൾ വീണുപോകും. മഹിമയുടെ കർത്താവ് വരും. എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഉപദേശത്തിൽ നിന്ന് കടന്നു പോകുന്നവരുടെ ന്യായവിധിയെ പറ്റി ചെറിയ ലേഖനങ്ങൾ. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. അത് കഴിഞ്ഞ് തീത്തോസ്, ഫിലോമോൻ, യാക്കോബ്, യൂദ ദൈവസഭയുടെ ഭാവികാല പ്രത്യാശ അക്കമിട്ട് നിരത്തുന്നു. ആദം മുതൽ 7-മനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. அதுக்கு தான் மேடையில் உட்கார்ந்த வாலிப கொழுவினார் இந்த நாள்களில் நல்செய்தி கூட்டங்களில் அருமையான பாடலை கொடுக்குது. പരിശുദ്ധൻ മഹോന്നത ദൈവൻ കോടാനുകൂടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. വീണ്ടും യൂദ എഴുതി, കാലത്തിന്റെ കുത്തൊടുക്കിനകത്ത് പലരും സുവിശേഷം വിടുവാനുള്ള സാധ്യത, വീട്ടിനകത്ത് മദ്യപാനവും കൊലപാതകവും ഒക്കെ വർദ്ധിക്കുവാനുള്ള സാധ്യത, പകപിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, കത്തിക്കുത്ത്, കൊലപാതകം, സകലരെയും ന്യായം വിധിക്കുവാൻ ഏകന് ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. അത് പറഞ്ഞപ്പോൾ പുതുമലക്കാർക്ക് സന്തോഷമില്ലല്ലോ. നാം ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടേണ്ടതാകുന്നു. അപ്പൊ ആദ്യം നിങ്ങളല്ല, രാത്രി തന്നെ ഞാൻ പോകുന്നുകൊണ്ട് പറയാം, ആദ്യം നിങ്ങളെ അല്ല കയറ്റുന്നത്. രാത്രി പ്രസംഗിച്ച് കവർ മേടിക്കുന്ന കൺവെൻഷൻ പ്രാസംഗികരെ സന്തോഷമില്ലല്ലോ. രണ്ടാമതായി പെന്തിക്കോസിന്റെ എല്ലാ മുതലാളിമാരെയും കയറ്റും. മൂന്നാമതായി സെന്ററിന്റെ ചുമതലയുള്ളവരെ കയറ്റും. നാലാമതായി ലോക്കൽ പാസ്റ്റേഴ്സിനെ കയറ്റും. 5 കുഞ്ഞമ്മാമ അവർ അച്ഛന്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. പണ്ടൊരു കവി പാടിയതുപോലെ, മുമ്പേ ഗമിക്കുന്ന ഗോപുതണ്ട്, പിൻപേ ഗമിക്കുന്ന ബഹുഗോക്കളല്ല, ഈടി ഓരോരുത്തരെയും കയറ്റുന്നപോലെ സൂചേട്ടൻ പ്രസംഗിക്കുന്ന സകല എണ്ണത്തിനെ അവിടെ കയറ്റും. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അത് കഴിഞ്ഞിട്ട് യൂദ വീണ്ടും എഴുതി, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച്. എന്തുകൊണ്ട് വീണു പോകും? 2019 നിങ്ങൾക്കറിയാം, അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ കഴുകനപ്പോൾ ചിറകടിച്ചുയരുന്ന കാലം. ഇവിടുത്തെ സാമ്പത്തിക മണ്ഡലം ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന ഒരു കാലം. കൈവെക്കുമ്പോൾ ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം അടിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു കാലം. കൈവച്ചാൽ ബിസ്ക്കറ്റും കൈവച്ചാൽ ബിരിയാണിയും കിട്ടുന്ന ഒരു കാലം. അന്നേരം ആ ചായ ഒരു വൈറസ് ഇറങ്ങി, 1 ഗ്രാം വൈറസ്, അൺസീൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ ബയോവെപ്പൺ ലോകത്തിന്റെ താളഗതികൾ മാറ്റി. ബൈബിൾ അത്ര ക്ലിയറായി. അതുകൊണ്ട് മത്തായി 24:21 യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി നാഥൻ ഒലിവുമലയിൽ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതാ മത്തായി 24:21. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായി വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. The beginning of the world, such a panic or pandemic situation not yet terrorized the human kingdom, batch a pestilence all over the world. അമേരിക്കയിലെ ഒഗിയോ മുതൽ 7 കടലുകളായ കന്യാകുമാരി, തൂത്തുക്കുടി വരെ ഇവൻ അടിക്കുമെന്ന സ്തോത്രം. മനുഷ്യന്റെ ആയുസ് എവിടം വരെ ആയി? ഉൽപ്പത്തി വരുമ്പോൾ ആയുസ് ഒരു ദിവസം 1000 സംവത്സരം. പക്ഷെ 1000 അവിടെ ആരും പോയില്ല. 969 അത് കിട്ടിയത് മനുഷ്യലേക്ക്. നോഹയുടെ കാലം വരുമ്പോൾ മനുഷ്യന്റെ ആയുസ് 120. അതുകൊണ്ട് മരണം കാണുമ്പോൾ മോശ സങ്കീർത്തനം, ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സോജൻ ബ്രദറൊക്കെ പാടും, എൻ പ്രയാണകാലം 4 വിരൽ നീളം. ക്ലിയർ ആയല്ലോ. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിൽ മരണം. അതായി കോവിഡ്. 2 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ളവരെ എല്ലാം തീർത്തു കളഞ്ഞു. വടക്കടത്ത് കാവിലെ പൊന്നച്ചൻ ചേട്ടൻ പറഞ്ഞു, ഉടനെ അങ്ങ് ഞാൻ പോകത്തില്ല. ഏഴംകുളം പത്തനാപുരത്ത് റോഡിൽ കൂടി ബുള്ളറ്റിനകത്ത് മോഹൻലാൽ പോകുന്ന പോലെ പാഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. പറക്കോട്ട പാപ്പച്ചാനും പറഞ്ഞു, ഉടനെ അങ്ങ് പോകത്തില്ല, സെഞ്ചുറി അടിച്ച് 90 കഴിഞ്ഞിട്ടേ പോകും. 1 ഗ്രാം വൈറസ് അടിച്ചില്ലേ? 48കാരനും 38കാരനും. പണ്ട് യേശുദാസ് പാടി, 6 അടി മണ്ണിൽ ആഞ്ഞുപതിക്കും നിൻവർണ്ണ സുന്ദര രൂപം. 6 അടിയിലല്ല, 12 അടി മണ്ണിൽ. അങ്ങനെയെങ്കിൽ ബൈബിൾ, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ കരമുയർത്തുന്നവർക്കാൽ. വയലിലെ പൂവാടുന്നു, പുല്ലുണങ്ങിപ്പോകുന്നു. ഇതെല്ലാം വരുംകാല സംഭവങ്ങൾ. വീഴാതിരിപ്പാൻ. കോവിഡിന് ശേഷം ഷിഗല്ല വരുന്നു, ഈക്കോള വരുന്നു, ക്രോമിയം, ബെർലിയം, വൈറേഷ്യം. അത് കഴിഞ്ഞിട്ട് അമീബ, മസ്തിഷ്കജ്വരം, വെസ്നൈൽ, ഇതെല്ലാം പകർച്ചവ്യാധികൾ. നിപ്പ വീണ്ടും കോഴിക്കോട്. ഇതെല്ലാം വരുമ്പോൾ ഒരുപക്ഷെ ഇനി വിമാനങ്ങൾ ഓടാത്ത കാലം, ട്രെയിനുകൾ ഓടാത്ത കാലം, പഴയതുപോലെ ബാങ്കുകൾ പൂട്ടുന്ന കാലം, സർജറികൾ ഇല്ലാതാകുന്ന കാലം. ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് യൂദാ ലേഖനത്തിന്റെ പരിസമാപ്തിയിൽ ദൈവസഭയുടെ ഭാവികാല പ്രത്യാശയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പൊൻകിരണം പാടുന്നു. വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിൽ എത്തിക്കുന്ന നാഥന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾ പുതുമല കൺവെൻഷനിൽ പ്രതിസന്ധി വരുമ്പോൾ സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ആമേൻ, കർത്താവായി
യേശുവേ വരയണമേ. അവർക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാട് 22:12 Behold, I am coming soon. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ മുട്ടുമടക്കട്ടെ, നീതിമാൻ ദൈവസഭയിൽ കരയട്ടെ, സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരെ കടക്കാം. ബൈബിളിലേക്ക് AD 30 കാൽവരിയിലെ ക്രൂശീകരണം കർത്തദാസൻ പ്രസ്താവിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സാക്ഷാൽ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടു. ആ കാലഘട്ടത്തിലെ 2 ഭരണാധികാരികൾ ചരിത്രവും ബൈബിളും ടച്ച് ചെയ്യുമ്പോൾ അന്ന് ഹേരോദാവ്, ഏദോമിന്റെ ഗവർണർ, പീലാത്തോസ് റോമന്റെ കൈസർ, മുന്നോട്ടുള്ള കാലഘട്ടങ്ങൾ വെസ്പേഷ്യൻ, റോമാ നഗരം ചുട്ടരിച്ച നീറോ, യെരുശലേമിന്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്, പുറകെ വരുന്ന ലൗദിയോസ് ക്ലൗഡിയോസ്, 90 കാലഘട്ടം അന്നാ ഡൊമിനേറ്റ് ഡൊമീഷ്യൻ, ഇവരെല്ലാം വരുന്ന കാലഘട്ടത്തിലെ ഭക്തന്മാർക്ക് വേണ്ടി ക്രൂരമായ ന്യായവിധികളിൽ അത് 1 AD 37 പ്രിയഭക്തനായ സ്തെഫാനോസ്, ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ പടപട കല്ലെറിഞ്ഞവനെ തീർത്തു കളഞ്ഞു. എവിടെയോ വഴിവക്കത്തിനകത്ത് കൊടുമണ്ണനോ ആനന്ദപ്പള്ളിയിലോ അവൻ വീഴുമ്പോൾ അവന് പിടികിട്ടി ഇനി എഴുന്നേൽക്കാൻ സാധ്യതയില്ല. സാധ്യതകൾ വിദൂരമെങ്കിൽ അവന്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തുവാനിടയായി. ഇന്ന് രാത്രി പുതുമല കൺവെൻഷൻ ഭക്തന്റെ കണ്ണുകൾ എപ്പോഴും ഉയരത്തിലേക്ക് മനസ്സിലാകുന്നവർക്കായി സ്വർഗം തുറക്കുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ തന്റെ കിടപ്പിൽ താൻ എഴുന്നേറ്റില്ലെങ്കിലും സ്വർഗം ഒരു കാഴ്ച കാണിച്ചു. നീ ഓടിയതിനും അധ്വാനിച്ചതിനും പ്രതിഫലമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ ദൈവമക്കളുടെ പ്രത്യാശ. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഭവനത്തിലുണ്ട്. അതുകൊണ്ട് ചാങ്കൂറ്റത്തോടെ ഉത്സാഹത്തോടെ ഞങ്ങൾ പറയും, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. രണ്ടാമതായി ഏറ്റവും നിർണായകമായി സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ കൂടി ഒരുവൻ യാത്ര ചെയ്യുന്നു. അവന്റെ പേരായിരുന്നു ശൗൽ. ബെന്യാമിൻ ഗോത്രക്കാരൻ കീശേൽ കാശെ കപ്പൽ മുതലാളിയുടെ മകൻ സന്നദ്ധി സംഘത്തിന്റെ പത്രവുമായി അവൻ യാത്ര ചെയ്തപ്പോൾ സ്വർഗത്തിന്റെ ടോർച്ച് ഇറങ്ങി. ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്നതാര്? അങ്ങ് ആരാകുന്നു കർത്താവ്? ഇതാ കിടക്കുന്നു ദിം തരികിടതോ. ഇന്ന് രാത്രി പുതുമലക്കാരോടും ഏഴംകുളക്കാരത്തോടും ഇന്ന് രാത്രി പറയാനുണ്ട്, കീശേ കാശുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ വലിയ പുള്ളികൾ ഉണ്ടെങ്കിൽ കർത്താവിന്റെ അടി കിട്ടിയാൽ നീ താഴെ വീടും. മനസ്സിലാകുന്നവർക്കായി സകല നിഗളുകളെയും വെട്ടിക്കളയുന്നവനാ. സാധാരണ ബ്രൈറ്റ് ലൈറ്റ് അല്ല. ഒരു കാര്യം കൂടി ഇന്നത്തെ പെന്തിക്കോസുകാരോടും പറയാം, പ്രാസംഗരോടും പറയാം, കുഞ്ഞെ നീ വീണ് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരുമില്ല. മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഫാൻസ് അസോസിയേഷൻ കാണത്തില്ല, കൂടുള്ളവന് കാണത്തില്ല, പോസ്റ്റ് ഇടുന്നവനും കാണത്തില്ല. ശൗലിന് പിടികിട്ടി, താൻ വീണപ്പോൾ എല്ലാവരും പോയി. ഇന്നത്തെ നമ്മുടെ അടൂരിലെ ശൗലുമാരായിരുന്നു ചൈതന്യയിലോ വാസനിലോ അരവിന്ദ് കണ്ണാശുപത്രിയിലെ പോലെ ലേസർ അടിച്ചാണ്. മനസ്സിലാകുന്നവർക്കായി ഞങ്ങളുടെ ശൗലിനെ അറിയാൻ ഇത് പറ്റത്തില്ലെന്ന് എല്ലാം കൂടെ 108 കയറ്റി അവനെ കൊണ്ടുപോയി നേർവീതിയിലെ തർശൂഷുകാരനായ യൂദായുടെ വീട്ടിൽ കൊണ്ടുപോയി. പുള്ളിക്കാരെ ഇപ്പൊ 3 വർഷം ഉപവാസമൊന്നും ഇല്ലല്ലോ. അവന്റെ കണ്ണീരെല്ലാം കണ്ടു. കണ്ണീര് സ്വർഗം കണ്ടു. ക്യാമറ ഇറങ്ങിയപ്പോൾ അനന്യാസ് ഉപദേശിയെ വിളിച്ചു, നിന്നെ കൊല്ലാമെന്ന പുള്ളി ഇപ്പൊ നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വോത്രം. അപ്പൊ അനന്യാസ് ചോദിച്ചു എന്തോ വേണമെന്ന്. പഴയ ലാംബിയുടെ സ്കൂട്ടർ എടുത്ത് അനന്യാസിനോട് പറഞ്ഞു, പെട്ടെന്ന് പോയി അവന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. സന്തോഷമില്ലല്ലോ. അനന്യാസ് ഞങ്ങളുടെ ഉപദേശിമാരെ പോലായിരുന്നു. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നമ്മുടെ പുതുമല കൺവെൻഷന്റെ 4 കട്ടൗട്ട് അവ എടുത്തുകൊണ്ട് പോയി തീ പറ്റിച്ചതാ. മനസ്സിലാകുന്നവർക്കായി പിന്നെ സകല പോസ്റ്ററും കരിയോയിൽ അടിച്ചതാ. സന്തോഷമില്ലല്ലോ. പാസ്റ്റർമാരുടെ രൂപം സ്റ്റേജിൽ സോജന്റെ 7 വിളക്കിന് നടുവിൽ രൂപവും ഭാവവുമല്ല. സ്ഥലമാറ്റത്തിന്റെ ചർച്ച വരുമ്പോൾ കാണാം പാസ്റ്റർമാരുടെ രൂപവും ഭാവവും മതിയല്ലോ. മനസ്സിലാകുന്നവർക്കായി അതുപോലായിരുന്നു അനന്യാസ്. അവസാനം എന്താ പറഞ്ഞു? സ്വർഗം കയറി. അനന്യാസ് നേരെ പോയി വിദൂരതയുടെ നടുവിൽ പള്ളിമുറ്റത്ത് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ശൗലിനെ നോക്കി ഒരു വിളി വിളിച്ചു, ശൗലേ സഹോദര. എങ്ങനെ വിളിക്കാൻ കഴിഞ്ഞ അച്ചായ അമ്മാമേ? കഴിഞ്ഞ 3 ദിവസത്തിന് പിൻപിൽ തന്നെ കൊല്ലുവാൻ മാരകായുധങ്ങളുമായിട്ട് വന്ന ഒരുവന്റെ മുഖത്ത് നോക്കി പ്രത്യാശയോട് ഒരു കാര്യം പറഞ്ഞു, ശൗലേ സഹോദര, ഈ സ്നേഹം എവിടുന്ന് കിട്ടി? പുതുമല കൺവെൻഷൻകാരോട് പറയാം, ഇത് കിട്ടിയത് കാൽവറിയിൽ നിന്ന്. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ആ ക്രിസ്തീയ സ്നേഹത്തെ ഞങ്ങൾ ഇവിടെ വരച്ചു പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കട്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ. അത് പറഞ്ഞപ്പോൾ തന്നെ അവന് പകുതി കാഴ്ച കിട്ടിക്കാണ്. സന്തോഷമില്ലല്ലോ. ഉടനെ ആരാ ചെന്നത്? അനന്യാസ് ചെന്ന് ശൗലിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ചെതുമ്പൽ പോലെ കണ്ണിൽ നിന്ന് ഹല്ലേലൂയ പാളികളെല്ലാം മാറി. ആ സമയത്ത് അവന് കാഴ്ച കിട്ടിയവൻ ചോദിച്ചു, ഉപദേശം എന്ത് ചെയ്യണം? ഉപദേശം പറഞ്ഞു, രക്ഷിക്കപ്പെടണം. പോരാ, നീ മാനസാന്തരപ്പെടണം. പോരാ, കയ്യിലിരിക്കുന്ന കാജാബീഡിയും വലിച്ചു കളയണം. പോരാ, 4 നീ അനുദപിച്ചാണ്. 5ാമത്തെ കാര്യം പോയി മുങ്ങി സ്നാനമേൽക്കണം. 6 ദൈവസഭയിൽ ആരാധിക്കണം. 7 പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് തിരുമേശയിൽ പങ്കാളിയാകണം. കരം ഉയരുന്നില്ലല്ലോ. എന്നെവിടെങ്കിലും കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ പവർ വിഷൻ വേറെ, ഹാർവസ്റ്റ് TV വേറെ, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത TV വേറെ. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ഒറ്റയ്ക്ക് നടക്കുന്നു എന്ന ഉപദേശിയുടെ പേരുമില്ല. IGIസൊക്കെ ഞങ്ങളൊക്കെ ഉള്ള ഉപദേശിമാർ, ബാക്കിയെല്ലാം പ്രോഫറ്റാ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പ്രോഫറ്റിൻ്റെ കൂടെ അടുത്ത കാളും കൂടെ നടക്കുക. സ്വോത്രം. എന്നിട്ട് പറയുമ്പോൾ അരവിന്ദിൽ പോയി എവിടെ പോയിട്ടും കാഴ്ച കിട്ടിയില്ല, ഞങ്ങളുടെ പ്രോഫറ്റ് ഇതാ കാണിച്ച് കാഴ്ച കിട്ടി. സ്വോത്രം. പിന്നെ വൈറലായില്ലയോ? മനസ്സിലാകുന്നവർക്കായി പ്രത്യേകിച്ച് ഇന്നത്തെ കാര്യം. പണ്ടത്തൊക്കെ
കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ദൈവസഭ സാക്ഷ്യം പറയും, കൺവെൻഷൻ സാക്ഷ്യം പറയും. ഇന്ന് പ്രോപ്പർട്ടുകാരോട് മൊത്തം ഏഞ്ചൽ ഇറക്കിയേക്കുമല്ലോ. സന്തോഷമില്ലല്ലോ. സ്വത്രം. ഞാൻ ഒരു ദൂതനും കൂടി ഇപ്പൊ കൈപ്പിട്ടൂരോട്ട് വരുന്നു. ചിന്നമാമയുടെ വീട്ടിൽ 2 വട്ട നിൽക്കുന്നു. ഗോദറേജിന്റെ അലമാരി കാണുന്നുണ്ട്. ആൾട്ടോടെ കാറ് കിടക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞപ്പി ഉപദേശം പ്രസംഗിച്ചപ്പോൾ ആൾട്ടോ കണ്ടില്ല. വലിയ കുഞ്ഞപ്പി പ്രസംഗിച്ചപ്പോൾ ആൾട്ടോ കണ്ടില്ല. PD ജോൺസൺ പ്രസംഗിച്ചപ്പോൾ ആൾട്ടോ കണ്ടില്ല. KE അബ്രഹാം സാർ പ്രസംഗിച്ചപ്പോൾ ആൾട്ടോ കണ്ടില്ല. TG ഉമ്മച്ചൻ ഭാഷ പ്രസംഗിച്ചപ്പോൾ ആൾട്ടോ കണ്ടില്ല. ജോർജ് ശാസ്ത്രി പ്രസംഗിച്ചപ്പോൾ ആൾട്ടോ കണ്ടില്ല. ഇന്ന് ബൈബിളിന് മാറ്റം വന്നു. സന്തോഷമില്ലല്ലോ. ഞാനും ഒരു ഏഞ്ചലും കൂടെ. സന്തോഷമില്ലല്ലോ. യവനെയാക്കി ആ സ്റ്റേജിനകത്ത് പെന്തിക്കോസുകാരും കേട്ടുന്നു. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതെല്ലാം അന്ത്യകാലമാ. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങൾക്കൊത്ത പരിഹാസികൾ എഴുന്നേൽക്കും. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ആകമാനം ഉയർത്തുന്നത് രക്ഷയുടെ സുവിശേഷം. കൺവെൻഷന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയും, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷം നമുക്ക് കൂടി വരാം. മാറാനാഥ യേശുവേ വരണവേ. ഇന്ന് ഏഞ്ചലുമായിട്ട് പോകുന്നു. ഏഞ്ചലിന്റെ കൂടെ പോകാൻ കുറെ ചേച്ചിമാര് ചേട്ടന്മാര്. മനസ്സിലാകുന്നവർക്കായി പോയവരെ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനിയെങ്കിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇനി പുതുമല വന്നില്ലേലും രക്ഷ പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മാനസാന്തരം പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, നിത്യത പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, കർത്താവിന്റെ വരവ് പറയാത്ത യോഗം കള്ളയോഗം, അതിനുശേഷം മരണാനന്തര ജീവിതം പ്രസംഗിക്കാത്ത കള്ളയോഗം. എന്താ അവന്റെ കാഴ്ച ലഭിച്ചു? അങ്ങനെയെങ്കിൽ അവന്റെ അവസാനം എവിടെ? ആരും പ്രസംഗിക്കില്ല. വേഗത്തിൽ വെളിപ്പാടിലേക്ക്. ഓസ്ട്രേലിയ ഒരു കാരാഗ്രഹത്തിനകത്ത് അവൻ കിടക്കുന്നു. സഹോദരി, അവന്റെ 2 പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ഒരുവൻ തിമത്തിയോസും മറ്റവൻ ഒനോമിയോസും. തിമത്തിയോസ് ഇവിടെ ചെങ്കോട്ടയിൽ പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഒനോമിയോസ് കോട്ടയത്ത് മറ്റോ ട്രാക്ട് കൊടുക്കാൻ പോയിരുന്നു. യുദ്ധ കുറ്റവാളിയെ പോലെ പൗലോസിനെ അതിനകത്ത് പിടിച്ചിട്ടിരിക്കുക. ഒരു ശനിയാഴ്ച പകൽ ഒരു കുറ്റവാളിയെ തൂക്കിലേറ്റുന്ന വിധിന്യായം അവന്റെ മുൻപിൽ വായിച്ചു. നാളെ പ്രഭാതത്തിൽ കൊണ്ടുപോയി താങ്കളെ കഴുത്ത് വെട്ടിമാറ്റുവാനുള്ള കൽപ്പനയാണ്. പൗലോസിന് ഒരു ചെറിയ ഭയമുണ്ട്. എന്താ? മരണത്തെ ഭയമല്ല. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ സുവിശേഷ സഞ്ചാര ലഘുലേഖകൾ കൊടുത്ത് മടങ്ങി വരുമ്പോൾ ഒരുപക്ഷെ തന്നെ കണ്ടില്ലെങ്കിൽ അവർ കാരാഗ്രഹത്തിന്റെ വാതിക്കൽ നിന്ന് കരയാനുള്ള വിദൂര സാധ്യത കണ്ടിട്ട് അന്ന് ജയിലിനകത്ത് ചിരട്ടയ്ക്കകത്ത് വെള്ളമുണ്ടായിരുന്നു. പൗലോസ് ഇങ്ങനെ ഒരു കരിക്കട്ട എടുത്തെഴുതി, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, മക്കളെ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിലും നമുക്ക് വേണ്ടി നീതിയുടെ കിരീടവുമായി കാന്തൻ മടങ്ങി വരും. പിറ്റേന്ന് പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയ്ക്കകത്ത് ചില രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ തല വെട്ടി മാറ്റുമ്പോൾ ജോസീഫസ് എഴുതി വെച്ചു, അവന്റെ നാവ് ചലിച്ചു കൊണ്ടിരുന്നു. പുറകെ AD 72 തോമാസ് അപ്പോസ്തലൻ വധിക്കപ്പെടുന്നു. യാക്കോബിനെ തല വെട്ടി മാറ്റുന്നു. പത്രോസിനെ ക്രൂശിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അവന്റെ ചെറുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ അവനെ തല കീഴായി ക്രൂശിക്കുന്നു. ആ കാലഘട്ടത്തിൽ 64 ഒരുവൻ യാത്രയാകുന്നു. കാൽവരി ദർശനം കണ്ട യോഹന്നാൻ എവിടെ? തുർക്കിയിലെ ഏഷ്യ മൈനറിലേക്ക് പോയി. ആസിയയിലെ 7 സഭകൾ, എഫെസോസ്, ലവോദിക്ക, സ്മർണ, തുതയൂര, പെർഗമോസ്, സർദീസ്, ഫിലാഡൽഫിയ സഭ. ഡൊമീഷ്യന്റെ കൽപ്പന ആ കാലഘട്ടത്തിൽ പടയാളികളോട് ചോദിച്ചൊരു കാര്യമുണ്ട്. തച്ചന്റെ മകൻ, ദ സൺ ഓഫ് ദ കാർപ്പന്റർ, ദ വേർഡ്, അവൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു, സാറേ മിക്കവാറും എല്ലാവരെയും കാലപുരിക്ക് അയച്ചു. ഇപ്പോൾ ഒരുവൻ കിടപ്പുണ്ട്, ഒരു വയോധികൻ. എവിടെ? സഭയുടെ സീനിയർ പാസ്. എത്ര പ്രായം? 90 വയസ്സ്. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അടൂർ സബ് കോടതിയുടെ വിധി വേണ്ട. താളിയൂലകളിൽ തെരുത്താണി കൊണ്ട് വയോധികനായ യോഹന്നാന് വേണ്ടി ഒരു കൽപ്പന കൊടുത്തു. അവന്റെ കൈകാലുകൾ ബന്ധിച്ച കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. പ്രഭാതത്തിൽ നമ്മുടെ ചർച്ചിന്റെ മുറ്റത്ത് ഒരപ്പച്ചനിരുന്ന് വചനം വായിക്കുന്നത് പോലെ വയോധികനായ യോഹന്നാൻ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ വന്നു. കൈകാലുകളിൽ വിലങ്ങ് 6 കുതിരകൾ, 12 പടയാളികൾ. അവർ പറഞ്ഞു, അപ്പച്ചന്റെ അവസാന ദിവസം. സഭയിൽ പ്രതിപുരുഷനോ സെക്രട്ടറി ഒരു കുഞ്ഞുങ്ങളുമില്ല. കൈകാലുകൾ ബന്ധിച്ചത് അദ്ദേഹത്തെ ചെയ്തെന്നറിയാമോ? കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് 6 മണിക്ക് അവിടെ എത്തിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ബൈബിളിൽ നിന്ന് വിഭിന്നമായി അവന്റെ കൈകാലുകൾ ബന്ധിച്ചു. 6:00 ക്യാൻസർ റേഡിയോ തെറാപ്പി വരയ്ക്കുന്നതിന് മുമ്പ്, റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് കറുത്ത മാർക്ക് ചെയ്യുന്ന മാർക്ക് ചെയ്യുന്നു. 7 മണിയായപ്പോൾ സൈറൻ, ക്രൂരനായ ഒരു പടയാളി. ആരായിരുന്നു അവൻ? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. പച്ചപ്പൈൻ മരത്തിന്റെ ക്രൂശ്, ലംബം തിരച്ചീനം. അതിനോടനുബന്ധിച്ച് പീലാത്തോസ് കൊടുത്തുവിട്ട 3 ആണികൾ, 39 അടികൾ, 156 മുള്ളുള്ള ഒരു കിരീടം. പെരിട്ടോണിയസ് എന്ന് പറയുന്ന ഒരു ക്രൂരന, ഒരു കുതിരയുടെ വാലിനകത്ത് കെട്ടിയ 2 ചൂണ്ടകൾ, ഈയക്കട്ടയും വാളച്ചൂണ്ടയും കൊണ്ട് യേശുവിനെ തകർത്ത് കളഞ്ഞത്. അവന്റെ കസിനായി ഒരുവൻ റോമന്റെ കാരാഗ്രഹത്തിനകത്ത് മനുഷ്യനെ കീറുവാൻ ഇറങ്ങി വരുന്നത്. അവൻ പടപടാ ഇറങ്ങി വന്നു. വയോധികനായി യോഹന്നാന്റെ ശരീരത്തിനകത്ത് പെരിയെ ഇങ്ങനെ കീറുവാൻ തുടങ്ങി. മുഖാഭരണം ധരിപ്പിച്ച് ഒന്നും അറിയാതെ നിർനിമേഷനായി കിടക്കുന്ന 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചന്റെ ശരീരത്തിനകത്ത് കീറിയപ്പോൾ ശരീരം ഒട്ടിപ്പിടിച്ചു. പടയാളി ഉടവാൾ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ ഒരു അസാമാന്യ ശക്തി ഉണ്ട്. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി, വാഗ്ദത്തമുള്ളവൻ ഏത് ഐസിയുവിനകത്ത് കിടന്നാലും നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്ക്, വാഗ്ദത്തമുള്ളവൻ ഏത് വെന്റിലേറ്ററിനകത്ത് കിടന്നാലും അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കാരാഗ്രഹത്തിനകത്ത് അവനെ
സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, കാൽവരി ദർശനം കണ്ടവനെ അന്ത്യം വരെ കരം പിടിച്ച് നടത്തുക. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിനൊരു മറുപടി ഉണ്ട്. നിന്റെ ദർശനത്തിന് ദൈവം ഒരു വിടുതലുണ്ട്. ശത്രു നിനക്കെതിരെ വാൾ ഉയർത്തിയാൽ, രോഗ ദുഃഖങ്ങൾ നിനക്കെതിരെ ആഞ്ഞടിച്ചാലും ഇന്ന് രാത്രി കരം ഉയർത്തുന്ന ദൈവമക്കൾ പറയണം, എന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്റെ കുടിലിനകത്ത് ഇറങ്ങി വരുന്നത് വരെ എന്റെ കണ്ണുകൾ അടയുക. എന്റെ ദൈവം അനുവദിക്കത്തില്ല. കമാൻ 2026 ഫെബ്രുവരി ആനുവൽ കൺവെൻഷൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി സാധാരണ ദൈവമല്ല താങ്കളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. ആരാ? നമ്മുടെ ദൈവം. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്പിളിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ എന്റെ തലയിൽ ഒരു മുടിനാല് പോലെ താഴെ വീഴുക. എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കമോ ഇന്ന് രാത്രി സിസ്റ്റർ ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. കാരിത്താസ് ബിലിവേഴ്സും തള്ളിക്കാണും. എന്നാൽ ഇന്ന് രാത്രി ക്യാൻസർ അല്ല വലുത്. ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, എന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ടാവും. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരക്കമോ, യേശുവിന്റെ നാമത്തിൽ. അച്ചായ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം അടിച്ചു കാണുക. ആശുപത്രികൾ തള്ളിക്കാണ്, മറിയക്കാര് തള്ളിക്കാണ്, ഒരുപക്ഷെ പന്തളങ്കാര് തള്ളിക്കാണും. എന്നാൽ ഇന്ന് രാത്രി പറയണ, ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. കമോൺ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ കുടിലിനകത്ത് നീ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോ, രാത്രിയുടെ യാമങ്ങൾ നീ നിലവിളിച്ചപ്പോ, നിന്റെ കറുത്ത പുസ്തകത്തിനകത്ത് വെള്ള പേപ്പറിനകത്ത് നീ വരച്ച മറുപടി നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കമോൺ പുതുമല ഇന്ന് രാത്രി വിളിച്ചു പറ, പർവ്വതങ്ങൾ എന്റെ മുൻപിൽ മാറ്, കുന്നുകൾ എന്റെ മുൻപിൽ വീങ്ങും പോകും. എന്നാൽ ഇന്ന് രാത്രി എന്റെ കുടിൽ നിന്ന് വിളിച്ചിറക്കിയ ദൈവത്തിന്റെ ദയ, the mercy of the God is never gone. യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരാധിക്കുന്നവനെ വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി എന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ, ആശുപത്രി കിടക്കകളുടെ നടുവിൽ, വെന്റിലേറ്ററിന്റെ നടുവിൽ എന്നെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വയോധികനായ യോഹന്നാന് വേണ്ടി 2ാമത്തെ ശിക്ഷ കൊടുക്കുന്നു. ഡൊമീഷന്റെ അടുത്ത് നിന്ന് അവർ പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല. ഡൊമീഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 4 ദിവസം വെയിറ്റ് ചെയ്യാൻ. 4 ദിവസം കഴിഞ്ഞപ്പോൾ 2ാമത്തെ ശിക്ഷ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലികൾ ബന്ധിച്ച് വയോധികനെ കൂട്ടുകത്തിനകത്തിട്ട് കൊല്ലുവാൻ വേണ്ടി. 4ാം ദിവസം പ്രഭാതത്തിൽ പടയാളികൾ വന്നു. എഫെസോസഭയുടെ മുൻപിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന അപ്പച്ചനോട് പറഞ്ഞു, ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ. തൂക്കുമരത്തിൽ കയറുന്ന ഒരു പ്രതിക്ക് വേണ്ടി അനവധി ഉപകാരങ്ങൾ, അഥവാ നല്ല ഭക്ഷണം, അടപ്രഥമൻ, പായസം, പാല്, അത് കഴിഞ്ഞിട്ട് വേണ്ടപ്പെട്ടവരെ കാണാനുള്ള സംരക്ഷണങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ കൊടുക്കുമായിരുന്നു. അതുപോലെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്താ വായിക്കാൻ? അപ്പൊ പറഞ്ഞു, താങ്കളെ കൊണ്ടുപോയി തിളയ്ക്കുന്ന കുട്ടുകത്തിനകത്ത് എണ്ണയിൽ കൊല്ലുവാനുള്ള പദ്ധതിയാണ്. വയോധികന്റെ മുഖത്തൊരു മന്ദസ്മിതം. അപ്പോൾ ചോദിച്ചു, എന്താ കാര്യം? അല്ല, എനിക്ക് ഭാരമൊന്നുമില്ല. നിങ്ങളുടെ ചക്രവർത്തി കൽപ്പനയൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് എത്രയോ പേര് ഭരണാധികാരികൾ ശിക്ഷയ്ക്ക് വിധേയമാക്കി. അവരുടെ നടുവിലെല്ലാം ദൈവകരം ഇറങ്ങി വന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. വയോധികനായ യോഹന്നാനെ കൊണ്ടുപോയി തിളയ്ക്കുന്ന കൂട്ടുകത്തിനകത്ത് വലിച്ചെറിഞ്ഞു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരണത്തിന്റെ വഴിയിലേക്ക് പോകുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ 9ാം മിനിറ്റിൽ അദ്ദേഹം തല ഉയർത്തിയെന്ന് ജോസഫ് എഴുതി. പടയാളികൾ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, നല്ല തണുപ്പുണ്ട്, പുതയ്ക്കാൻ വല്ലതും തരണം. ഇന്ന് രാത്രി വചനം ഏറ്റെടുത്തുകൊണ്ട് പറയണം, വാഗ്ദത്തമുള്ളവർ ഏത് കൂട്ടുകത്തിനകത്ത് കടന്നാലും സ്വർഗത്തിലെ ദൈവം അവന്റെ കൊമ്പുകളെ തല പോലെ, കാട്ടുപോത്തിന്റെ തലകളുടെ കൊമ്പ് പോലെ ഉയർത്തും. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി ദൈവദാസനായ എന്നോട് ചോദിക്കും, ഉപദേശി, ശരീരത്തിനകത്ത് കത്തി കയറിയിട്ടും അദ്ദേഹം മരിച്ചില്ല, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വീണിട്ടും അദ്ദേഹം മരിച്ചില്ല, കത്തിക്ക് നല്ല മൂർച്ച, എണ്ണയ്ക്ക് നല്ല തിളപ്പുണ്ട്, എന്തുകൊണ്ട് മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. വാഗ്ദത്തമുള്ളവന് നിന്റെ പ്രോമിസുകളെ കാത്തുപത്തില്ല ദൈവം. നിന്റെ പകർച്ച കാണുവാൻ, നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുക. പക്കത്ത് ആൾക്കാർ കാത്തിരിക്കും. അതിന്റെ നടുവിൽ നിന്റെ തലകളെ കാട്ടുപോത്തിന്റെ കൊമ്പുകളെ പോലെ ഉയർത്തുക. ഇന്ന് രാത്രി വയോധികനായ യോഹന്നാന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കയ്യിലിരിക്കുന്ന ബൈബിൾ ചെറിയ പുസ്തകമല്ല. 8000 പ്രോമിസ്, 8000 പ്രോമിസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ, വാഗ്ദത്തങ്ങളുടെ പുസ്തകം. എന്താ വാഗ്ദത്തം? ഇന്ന് രാത്രി എത്ര വാഗ്ദത്തം പറഞ്ഞാൽ അവസാനിക്കും. സ്വോത്രം. സഹോദരിമാർക്ക് ഏറ്റവും പറ്റിയൊരു വാഗ്ദത്തം, ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുന്ന കാലം. എന്താ സംഭവിച്ചത്? ഒരപ്പച്ചൻ, ഒരു അമ്മച്ചി, 2 കുഞ്ഞുങ്ങൾ എലിമലേക്കും മംഗളത്തിലകയും വിട്ടു. അവര് പോയതാ മോവാബ്. ആരാ മോവാബ്? ലോത്തിന്റെ മക്കൾ എലിമലേക്ക് പോയി. 1ാമത്തെ ശവപ്പെട്ടി, 2ാമത്തെ ശവപ്പെട്ടി വീണ്ടും വന്നു മംഗളോൻ, 3ാമത്തെ ശവപ്പെട്ടിയും വന്നു ഗില്ലിയോൻ. മനസ്സിലാകുന്നവർക്കായ സ്വോത്രം. ഒരു വീട്ടിൽ 3 ശവപ്പെട്ടി. പിന്നെ പാസ്റ്റർമാർ വിളിച്ച വല്ലൂരും ചെല്ലുവോ? അങ്ങനെ ഇരിക്കുമ്പോൾ ഷം ഡാനിയൽ പാസ്റ്റർ വിട്ടിരിക്കുന്നു. സൗദിക്കാർ വരുമ്പോൾ എക്സിസ്റ്റും റീ എൻട്രിയും വിസ അടിക്കും. മനസ്സിലാകുന്നവർക്കായി. ഞാൻ അവിടെ പോയിട്ടില്ലെങ്കിൽ നിയമം അറിയാം. സ്വോത്രം. അതുപോലെ നവോമി അമ്മ
അമ്മച്ചി എന്താ പറഞ്ഞത്? എനിക്ക് എക്സിസ്റ്റ് റീഎൻട്രി ഉണ്ട്, ഞാൻ ബേദല ഗെയിമിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാ, എയർലൈൻ ടിക്കറ്റ്. മനസ്സിലാകുന്നവർക്കായി ആ സമയത്ത് രണ്ട് പെൺകുട്ടികൾ ഒരുത്തി വന്ന് അമ്മച്ചിയെ നല്ല കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൊടുക്കും. മനസ്സിലാകുന്നവർക്കായി ആ ചുംബന സമരത്തിന്റെ ലീഡറാ നമ്മുടെ ഓർപ്പ. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. കർത്താവിന്റെ ദിവസം ലൂക്കോസിനകത്ത് ഇങ്ങനൊരു ഭാഗമുണ്ട്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ ആ രാത്രി രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും, രണ്ടുപേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, രണ്ടുപേർ ഒരു വയലിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും. കോഴഞ്ചേരി അസംബ്ലീസ് ഓഫ് ഗോഡ് കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി യോഗം കഴിഞ്ഞ് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന സഭയുടെ മണവാട്ടിയുടെ യോഗ്യത ഞാൻ പറഞ്ഞപ്പോൾ ഒരു അച്ഛനും അമ്മാമ്മയും വന്നിട്ട് പറയാം, ഞാൻ പോവോ കുഞ്ഞമ്മ പോവോ എന്ന് ഇപ്പൊ പാസ്റ്റർ പറയണമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വന്തം രണ്ടുപേർ ഒരു തിരികല്ലിൽ, രണ്ടുപേർ ഒരു കിടക്കയിൽ, രണ്ടുപേർ ഒരു വയലിൽ, രണ്ടുപേർ ഒരു വയറ്റിനകത്തുണ്ടായിരുന്ന യാക്കോബ് ഏശാവ് യാക്കോബ്, രണ്ടുപേർ ഒരു തിരികല്ലിൽ രൂത്തും ഓർപ്പയും, രണ്ടുപേർ ഒരു വയലിൽ കായീൻ ഹാബേൽ. തെരഞ്ഞെടുപ്പ് അവിടെ. അതുകൊണ്ട് എല്ലാവർക്കും കല്യാണം കഴിക്കാം, അവറാച്ചനും അന്നമാമയ്ക്കും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മതി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രവും കണ്ടോ. അങ്ങനെയെങ്കിൽ ഓർപ്പ എന്ത് ചെയ്തു? തള്ളപ്പെട്ടു പോയി. ഏഷ്യാനെറ്റിൽ ഓടിയിരുന്ന മെഡൽ കിട്ടിയാൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയായിരുന്നു രൂത്ത് നോക്കിയപ്പോൾ അമ്മച്ചിയുടെ കൈ മൊബൈലും ടാബും ഒന്നുമല്ല. സത്രം ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ. ഞങ്ങളുടെ കണക്ക് മൊബൈലും ടാബും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലായിരുന്നു. അമ്മച്ചി ഇത് തുറന്ന് വായിക്കുക. രൂത്തിന് പിടികിട്ടി ഇതിനകത്ത് വിടുതലുണ്ടെന്ന്. മനസ്സിലാകുന്നവർക്ക് അമ്മച്ചിയോട് പറഞ്ഞ്, അമ്മച്ചി പോകുന്നിടത്ത് ഞാൻ പോകും, അമ്മച്ചി പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, അമ്മച്ചിയുടെ ജനം എന്റെ ജനം, അമ്മച്ചി ആരോട് കൂട്ടായ്മ അനുഭവിക്കുന്നവർക്ക് ഞാൻ കരം കൊടുക്കും. തീർന്നില്ല, മരണം എന്നെ വേർപിരിക്കുന്നത് വരെ ഈ സത്യദൈവത്തെ ആരാധിക്കും. എന്താ യഹോവയുടെ ന്യായപ്രമാണം? കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആക്ഷരികത്ത് നട്ടിരിക്കുന്നത് തക്ക സമയത്ത് ബലം കായ്ക്കുന്നത് ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവനോ അവളോ ഉള്ളിൽ ആഗ്രഹിക്കുന്നതൊക്കെ സ്വർഗം സാധിപ്പിച്ചു കൊടുക്കും. സ്വോത്രം. തമിഴ്നാട്ടിൽ இந்த നാളുകളിലെ യോഗം മുടിവാത് കൺവെൻഷനുകളെ കൈ ഉയർത്തി കർത്തനെ ഏമാത്തി കാണിക്കുക എല്ലാ വർഷവും. മനസ്സിലാകുന്നവർക്ക് അങ്ങനെ കൈ ഉയർത്തിയിട്ടൊന്നും കാര്യമില്ല. സ്വോത്രം. നീ തീരുമാനമെടുക്കുമ്പോഴാ വിസ കിട്ടുന്നത്. മനസ്സിലാകുന്നവർക്കായി ഇപ്പൊ അമ്മച്ചിയോടെ പോകാനായിട്ട് രൂത്തിനൊരു വിസ കിട്ടി. സ്വോത്രം. തീരുമാനം. അമ്മച്ചി പോകുന്നിടത്ത് ഞാൻ പോകും, അമ്മച്ചി പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, അമ്മച്ചിയുടെ ജനം എന്റെ ജനം, സഭയിൽ കൂട്ടായ്മ അനുഭവിക്കും, മരണം വേർപിരിക്കുന്നവരെ. രണ്ടുപേരും ഇവിടെ വന്ന് കിടക്കുക. ഇപ്പൊ ഇവിടെ കിടക്കുന്നു, നമ്മുടെ വടക്കടത്ത് കാവ് കിളിമേൽ റൂട്ടിൽ കിടക്കുക. സന്തോഷമില്ലല്ലോ. നാട്ടുകാർ മൊത്തം പറക്കൂട്ടുകാരുടെ പറഞ്ഞു, ഈ അമ്മച്ചി എങ്ങാണ്ട് പോയി 3 എണ്ണത്തിനെ തട്ടിയിട്ട് പോയി ഒരു കറുത്ത പെണ്ണുമായിട്ട് വന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. വീടുമില്ല, കാറുമില്ല, ഒരു നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കൂടടിച്ച് കിടക്കുക. ആ സമയത്ത് കിളിബയലിൽ ബോബസിന്റെ ഇച്ചിരി വയലുണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി അമ്മച്ചി പറഞ്ഞു, ബോബസിന്റെ വയലിൽ പോകാം. ഇന്നത്തെ രൂത്തുമാരാന്നേ പറഞ്ഞ് തന്നെ അവിടെ ഇരിക്കുക. സ്വോത്രം. നമ്മുടെ രൂത്ത് 1ാമത്തെ ദിവസം വയലിൽ പോയി. ബോബസിന്റെ പണിക്കാര് കറുത്ത അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടത് ഈ വയലിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞു. അവൾ അവിടെ കാത്തിരുന്നു. കാത്തിരിക്കുന്നവന്റെ കരങ്ങളിൽ നന്മണി കൊടുക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി ദൈവസഭ വിട്ടോടാതെ ദൈവസന്ധിയിൽ താഴ്മയോട് നീ വരമ്പത്തും വക്കത്തും ഇരുന്നാലും നിന്നെ നിറയ്ക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. വംശന്റെ പണിക്കാർ പറഞ്ഞു, കുഞ്ഞെ എവിടെന്നെങ്കിലും പ്ലാസ്റ്റിക് കയർ മേടിച്ചോണ്ട് തലയിൽ നിനക്ക് കെട്ടിത്തരാം. 2ാം ദിവസം 3ാം ദിവസം വീണ്ടും അവൾ യാത്രയാ. 3ാം ദിവസം അവൾ യാത്രയെ പറഞ്ഞു, അയ്യോ എല്ലോ ഈ മാംഗോ അലർട്ട് പൈനാപ്പിളൊക്കെ വരാൻ പോകുന്നു. സ്വോത്രം. കുറച്ച് പിക്കപ്പ് മേടിച്ചാൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. 4ാം ദിവസം ചെന്നാ പറഞ്ഞു, ഇനി നീ കരക്കിരിക്കേണ്ട, കാലെടുത്ത് വെച്ച് വയലിനകത്ത് ചവിട്ടാ. സന്തോഷമില്ലല്ലോ. இந்த நாட்களிலே തമിഴ്നാട്ടിൽ ഉണ്മயான പാടൽ പാടുന്നത് കാൽമരിക്കും ദേശമെല്ലാം കർത്തൻ എനിക്ക് സ്വന്തമാക്കും. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് 5ാം ദിവസം ബോവസ് വയലിനകത്ത് വന്നു. അവളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അപ്പൊ അവള് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വോത്രം. അവളോട് ചോദിച്ചു, വീടുണ്ടോ, കാറുണ്ടോ? അവള് പറഞ്ഞ ഹിന്ദിക്കാരന്റെ ഭാഷ കുച്ചിനാക്കി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അപ്പൊ അവളോട് പറഞ്ഞ, നാളെ അടൂർ മാർക്കറ്റ് റോഡിൽ നിന്ന് 2 ഫോട്ടോയും എടുത്തുകൊണ്ട് വരണം. സന്തോഷമില്ലല്ലോ. ഏറത്തെ ഗ്രാമപഞ്ചായത്തിൽ പോയി വയലിൽ നിനക്ക് രജിസ്റ്റർ ചെയ്യാൻ പോവാ. കരമുയർത്തുന്നവർക്കായി. നിങ്ങൾ ചൊവ്വായിന്ന് വന്നുകൊണ്ട് ഈ സ്ഥലമൊന്നും അറിയത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഒറ്റ കാര്യം ഞാൻ പറയാം. കൈക്കകത്ത് 25 ലക്ഷം ഉണ്ടായാലും കൊച്ചിനെ കെട്ടിക്കാൻ പറ്റത്തില്ല. 50 ലക്ഷം കയ്യിലുണ്ടായാലും നിനക്കൊരു വീട് വെക്കാൻ പറ്റത്തില്ല. പക്ഷേ നിന്റെ കൈ ഓട്ടസഞ്ചിയെങ്കിലും അതിനകത്ത് ദൈവകൃപ ഇറങ്ങിയാൽ ഇന്ന് രാത്രി വാഴക്കരം പിടിച്ച് നടത്തുക സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? 7ാം ദിവസം 1000 ആണ്ട് ശാപത്തിൽ കിടന്ന കറുത്ത പെങ്കൊച്ചിനെ ബോവസ് മണവാട്ടിയായി സ്വീകരിച്ചു. ഇന്ന് രാത്രി ഓഗസ്റ്റ് 15 ശാപവിമുക്തി ശുശ്രൂഷ അടൂരും കൊട്ടാരക്കരയും കോട്ടയത്തും നടക്കുന്നത്. വചനം എടുത്ത് ദൈവത്തെ ആരാധിച്ചവന്റെ വയലിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇന്ന് രാത്രി നല്ല ശാപത്തെ അനുഗ്രഹമാക്കുക. The word of the God is coming. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വചനം ഏറ്റെടുത്ത മാമ പറയണം. 1ാം ദിവസം നന്മണി, 2ാം ദിവസം ചങ്ങഴി, 3ാം ദിവസം എന്റെ തലയിൽ കാറ്റ്, 4ാം ദിവസം ഞാൻ കാൽ ചവിട്ടിയ ദേശത്ത് ദൈവം എന്നെ ഇറക്കും. ഇന്ന് രാത്രി ഒരു ദൂതേറ്റോണ്ട് പോകാവൂ. നീ വയലിൽ ഇറങ്ങത്തില്ലെന്ന് ലോകം പറയും, നാട്ടുകാർ പറയും നിന്റെ ഭാവിക്ക് ഭംഗം വരുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എല്ലാ കാലത്തും വരമ്പത്തിരിക്കാനല്ല ദൈവം
എന്നെ വിളിച്ചത്. ആരാധിക്കുന്നവന്റെ ആഗ്രഹപ്രകാരം അവനെ വയലിനകത്ത് ഇറക്കുക. രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ഈ രാത്രി ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് 5 വയൽ അവളുടെ കൈകളിൽ. 6ാമത്തത് ബോവസ്. 7 വിവാഹവും നടക്കുന്നു. അതുകൊണ്ടും അവസാനിപ്പിച്ചില്ല. നിന്റെ ശാപം അനുഗ്രഹമാവൂ. ബോവസിനും രൂത്തിനും ഒരു സന്തതി ജനിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. ഇതാ വാഗ്ദത്തം. ഇന്ന് രാത്രി കർത്ത അമ്മച്ചിയെ പുതുമല കൺവെൻഷനകത്ത് കൊണ്ടുവന്ന് ചോദിക്കണം, അമ്മച്ചേ, അമ്മച്ചിയുടെ കുടുംബത്തിനകത്ത് മഷിക വരാൻ കാരണം അമ്മച്ചി പറയും ഈ ന്യായപ്രമാണം കരമുയർത്തുന്നവർക്കാൽ ഇന്ന് രാത്രി നാം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ വചനമെടുത്തത് കൊണ്ട് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവസാനമായി ഇവർ മരിക്കത്തില്ലെന്ന്, അപ്പോസ്തലൻ മരിക്കത്തില്ലെന്ന് ആർക്ക് പിടികിട്ടി? നമ്മുടെ ഡൊമീഷന് പിടികിട്ടി. അദ്ദേഹത്തെ നാട് കടത്താൻ പദ്ധതി വെച്ചു. എവിടത്തേക്ക്? ഇന്ന് സുന്ദരമായ ഒരു സ്ഥലം ഗ്രീസ്. ഗ്രീസിന്റെ തലസ്ഥാനം ഏതൻസ്. പഠിക്കുന്ന മക്കൾ ഒളിമ്പിക്സ്. അവിടെ 60 മൈൽ നീളത്തിൽ ഒരു നദി ഒഴുകുന്നു. ആ നദിയുടെ പേര് തേംസ് നദി. അതിന്റെ നടുവിൽ ഒരു ദ്വീപുണ്ട്, പത്മോസ്. 16 നീളം, 10 കിലോമീറ്റർ വീതി. 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. അവിടത്തേക്ക് വയോധികനായ യോഹന്നാനെ നാട് കടത്തി. കപ്പലിനകത്തുനിന്നല്ലെങ്കിൽ യാനത്തിൽ നിന്ന് വയോധികൻ അവിടത്തേക്ക് വീണു. 5 കാഴ്ചകൾ അദ്ദേഹത്തെ കാണുവാനിടയായി. വന്നവരെല്ലാം മടങ്ങിപ്പോകുന്നു. കാരാഗ്രഹത്തിന്റെ പാളികൾ അടഞ്ഞു. 90 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ, കൈകാലുകൾ വിറയ്ക്കുന്ന മനുഷ്യൻ, ഒരു കപ്പ് കാപ്പി കുടിച്ചാൽ മനുഷ്യനെ കൊത്തി തിന്മാൻ നിൽക്കുന്ന കഴുകൻ. 3 അസ്ഥിക്കഷം പാർന്ന് തിന്നുന്ന പരുത്. 4 തലയൂട്ടിയുടെ ദുർഗന്ധം. 5ാമത്തെ കാര്യം പാറക്കൂട്ടങ്ങൾ. എന്നാൽ അവിടെ 10,000 വാട്സുള്ള തമ്പേറിലെ പാട്ടുപാടുന്ന കൂട്ടുകാരില്ല. കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. കരമുയർത്തുന്നവർക്കായി കാൽവറി ദർശനം കണ്ടവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഒട്ടുമടക്ക്. അപ്പൊ ചമ്മച്ചി ഇന്ന് രാത്രി അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കരമുയർത്തുന്നവർക്കായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. പുതുമലക്കാരും കൈവിടും, പാർട്ടിക്കാരും കൈവിടും, നിങ്ങളുടെ സഭക്കാരും കൈവിടും. എന്നാൽ ഇന്ന് രാത്രി അച്ഛനും അമ്മാമ്മയോട് ഒരു ദൂത് പറയാനുണ്ട്. എന്ന് പഴയ പുൽപ്പായ്ക്കകത്ത് നമ്മുടെ കണ്ണുനീർ ഇറങ്ങുമോ? സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കമോ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. പത്മോസിന്റെ ഏകാന്തതയ്ക്ക് യോഹന്നാനെ തൊട്ട ഒരു കരം ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയാ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? രൂത്തിന്റെ കണ്ണുനീരിന്റെ അകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ, പൊട്ടക്കണക്കെട്ടി കിടന്ന യോസഫിനെ മിസ്രൈമിന്റെ ഉപപ്രധാനമന്ത്രിയാക്കാൻ ദൈവത്തിന്റെ കരമിറങ്ങിയെങ്കിൽ, ഓ ബാബേലിന്റെ കാരാഗ്രഹത്തിനകത്ത് കിടന്ന സിംഹങ്ങളുടെ കുഴിയിൽ കിടന്നവനെ ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി ആക്കുക. സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ പുതുമല കൺവെൻഷൻ ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ ശത്രുക്കളുടെ നടുവിൽ ഉയർത്തുന്ന ദൈവം, നിന്റെ പരാജയം കാണുവാൻ കാത്തിരിക്കുന്ന നടുവ് ഇന്ന് രാത്രി പൊന്നുപോലെ ഉയർത്തുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കരമുയർത്തുന്ന മക്കൾ ഇന്ന് രാത്രി ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. എന്റെ കണ്ണീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. 2ാമത് രാത്രി ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ആരൊക്കെ നിന്നെ വെട്ടിയാലും, നിന്റെ കൊമ്പുകൾ പോയാലും, കുറ്റികൾ നിലത്ത് പഴുകിയാൽ, പുതുമലയിൽ നിന്റെ കുടുംബത്തിൽ നന്മ വരത്തില്ലെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി പറയണ എന്റെ കണ്ണുനീരിന്റെ നടുവിൽ മുളകളെ പൊട്ടിക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയ. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ കാരാഗ്രഹത്തിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ കിണർ തകർക്കുവാൻ കൂട്ടുകത്തിന് കഴിയത്തില്ല. നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്നെ പൊന്നു പോലെ ഉയർത്തുക. വയോധികനായ യോഹന്നാന്റെ പിൻപിൽ ഒരു കരമിറങ്ങി വന്നു. സ്വർഗം തുറക്കുന്ന ദിവ്യ ദർശനം, വെളിപ്പാട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ, കാലുകളിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥൻ 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയും സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ആദ്യനന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോലൻ കൈവശം. യോഹന്നാനേ, ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്. ഇപ്പോൾ ഉള്ളത് ആസിയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളതൊരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറന്നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. എപ്പോഴേൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസിയിലെ 7 സഭ. 4 അനന്തരം സ്വർഗത്തിലൊരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനം. 13 ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകുന്നു. ഇന്ന് രാത്രി ലോകം ഒരുവന്റെ കയ്യിലേക്ക്. ഗാസ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിലേക്ക് മടങ്ങി വെളിപ്പാടിലേക്ക്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ചിന്തയോടെ ഇരിക്കണം. മത്തായി 27:25 അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കണം.
ഓർപ്പിക്കട്ടെ, യഹൂദൻ ലോകത്തിന്റെ വൻകരകൾ ചിതറി. 1867 തിയോഡർ ഹെർസൺ പ്രാർത്ഥന തുടങ്ങി. 897 ഒരു പുസ്തകം എഴുതുന്നു, സിയോൺ സംഘം 14 വർഷത്തെ കണ്ണുനീര്. 1914 മുതൽ 19 വരെ ഒന്നാം ലോകമഹായുദ്ധം. അതിനകത്ത് ജർമ്മനിയെ തകർത്തുകൊണ്ട് ബ്രിട്ടൻ ജയിക്കുമ്പോൾ ചിയാം വൈസ്മാൻ സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് TNT കണ്ടുപിടിച്ച ജയിപ്പിക്കുന്നത് ഡേവിഡ് ലോയൻ ജോർജ്, അന്നത്തെ ബ്രിട്ടന്റെ ഭരണാധികാരി ആർതർ ബാൽഫോർഡ് ചോദിച്ചു, എന്ത് വേണം? ഞങ്ങൾ ലോകരാജ്യങ്ങളിൽ കിടക്കാൻ മടങ്ങി വരണം. അന്ന് ആദ്യമായിട്ട് അത്തിച്ചെടി കുഴിച്ചു വെക്കുന്നു. മനസ്സിലാകുന്നവർക്ക് യഹൂദന്റെ മടങ്ങി വരവ്. അന്നൊരു സംഘടന വന്നു, പഠിക്കുന്ന മക്കൾ ലീഗ് ഓഫ് നേഷൻസ്. 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം. അതിന്റെ പ്രത്യേകത, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്, മോർ പീപ്പിൾസ് വാച്ച് ദിസ് ഓൺലൈൻ, അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ, അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഒരുവൻ അറ്റത്തെ വിഭജിക്കുവാൻ പദ്ധതി വെച്ച് നിൽപ്പുണ്ട്. അവന്റെ പേരാ യഹൂദൻ ഹെൻറിക്കോ ഫെർമി. ഒരാറ്റത്തിന്റെ 3 ഘടകങ്ങൾ. പഠിക്കുന്ന മക്കൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. കാതോടി ക്രൈസ് വഴി പൊട്ടിക്കാൻ നോക്കി, രക്ഷയില്ല. അവസാനം അവൻ ബൈബിൾ എടുത്തു. പത്രോസ് ലീഗയുടെ വചനം ഇങ്ങനെ വായിച്ചു, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തിയഴി, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും, അതുകൊണ്ട് സോജൻ പാടും, ചൂള പോലെ കത്തുന്ന നാൾ. ഇത് പറഞ്ഞപ്പോൾ അടൂരിലുള്ള ദൈവമക്കളുടെ ചിന്താഗതിക്ക് വേണ്ടി ഒരിക്കൽ നമ്മുടെ പ്രിയങ്കരനായ സഖാവ് EMS ശംഖുമുഖം എയർപോർട്ടിൽ നിന്ന് എയർലൈൻസിനകത്ത് പോവുക. ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം പോകുന്നത് ന്യൂഡൽഹി CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കുക. അപ്പുറത്തൊരു പാസ്റ്റർ ഇരിക്കുന്നുണ്ട്. EMS മാരസിന്റെ പുസ്തകം വായിക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് പാസ്റ്റർ ബൈബിളും വായിക്കുന്നു. EMS നോക്കിയപ്പോൾ 1 മണിക്കൂറായിട്ട് ഇദ്ദേഹം കണ്ണെടുക്കുന്നില്ല. EMS ഞെട്ടിപ്പോയി. 1 മണിക്കൂർ പ്ലെയിനിൽ ഇരുന്ന് വായിക്കുന്നു. EMS ചോദിച്ചു, താങ്കൾ എന്തോ വായിക്കുന്നതെന്ന്? ബൈബിളാ വായിക്കുന്നതെന്ന്. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന്? ചൂള പോലെ കത്തുന്ന ദിവസം വരാറായെന്ന്. സന്തോഷമില്ലല്ലോ. ഉടനെ EMS പറയും, ഇത് അറിഞ്ഞിട്ട് എത്ര പേരൂടെ പറഞ്ഞെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതിന്റെ പേരാ ഗോസ്പൽ, കരമുയർത്തുന്നവർക്കായി. EMS പറഞ്ഞ ഇതാ ഗോ ആൻഡ് സ്പെൽ, മനസ്സിലാകുന്നവർക്കായി. ഇത് എത്ര പേരോട് പറഞ്ഞത്? നമ്മൾ ഇതൊന്നും വായിക്കത്തില്ലല്ലോ. സ്വോത്രം. പാർട്ടിക്കാർക്ക് അറിയാം ഇങ്ങനെ ഒരു കഥ. അങ്ങനെയെങ്കിൽ അപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ബുദ്ധി, പ്രോട്ടോണും ന്യൂട്രോണും മാറ്റിക്കൊണ്ട് ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുമ്പോൾ ആറ്റം പൊട്ടുന്നത്. അങ്ങനെയാ എനാഗുള ബോക്സ് കാർ, വലിയ പ്രസംഗം അതൊക്കെ. എനാഗുളയും ബോക്സ് കാറും 2 വിമാനങ്ങളിൽ പ്ലൂട്ടോണിയം പോയിന്റ് ലിറ്റിൽ ബോയ് 1945 ഓഗസ്റ്റ് 6 കൊണ്ടുപോയി എവിടെ ഇട്ടു? ജപ്പാനിൽ. അമേരിക്ക വിജയിച്ചു. ഹാരി എസ് ട്രൂമാൻ ചോദിച്ചു, എന്ത് വേണം? അവർ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് രാജ്യം വേണം. ഞങ്ങളുടെ കണക്ക് PC നാക്കി വിസ വേണോ എന്ന് പറഞ്ഞില്ല, രാജ്യം വേണം. അമേരിക്ക വേണോ? വേണ്ട. കാനഡ വേണോ? വേണ്ട. ബ്രിട്ടൻ വേണോ? വേണ്ട. ഇന്ത്യ വേണോ? വേണ്ട. അവർ പറഞ്ഞു, അവറാച്ചാൻ കാല് കുത്തിയ സ്ഥലം ഞങ്ങൾക്ക് തരണം. കരമുയർത്തുന്നവർക്ക്. അതാ ലോകത്തിന്റെ മധ്യപകുതിയായ ഇസ്രയേലിലേക്ക് അവർ വരുന്നു. 1948 ഏപ്രിൽ 14 പെസഹ വ്യാഴം, മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയൻ യേശു ക്രിസ്തുവിന്റെ വരവിൽ കണ്ട കുഞ്ഞു ജനനത്തിൽ കണ്ട 6 കാലുള്ള നക്ഷത്രം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. കരമുയർത്തുന്നവർക്കായി. മത്തായി 24:3-4-5. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിന്റെ അവസാനം അടയാളം. യേശു പറഞ്ഞ അടൂരിനോട്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും കാന്തന്റെ വരവിന്റെ ചാലികൾ. മത്തായി 24:32, 33, 34, 35. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീനതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ ഇസ്രായേൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ഒരുവന്റെ കയ്യിലേക്ക് ലോകം. 22,700 കിലോമീറ്റർ ഇന്നത്തെ ഇസ്രായേൽ. 6 ഡിസ്ട്രിക്റ്റുകൾ അതിന്റെ. ടെലവീവ് ഉണ്ട്, ജെറുസലേം ഉണ്ട്, അഷ്കലോൺ ഉണ്ട്, അസ്തോദ് ഉണ്ട്, ഡിമോണ ഉണ്ട്, യാഫാഗേറ്റ് ഉണ്ട്. അപ്പുറത്ത് 6,750 കിലോമീറ്റർ മറ്റൊരു പ്രോവിൻസ് ഉണ്ട്, പലസ്തീൻ. അതിനകത്ത് 4 ജില്ലകൾ. 1 ഗലീല, 2 നസറേത്ത്, 3 വെസ്റ്റ് ബാങ്ക്, 4 റമല്ല. ഇപ്പുറത്ത് മൺട്രോതുരത്തിൽ ദ്വീപ് കാണുന്ന ഒരു ദ്വീപുണ്ട്, അതിന്റെ പേര് ഗാസ. ഇന്ന് രാത്രിയും കത്തുന്നു. 323 കിലോമീറ്റർ. അതിനകത്ത് 23 ലക്ഷം ജനങ്ങൾ. 4 ഡിസ്ട്രിക്ട്. കാന്യൂനിവേഴ്സ്, എക്രോൻ, സഗർ, റാഫ. എന്തുകൊണ്ട് നടക്കുന്നു? ഇന്ന് 2023 48 മാസങ്ങൾക്ക് പിറകിൽ ഒരു സംഭവം നടന്നു. ഹമാസിന്റെ പോരാളികൾ ആരെ ആക്രമിച്ചു? ഇസ്രയേലിനെ ആക്രമിച്ചു. ഇതാ വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം. ഇതിലേക്ക് ലോകം ഒരുവന്റെ കയ്യിലേക്ക്. ബൈബിളിനകത്തുണ്ടോ? ഹമാസിന്റെ പോരാളികൾ ഇസ്രയേലിനെ ആക്രമിക്കും. ആമോസിന്റെ പ്രവചനം 2:5. പഠിക്കുന്ന മക്കൾ ബൈബിൾ സ്കോളേഴ്സിന് നോട്ട് ചെയ്യാം. ഞാൻ യഹൂദ്യക്കകത്ത് ഒരു തീ അയക്കും, യെരൂശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഈ വാക്യം എടുത്തിട്ട് പ്രസംഗിക്കുന്നത് കേട്ടു. പെന്തക്കോസ്തുകാരുടെ സകല ക്വാർട്ടേഴ്സിലും തീ കത്തുമെന്ന്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്രയേലിന്റെ ന്യായവിധി അതിനകത്ത്. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പുതുമല 21ാമത് കൺവെൻഷനിൽ ഇരിക്കുമ്പോൾ ഗാസ ഇസ്രയേൽ കോൺഫ്ലിക്റ്റ്, ഗാസയെ തകർത്തുകളയും ഇന്നും മനോരമയിലുണ്ട്. ആമോസ് 1:6-7. ഗാസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും, ഗാസ നിർജീവമാകും, കെട്ടിടങ്ങൾ വീഴും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ പുതുമല കൺവെൻഷൻ ഇരിക്കുമ്പോൾ 7 രാഷ്ട്രങ്ങളുമായിട്ട് ഇസ്രയേൽ യുദ്ധത്തിൽ ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 ജോർദാൻ, 4 സിറിയ, 5 ഏറ്റവും നിർണായകമായി യമൻ,
6 ഖത്തർ, അത് കഴിഞ്ഞ് യമനെയും വിട്ടടിക്കുന്നു. അപ്പൊ യേശു അപ്പച്ചൻ പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തി. കരമുയരുന്നില്ലല്ലോ. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് പുതുമലക്കാർ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോട്, ജാതി ജാതി. ഇന്നത്തെ പത്രമുണ്ട്, ദാ കിടക്കുന്ന മണിപ്പൂർ തീരത്തില്ല. അപ്പോൾ തന്നെ ബൊക്കോ ഹറാം, ആഫ്രിക്കയിൽ പച്ച മനുഷ്യനെ കുഴിച്ചു മൂടുന്ന ജാതി ജാതിയോട്. അത് കഴിഞ്ഞിട്ട് എന്താ? രാജ്യം രാജ്യത്തോട്. ക്ഷാമവും ഭൂകമ്പവും അവിടെ. ഇന്ന് രാത്രി ഹെവൽ വാലിയെ ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. കരമുയർത്തുന്നവർക്കായി ഇവിടം തൊട്ട് പ്രസംഗത്തിന്റെ കാതലായ ഭാഗം 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇടവേളയിലേക്ക്. അങ്ങനെയെങ്കിൽ 1-ാം ലോകമഹായുദ്ധം ഒരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻസ്. 2-ാം ലോകമഹായുദ്ധം ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ഇന്നുമുണ്ട് അന്തോണീസ് ഗുട്ടറാസ്. അങ്ങനെയെങ്കിൽ 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവന്റെ കയ്യിലേക്ക് ഭരണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗൂഗിൾ ആപ്പ് പോകാൻ പോകുന്നു മൈക്രോ ചിപ്പിലേക്ക്. ഇന്ന് രാത്രി ഗൂഗിൾ പേയ്മെന്റ് മൈക്രോ ചിപ്പിലേക്ക് പോകുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം അവസാനിക്കും. ഒരുവന്റെ കയ്യിലേക്ക് ഭരണം വരാറായി. ഇന്നത്തെ റഷ്യ ഉക്രൈൻ യുദ്ധം ആര് തീർക്കും? ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ആര് തീർക്കും? അത് കഴിഞ്ഞിട്ട് ഇറാൻ അമേരിക്ക പ്രശ്നം ആര് തീർക്കും? പശ്ചിമേഷ്യ പുകയുന്നു. ഈ പ്രശ്നങ്ങൾ, സ്വർണ്ണവില കൂടുന്നു, സാമ്പത്തിക മണ്ഡലം തകരുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ ഒരുവന്റെ കയ്യിലേക്ക്. ഒരുവന്റെ കയ്യിൽ ലോകം വരുമോ? യോഗം കഴിഞ്ഞിട്ട് പഠിക്കുന്ന മക്കൾക്കും അച്ഛന്മാർക്കും പഠിക്കാൻ ന്യൂ വേ വേൾഡ് ഓർഡർ വായിക്കുന്നു. ഒരുവൻ ലോകത്തെ ഭരിക്കാൻ പോകും. വെളിപ്പാട് പുസ്തകം 13:1-2. കുഞ്ഞു വായിച്ചപ്പെടപ്പെടാൻ സഹായിച്ചിട്ടുള്ളവരും ബൈബിൾ തുറന്നാട്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം മക്കളെ. അപ്പോൾ 10 കൊമ്പും. അവിടെ നിൽക്കട്ടെ. ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ. അപ്പോൾ 10 കൊമ്പ്. ആരാ 10 കൊമ്പ്? യൂറോപ്യൻ യൂണിയൻ. ശ്രദ്ധയോടിരിക്കണം, ഇനി എല്ലാം പ്രവചന ഭാഗമാണ്. ആരാ? 1997 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ ഒരുവൻ വന്നു. EU. നിങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശങ്കൻ വിസ 30 രാജ്യങ്ങളിലേക്ക്. അതിനകത്ത് 12 പേർക്ക് വോട്ടവകാശം. ഏതൊക്കെയോ? ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ദാണ്ടേ 12-1 ലൈവ് കൊടുക്കുന്ന മോനെ ക്ലിയർ ആയിട്ട് കൂട്. പിന്നെ പോസ്റ്റ് എനിക്ക് വരുന്നത് ഇതാ കിടക്കുന്നത്. 12-1 ബ്രിട്ടനെ ദൈവം വെട്ടി. പറക്കോട്ടെ റോസമാമ, സ്വർഗത്തിലെ ദൈവം ബ്രിട്ടനെ വെട്ടി. ഇനി 11 ഒന്നുകൂടി പോയാൽ എന്റെ പ്രിയൻ വാനമേഘത്തിൽ. കരമുയർത്തുന്നവർക്കായി 10 കൊമ്പ്. അത് അമേരിക്കയുടെ തകർച്ച. അത് കഴിഞ്ഞിട്ട് 7 തല വായിക്കും. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇന്റർനെറ്റ് ഒരുവന്റെ കയ്യിൽ. സഞ്ചാര സാധ്യതയിലേക്ക്. അടുത്ത വാക്ക് വായിക്കാം. 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും. 10 ഭരണങ്ങൾ അഥവാ 10 രാജാക്കന്മാർ യൂറോപ്പിനോട് തേര്. ട്രംപൊക്കെ താഴെ വീഴാറായി. അങ്ങനെയെങ്കിൽ 10 രാജമുടി. സഖാവ് പിണറായി ഒറ്റയ്ക്കല്ല. വാസവൻ ചേട്ടനുണ്ട്, വീണ ജോർജ് ഉണ്ട്, ശിവൻകുട്ടിയുണ്ട്, ബാലഗോപാൽ ചേട്ടനുണ്ട്. ഇവരെല്ലാം അതുപോലെ യൂറോപ്പിനോട് പലരും ചേരും. അടുത്ത ദൂഷണനാമവും വായിച്ചാട്ട്. തലയിൽ ദൂഷണനാമങ്ങൾ ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മ. ഈ പ്രവചനം വേണ്ട, സമയം കൂടുതൽ പഠിക്കുന്ന. അടുത്ത വാക്ക് വായിക്കാം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും. അതാ ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, തകർന്നു പോയ റോമാ സാമ്രാജ്യം. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ. കരടിക്കാൽ. ഇന്നത്തെ മേദ്യ പേർഷ്യ അഥവാ ഇന്നത്തെ ഇറാൻ സാമ്രാജ്യം. അടുത്തത് വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. സിംഹത്തിന്റെ വായ ഇറാഖ്. നായാട്ട് വീരന്മാർ. നിമ്രോദിന്റെ തലമുറ 666. വായിക്കാം. അടുത്തത് അതിന്റെ മഹാസർപ്പം. പണ്ട് ഏതനെ കണ്ട കുഞ്ഞു പാമ്പ്. തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. ദാറ്റ് മീൻസ് ന്യൂ വേൾഡ് ഓർഡർ. ഏകലോക ഭരണം. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തെ ആര് കാണും? മോനെ ക്ലിയർ ആയിട്ട് കൊടുത്തു. ന്യൂ വേൾഡ് ഓർഡർ ഒരുവന്റെ കയ്യിൽ. ഈ മൃഗത്തെ ആര് കാണും? കുഞ്ഞു ഭായി സഹായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 17:8-9. അതിനു വേണ്ടിയ കൺവെൻഷൻ. വെളിപ്പാട് 17:8-9. ആര് ഈ മൃഗത്തെ കാണും? വായിക്കാം. നീ കണ്ട മൃഗമോ? ഉണ്ടായിരുന്നതും റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും. ഇപ്പോൾ ജനാധിപത്യ ഭരണം. അടുത്തത് ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. നാശത്തിലേക്ക് യുഗത്തെ കൊണ്ടുപോകുന്ന ഒരുവനാകുന്നു. അടുത്ത വാക്ക് ഉണ്ടായിരുന്നതും ഇല്ലാത്തതും. ഇതെല്ലാവരും നോട്ട് ചെയ്യണം. ഇതിനായി കൺവെൻഷൻ അജിപാസും ഗബൽ ബാലിയും വെച്ചേക്കുന്നത്. അതായി വായിക്കുന്ന വാക്യം. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. മതി. കറക്റ്റായിട്ട് കുഞ്ഞു വായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ വായിക്കണേ കാവാലോ വരുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ മനസ്സിലാക്കുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി കേട്ടോ, ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ടു വിസ്മയിക്കും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ എവിടെ പോവും? കരമുയരുന്നില്ലല്ലോ. കാന്തന്റെ വരവിലെടുക്കപ്പെടും. അതിനു വേണ്ടി 21ാമത് പുതുമല കൺവെൻഷൻ വെച്ചിരിക്കുന്നത്. പള്ളി രജിസ്റ്ററിലല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവരെ ചേർക്കാൻ കാന്തൻ വരും. അതിനു മുമ്പ് രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമായിക്കോണം. അതുകൊണ്ടായി സന്ദേശം. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ വന്നാൽ മൈക്രോ ചിപ്പിലെ കൊണ്ടുവരും. അതിന്റെ അർത്ഥമാ സഞ്ചാർ സാത്തി
നിങ്ങളുടെ QR കോഡ് ഇതെടുത്തേക്ക് ചിന്തയോടെ നേരെ പോകുന്ന ഇസ്രായേലിലേക്ക്. വായിച്ചു തുടങ്ങുന്ന വെളിപ്പാട് പുസ്തകം 13, 16, 17, 18. വായിച്ച് സഹായിക്കാം കുഞ്ഞു, വായിച്ച് സഹായിക്കാം. വെളിപ്പാട് 13, 16, 17, 18 വായിക്കാം. അന്ന് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും മുദ്രകെട്ട് മാറ്. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും ആക്കുന്നു. അവിടെ നിൽക്കട്ടെ കുഞ്ഞു, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. വാക്യം മാറ്റൽ ഒരു വാക്യം കൂടെ വായിക്കണം. അന്ന് ചെറിയവൻ വലിയവൻ ദരിദ്രൻ സമ്പന്നൻ ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്രയുള്ളതോ സംഖ്യയുള്ളതിനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. ഒരു 20 വർഷം മുമ്പ് ഞാനിവിടെ പുതുമല വന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയും ഭാഷ എന്താ പറയുന്നത്? 2009 മനുഷ്യനക്കത്തിലേക്ക് ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനി വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനത്തെ ഇന്ത്യയിലേക്ക് ഒരു അക്കൗണ്ടിൽ കൊണ്ടുവരാൻ മൻമോഹൻ സിംഗ് ഉണ്ട്. ആധാർ എവിടെ? ആധാർ ഇന്ത്യ. അമേരിക്കക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി. അത് കഴിഞ്ഞ് ഇസ്രായേൽ സെക്യൂരിറ്റി, ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി, സൗദി നമ്പർ, മലേഷ്യൻ സെക്യൂരിറ്റി നമ്പർ. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം. അന്ന് ആദ്യമായിട്ട് മനുഷ്യന്റെ കൈവിരലുകൾ ഫിംഗർ പ്രിന്റ്. ഇതാ ലോകം വിരൽത്തുമ്പിൽ. വേൾഡ് ഫിംഗർ ടിപ്പ്. അടൂരും പറക്കോട് പക്ഷയിൽ ചെന്നപ്പോൾ കൈവെക്കാൻ പറഞ്ഞു. 1 മൈക്രോ ചിപ്പ് വരുന്നതിന്റെ തുടക്കം. 2 നിങ്ങളെല്ലാം ആധാറിന്റെ മറവിൽ ഞാനടക്കം. നമ്മുടെ കണ്ണുകൾ കാണിച്ചു, കണ്ണടക്കണം, കണ്ണ് തുറക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ നെറ്റ് സ്കാൻ ചെയ്തു. ആ മിനിസ്ട്രി ഇന്നും ഇന്ത്യയിൽ നീതി ആയോഗ്. മനസ്സിലാകുന്നവർക്ക് ഇതാ മന്ത്രാലയം. 2ാമത്തെ കാര്യം ബാക്കിയൂടെ കേട്ടാട്ടെ. കോവിഡിന്റെ മറവിൽ നിങ്ങൾ കണ്ടില്ലേ? സകല മനുഷ്യന്റെ കൈമേ കുഞ്ഞമ്മാമേ അവറാച്ചന്റെ കാലല്ല നോക്കിയത്. ഇൻഫ്രാറെഡ് മീറ്റർ. എവിടെ? കൈക്കകത്ത് ഹീറ്റ്, തലയ്ക്കകത്ത് ഹീറ്റ്. ഇത് വരുന്നെങ്കിൽ ഇത് മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യാനുള്ള തുടക്കം. അങ്ങനെയെങ്കിൽ കൈമേലും നെറ്റിമേലും മുദ്രയുള്ളവർ വീണ ജോർജ് മൈക്കെടുത്ത് പറഞ്ഞു 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് എവിടെ കയറാമെന്നറിയാമോ? ആശുപത്രി കയറാവൂ. കാര്യം ഇത്. അപ്പൊ അവരെ തിരുത്തി. അവർക്ക് നിയമം അറിയത്തില്ല. മുഖ്യമന്ത്രിയുടെ വലതുഭാഗത്ത് ഒരാളിരിപ്പുണ്ട്. ചിറ്റയം ഗോപകുമാർ സഖാവല്ല, രാജു അബ്രഹാമോ അല്ല. മുഖ്യമന്ത്രിയുടെ വലതുഭാഗത്തിരിക്കുന്നത് ആര്? ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ചേച്ചി പറഞ്ഞത് തെറ്റ്. വാക്സിൻ ഒരു മനുഷ്യന്റെ ഹ്യൂമൻ റൈറ്റ്. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. അതുകൊണ്ട് ക്യാൻസറിന് കീമോതെറാപ്പി എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകളിൽ കൊണ്ട് ഒപ്പിടിപ്പിക്കും. ഒരു സർജറി അടൂർ മരിയായിൽ നടക്കും. അല്ലെ പാപ്പച്ചന്റെ ലൈഫ് ലൈനിൽ പോയ ഉടനെ കത്തിയും കൂടുതൽ എടുത്ത് അച്ഛന്റെ സെന്റ് മാറ്റത്തില്ല. 3 ഒപ്പിടും. മനുഷ്യന്റെ ശരീരത്തിനകത്ത് പമ്പ് ചെയ്യുന്നതിന് ബില്ലിങ്. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ് തെറ്റ്. മുഖ്യമന്ത്രി പിറ്റേന്ന് പറഞ്ഞ് ചൂട് നോക്കി ആർക്കും എവിടെയും കയറാം. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വാതിലുകൾ തുറക്കണമെങ്കിൽ വരുന്നു കൈമേല് നെറ്റിമേല് മുദ്ര. അതിനാസ്പദമായി ഇനി അടുത്തത്. അങ്ങനെയെങ്കിൽ 3 സംഖ്യ. സ്വർഗത്തിന്റെ 3 ഘടകമുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. ബൈബിൾ കൃത്യമായിട്ടിരിക്കണം. അതുകൊണ്ട് ആ സമയം ബൈബിളിനകത്ത് 10 ഡിസ്പെൻസേഷൻസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 ഇത് കൃപായുഗം. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഞങ്ങളുടെ ബ്രദർ സോജനം കുഞ്ഞുമണിച്ചാനോട് ഒരുമിച്ച് പാടും. കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. സന്തോഷമില്ലല്ലോ? നമ്മുടെ പാട്ടൊക്കെ മാറി. ഇപ്പൊ ചട്ടി മാറും, കോട്ട മാറും, കാലം മാറുന്നു. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് അജി ഐസക് പാസ് പറയും രക്ഷയുടെ ടിക്കറ്റ് മേടിച്ചോ, ബോട്ടിന്റെ വാതിൽ അടയാറായി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അയ്യോ, പരിശോധന പ്രസംഗിക്കുന്ന പാവപ്പെട്ടവൻ ആരും പോച്ചിട്ട് കൊള്ളരുത്. സ്വോത്രന്റെ ചോറിനും സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇതാ കൃപായുഗത്തിൽ 1 നടക്കും. പെന്തിക്കോസുകാരെടുക്കുവോ? ദൈവസഭ എടുക്കപ്പെടും. ഏതാ ദൈവസഭ? ഒരു കോസുമല്ല. CSI, മർത്തോമായ, IPC, ജാരുവൻ എല്ലാം ഡിലമനേഷ. എന്താ അമ്മാമ ദൈവസഭ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. കണ്ണിവയ്ക്കുന്ന വേക്കലത്തിൽ തിക്ലിംഗ് ഓഫ് ഐസ്. സന്തോഷമില്ലല്ലോ? സഭ എടുക്കപ്പെടുവോ? സഭ എടുക്കുന്നതിനായി കാറ്റെല്ലാം കൂടെ അടിക്കുന്നു. സന്തോഷമില്ലല്ലോ? ഏലിയാവ് യോർദാൻ്റെ അക്കരെ പോയി. കൂടാരം ഉണ്ടായിരുന്നു, ഏലീശ ഉണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ? ഏലിയാവിനിപ്പം ഏലീശ കൊണ്ട് മണക്കാല ബൈബിൾ കോളേജും 4 സെൻറ്ററും വേണമെന്ന്. സന്തോഷമില്ലല്ലോ? ഏലീശ അതല്ല പറഞ്ഞത്. ഏലീശ പറഞ്ഞ 500 ചർച്ച ഉണ്ടാക്കുള്ളൂ, 1000 ചർച്ച ഉണ്ടാക്കണം. സ്വോത്രം. ഇരട്ടി പങ്ക്. ഒരു 2000 പേരെ കലക്കവെള്ളത്തിൽ ചാടിക്കണം. ഇതാ ഏലീശ പറഞ്ഞ്. ഏലിയാവിനെ കൊണ്ട് എമിറേറ്റ്സ് വന്നോ, സൗദി എയർലൈൻസ് വന്നോ, എടുക്കപ്പെട്ടു. കൂടെ കാറ്റും ഉണ്ടായിരുന്നു. ഏതാ കാറ്റ്? നല്ല കാറ്റടിച്ചു. അവന്റെ അനിയന്മാരായിരുന്നു കേരളത്തിൽ അടിക്കുന്ന അന്നമ്മ, ചിന്നമ്മ, ശോശാമ, റീത്ത, കത്രീന, ബിൽമ, ഹാർവി, ഓർമ്മ, മാത്യു, ലോറൻസ്, മക, ബുൾബുൾ, മേഘനോ, സാഗർ, ബുരേവി, ടൗട്ട്. സന്തോഷമില്ലല്ലോ? അടു IPC ചർച്ചന്റെ പയ്യന്റെ പേരും അടിച്ചു. ബിപിൻ ചോയ്, അരുമയാന പൂയൻ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കഴിഞ്ഞ ആഴ്ച മലയാളം വാർത്ത കണ്ട് ഒരു അടുത്ത കാറ്റടിച്ചു. മോൻതാ. മനസ്സിലാകുന്നവർക്കായി. ഇനി ഒരു കാറ്റ് വരും, പപ്പതാ. അന്ന് കേരളന്റെ അക്കരെ കയറിക്കോണം. സ്വോത്രം. അതാണ് സങ്കീർത്തനം. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ശവപ്പെട്ടി മേടിക്കാതെ എല്ലാം കയറാൻ ഒരു 4 രാത്രി ഉണ്ട്. ബാക്കിയൊക്കെ പറയാം. ഇതെല്ലാം
അന്ത്യകാല സംഭവം, ദൈവസഭ എടുക്കപ്പെടും. 2 മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേരും. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന് 3 ഘടകമെങ്കിൽ സാത്താന്യ ഘടകം 3 പേരുടെ നമ്പർ കരങ്ങളിലേക്ക്. 1 മൃഗം, 2 എതിർ ക്രിസ്തു, 3 കള്ളപ്രവാചകൻ. കരമുയർത്തുന്നവർക്കായി അവരുടെ ട്രാൻസാക്ഷൻ ഇവിടെ വരാൻ പോകുന്നു. ആക്കം 666. വായിക്കാം മോളെ, അടുത്ത വാക്ക് വായിച്ചാൽ. മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ. OTP അമ്മാമേ, ഓൺ ടൈം പാസ്വേഡ് ഇതാ കിടക്കുന്നു. മനുഷ്യന്റെ സംഖ്യ, അതിന്റെ സംഖ്യ 666 കിടക്കുന്നു. എവിടം വരാ? ഇതെല്ലാം 3 അക്കത്തിലേക്ക് വരും. ഇന്ന് നിങ്ങളുടെ കയ്യിൽ കാർഡുകളുണ്ട്, പേടിഎമ്മും ATMും എല്ലാം അടിക്കാൻ കാർഡുണ്ട്. പക്ഷെ ട്രാൻസാക്ഷൻ നടക്കത്തില്ല. അവര് പറയും അവസാനത്തെ 3 അക്കം ടൈപ്പ് ചെയ്യുക, 4 അക്കം മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞിട്ട് OTP കിട്ടിയെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കൂ. ഇത് കൈമേലും നെറ്റിമേലും മൈക്രോ ചിപ്പ് ആവാൻ. അത് പറഞ്ഞപ്പോ സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഏതിന് OTP? സ്കൂട്ടർ ചെക്ക് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ പറക്കോട്ട റോസമാമ പോയി പുക ടെസ്റ്റ് ചെയ്യാൻ. അച്ഛൻ്റെ പേരിലായിരുന്നു RC ബുക്ക്. മറ്റേത് കൊടുത്ത് കീക്കി കൂക്കു പോകാം, സന്തോഷം ഇല്ലല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോ പറയും മൊബൈൽ കാണിക്കാൻ. അച്ഛൻ്റെ മൊബൈൽ ഇല്ലെങ്കിൽ പുകയില്ല, കറുവാപ്പസി. മനസ്സിലാകുന്നവർക്കായി സന്തോഷം ഇല്ലല്ലോ. അടുത്തതും കേട്ടോ. ഇവിടെ ഏഴംകുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കുഞ്ഞമ്മ സിസ്റ്റർ, 56 വയസ്സ്, പുത്തൻ വീട്, OP കാർഡ്, 10 ഉലുവ. മമ്മ മൊബൈൽ ഉണ്ടോ? സന്തോഷമില്ല, മൊബൈൽ ഇല്ല, പോകാന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. OTP. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ എവരി ട്രാൻസാക്ഷൻ ഈസ് കമ്മിങ്. 3 പേരുടെ അക്കം 666. കടക്കാം ഇസ്രായേലിലേക്ക്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ കൈവെക്കുമോ? കൈവച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുമോ? ഇതിന്റെ പേര് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. കമ്മിങ് ഓൺ ആധാർ, യുവർ ഫിംഗർ ടിപ്പ്. കമ്മിങ് ഓൺ ആർബിളിനകത്തുണ്ട്. സകല മനുഷ്യരും കൈമുദ്രയിടും. വായിക്കാോ. ഇയ്യോബ് 37:7. അന്ത്യകാല സംഭവം. ഇയ്യോബ് ചാപ്റ്റർ 37:7. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. ഇയ്യോബ് 37:7. ഇസ്രായേലിട്ട് പോട്ട് ഇന്ത്യയിലേക്ക് വരാം. വായിക്കാം. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കരമുയർത്തുന്നവർക്കായി. ബൈബിൾ ക്ലിയർ ആയില്ല അച്ചായ? പണ്ഡിതങ്ങാണ് പ്രസംഗിച്ച പറയും, ഉപദേശിച്ച് കള്ളം പറയുമെന്ന്. വഴിയാധാരമായ ആധാറിന്റെ പേരിൽ എത്ര സകല മനുഷ്യരുടെയും കൈ മുദ്രയിട്ടു. എവിടം വരെയായി ഇന്ന്? 1 ആധാർ, 2 ATM കാർഡ്, 3 ആനയുടെ പാൽ, 4 പാസ്പോർട്ട്, 5 നിങ്ങളുടെ വണ്ടികളെല്ലാം എവിടെ കിടക്കുന്നു. അതിനകത്തുണ്ട് RFID, 6ാമത് ഇന്ന് QR കോഡ്. കരമുയർത്തുന്നവർക്കായി. ഇനി ഇത് കയറാൻ പോകുന്ന കയ്യിലേക്ക് നെറ്റിലേക്ക്. അതിന് വിട്ട് അക്കരെ നാട്ടിൽ കയറിക്കോണം. സ്വോത്രം. അതിനുവേണ്ടി പുതുമല കൺവെൻഷൻ. അങ്ങനെയെങ്കിൽ കൈമുദ്രയിടുവോ? ആരാ? ഇയ്യോബ്. പെന്തിക്കോസ്തുകാരെല്ലാം കേട്ടാട്ടെ. ഊസ്ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു, ഇയ്യോബ്. ആടുമാടുകൾ 10 മക്കൾ. സാത്താൻ ഒന്ന് സന്ദർശിച്ചു. ആടുമാടുകൾ പോയി, മക്കൾ പോയി. സ്വോത്രം. എന്താ സംഭവിച്ചത്? സ്വർഗത്തിലേക്ക് അങ്ങാണ്ട് ഒരു വിസിറ്റ് കിട്ടി. അവിടെ ചെന്നപ്പോൾ സാത്താനോട് സ്വർഗം ചോദിച്ചു. അടൂരിൽ ബൈപ്പാസ് വന്നോന്നല്ല, ചിറ്റേസഖാവ് ഡെപ്യൂട്ടി സ്പീക്കർ ആയെന്നല്ല, പിണറായി വിജയൻ 3ാമത് വന്നോന്നല്ല, അതല്ലെങ്കിൽ നമ്മുടെ മോഡി സാർ വന്നോന്നല്ല, എന്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ കണ്ണുവച്ചു. കരമുയർത്തുന്നവർക്കായി. ഇയ്യോബ് സഭയുടെ പ്രസിഡന്റ് അല്ല, ദൈവത്തോട് നിലവിളിക്കുന്നവനാ. ഇന്ന് രാത്രി പുതുമല കൺവെൻഷനകത്ത് ഞങ്ങൾക്കൊരു കാര്യം പറയാറുണ്ട്. സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരെ ലോകം മുഴുവൻ അറിയും, സഭയുടെ നേതാക്കളെ ലോകം മുഴുവൻ അറിയും, പാട്ടുപാടുന്നവരെ ലോകം മുഴുവൻ അറിയും. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇവിടെ കമ്മിറ്റിക്കകത്ത് പേരില്ലെങ്കിൽ, കൗൺസിലിനകത്ത് പേരില്ലെങ്കിൽ, നോട്ടീസിനകത്ത് പേരില്ലെങ്കിൽ, അച്ചായ അമ്മ രാത്രിയുടെ യാമത്തിനകത്ത് പുൽപ്പായിൽ കരയുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. സ്വോത്ര. ഇന്ന് രാത്രി ഇയ്യോബിനെ പറ്റി 2 കാര്യങ്ങൾ പറയാൻ പോകുന്ന. ആടുമാടുകളും പോയി, എല്ലാം പോയി. അപ്പോൾ അവസാനം അവൻ്റെ കൈകാലുകളെല്ലാം ഒരു പരിവായി. അമ്മാമ്മ എവിടെ കൊണ്ടുപോയി? കളിയിലിനകത്ത് കൊണ്ട് കിടത്തി. സന്തോഷമില്ലല്ലോ. എന്താണെന്നറിയാമോ? കൊടുത്തത് എന്താ? നല്ല അൽപകാമം കുഴിമന്തി എലീഫസിനും ബിന്ദാദിനും. അത് നേരത്തെ തുടങ്ങിയതാ. സന്തോഷമില്ലല്ലോ. ഭാര്യമാരെ ആരും കുറ്റം പറയുന്നതല്ല. കാലം മാറിയില്ലേ. പണ്ട് ഞങ്ങൾ കൺവെൻഷൻ വന്നേരം ഭാര്യയോട് പറയും, ശോശാമ്മ പെട്ടെന്ന് ചായ ഇട്. ആ ചായ എന്താ? മിനിറ്റാ ചായ. സ്വോത്രം. ഇപ്പം ശോശാമ്മ ചായ ഇട്. അന്നേരം പറ അച്ഛൻ്റെ കൈ പൊങ്ങത്തില്ലയോ എന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കാലം എവിടം വരെ സ്വോത്രം. അപ്പോൾ വളരെ സ്നേഹത്തോടെ അച്ഛന്മാർ ശേഖരിച്ചാട്ടെ. ഇപ്പോഴും നമ്മൾ പറയും, സഹോദരി പെട്ടെന്നൊരു ചായ ഇട്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആണേ കിട്ടും പാസ്റ്റർ. ഇല്ലേ പോയി. മനസ്സിലാകുന്നവർക്കായി. ഇതുപോലെ ഇയ്യോബിൻ്റെ ഭാര്യ കൊണ്ടുപോയി കളിയിൽ ആരോ റൂട്ടും ബിസ്ക്കറ്റ്. ഇപ്പോൾ ട്രാക്ടറെല്ലാം എടുത്തു കൊടുത്തു. ആംപ്ലി പെർമിറ്റ് കാശ് മേടിച്ചു. സഹോദരന്മാർ പറഞ്ഞു, സുവിശേഷ യോഗമൊക്കെ നിർത്തി മതിയാക്കാം. എന്നാലും നീ സ്വർഗത്തെ വിടുന്നില്ലയോ? ഇയ്യോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ബാക്കിയൂടെ കേട്ടാട്ടെ. അവസാനം ഇയ്യോബ് ഒരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞു. പുതുമലക്കാരെ, അതാ ദൈവവചനത്തിന്റെ പ്രത്യാശ. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. അങ്ങനെയെങ്കിൽ മരണാനന്തര ജീവിതം ഉണ്ടോ? ഇന്ന് പല ക്രിസ്ത്യാനിയും പറയുന്നു മരണാനന്തര ജീവിതം ഇല്ലെന്ന്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയതാ കോൺഫിഡന്റുകാരെ. അവസാനം പറഞ്ഞുതരാം, മരണാനന്തര ജീവിതം ഉണ്ടോ മക്കള്? മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? പറയാം. ബെഥാനിയയിൽ ലാസറിന്റെ ഒരു ഭവനം ഉണ്ടായിരുന്നു. നല്ല ഭവനം. 3 പേർ. 1 മാർത്ത ചേച്ചി കട്ടൻ കാപ്പി ഇടും, 2 മറിയ ചേച്ചി നോട്ട് എഴുതും, ലാസർ പോസ്റ്റ് ഒട്ടിക്കും. സന്തോഷമില്ലല്ലോ. ഇതായിരുന്നു ബെഥാനിയ
ബെഥാനിയയിൽ ലാസറിന്റെ ഭവനം. യേശു ഒരു ബൈബിൾ സ്കൂൾ നടത്തി, BTHന്റെ ബിരുദം കൊടുത്ത് കോവിഡ് യേശു പൂട്ടിപ്പോയി. ലാസറിന് ഒന്നാമത്തെ വന്നു ഷുഗർ പോലെ കാലൊന്ന് മുറിച്ചു. രണ്ടാമത്തേത് വന്നു നല്ല സ്റ്റെൻഡ് ഇട്ടു, ഹാർട്ട് അറ്റാക്ക്. 3 പവന് ക്യാൻസറുമായി. ബിലീവേഴ്സിൽ നിന്ന് റേഡിയേഷൻ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ എന്താ ലാസർ കിടപ്പിലായി, ഒരു പാലിയേറ്റീവിലായി. അപ്പൊ എന്താ സംഭവിച്ചത്? ലാസർ ഇടയ്ക്ക് ബോധം വിട്ടോടല്ലോ. ഉടനെ ചോദിക്കും സഹോദരിമാരോട്, യേശുവിനെ വിളിച്ചിട്ട് വന്നു. അപ്പൊ പറയും വാട്സപ്പ് അയച്ചിട്ടുണ്ട് വരുമെന്ന്. നമ്മുടെ പുതുമലയിലെ ലാസറബാരാന്നേ ചോദിക്കുമെന്ന്. പുതുമലയിൽ നിന്ന് പൊന്നമ്മാമ വന്നു. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ലാസറിന്റെ പ്രത്യാശ യേശു വരുമെന്ന്. പക്ഷേ നാട്ടുകാരെല്ലാം പറഞ്ഞു യേശു ഇവിടുന്ന് കട്ടൻ ചീനി നിന്ന് പുടുക്കൻ കാപ്പിയൊക്കെ കുടിച്ചു, വന്നില്ല. ലാസർ കണ്ണടച്ചു. യഹൂദന്റെ ആചാരപ്രകാരം എവിടെ കൊണ്ടുപോയെന്നറിയാമോ? നല്ല ശീലകൾ ചുറ്റി അവനെ അടക്കി. മരണാനന്തര ജീവിതം. പുതുമലക്കാർ കേട്ടാട്ട് 1-ാം ദിവസം യേശു വന്നില്ല, 2-ാം ദിവസം യേശു വന്നില്ല, 3-ാം ദിവസം യേശു വന്നില്ല. ഇസ്രായേലിന്റെ ആചാരം പറഞ്ഞുതരാം. കല്ലറയുടെ ചുറ്റും 3 ദിവസം ഈ ആത്മാവ് കറങ്ങുന്ന യഹൂദന്റെ ആചാരം. കട്ടകാലത്തിനങ്ങാണ് എൻ്റെ യേശു വന്ന് പ്രാർത്ഥിച്ച് ലാസർ എഴുന്നേറ്റ ഈ പരീക്ഷന്മാർ പറയും ആത്മാവിനെ കയറ്റി ഇപ്പോൾ എഴുന്നേപ്പിച്ചെന്ന്. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് 4-ാം ദിവസം യഹൂദന്റെ ആചാരപ്രകാരം വരുന്നത്. വചന ഇസ്രായേൽ കേട്ടോണം, സ്വോത്രം. ഇന്ന് നമ്മുടെ കല്ലറയെ പറ്റി സന്തോഷമില്ലല്ലോ. ഏഴംകുളത്തെ പാപ്പച്ച മരിച്ചിട്ട് ജ്യോതിമോൾ ഇന്ന് 2 വർഷമായി കല്ലറയുടെ അതിലെ കൂടെ പോകത്തില്ല. സന്തോഷമില്ലല്ലോ. അച്ഛൻ അവിടെ ഉണ്ടെന്ന്. അതൊക്കെ വെറുതെയാ. ചില കല്യാണം, ചില വീട്ടിൽ കല്യാണം നടക്കും. പാസ്റ്റർ അവിടെ ചെല്ല്, പപ്പ മരിച്ചു, ചിന്നുമോളുമായിട്ട്. ചിന്നുമോള് മമ്മി ശോശാമ്മ പറയും നാണ്ട പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു. ചിന്നുമോൾ ഇറങ്ങും. പാസ്റ്റർ മാറിയിരിക്കുന്ന സമയത്ത് കാണാം ഒരു കാക്ക അല്ല ഒരു പ്രാവിരുന്ന് വട്ടയിരുന്ന് കരയും, കിർ. ഉടനെ മമ്മി പറയും, യോ ചിന്നുമോടെ കല്യാണം കാണാൻ പാപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, സ്വോത്രം. പ്രാവിൻ്റെ രൂപത്തിൽ കരയുന്നു, സ്വോത്രം. അത് പറയുന്ന ആൾക്കാരുണ്ട്. TPM, ദി പെന്തക്കോസ്റ്റ് മിഷൻ. അവരെല്ലാം എൻ്റെ പ്രസംഗം കേൾക്കുന്ന അവരുടെ ചാനൽ മുഴുവൻ എൻ്റെ പ്രസംഗം കൂടുന്നത്. ഇടയ്ക്ക് ഞാൻ കൊട്ടാരക്കര ബൈത്തുമി പോയപ്പോൾ ഒരപ്പച്ച എന്നോട് മരണാനന്തര ജീവിതത്തെ പറ്റി പറഞ്ഞു. വാളകം കൊട്ടാരക്കര വാളകത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. പെങ്കൊച്ചിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പപ്പായി മമ്മി എല്ലാം ഉണ്ടായിരുന്നു. പെങ്കൊച്ച് ആർക്കൊക്കെ ഷെയ്ക്കാൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരമ്മച്ചിയുടെ ശബ്ദത്തിൽ പെങ്കൊച്ച് സംസാരിക്കാൻ തുടങ്ങി. ഉടനെ പെണ്ണിൻ്റെ മമ്മി ഒറ്റയടിക്ക് ഒരു കാര്യം പറയോ, ഭയങ്കര താല്പര്യമായിരുന്നു, ഇപ്പം ദേഹത്ത് കയറിയെന്ന്. സ്വോത്രം. TPMൽ അപ്പച്ചൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം താ, LDF വരും, എല്ലാം ശരിയാകുമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പച്ചൻ തലേ കൈ വെച്ച ഒറ്റ പ്രാർത്ഥന. ചിന്നുമോള് താഴെ കിടക്കുന്ന ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്ത്, സ്വോത്രം. അപ്പോൾ അവിടെ ഇരുന്ന് ആൾക്കാർ ചോദിച്ചു എന്താ അപ്പച്ച? അമ്മച്ചി പോയ വഴി പോയി അമ്മച്ചിയുടെ കൂടെ കറങ്ങിയ പിശാചാ കയറിയെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ബാക്കി കൂടെ കേട്ടാട്ടെ. ബന്ധുക്കോസാർ ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, കുഴഞ്ഞു വീണു, സ്വോത്രം. ഉടനെ രാജേഷ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ എല്ലാം കൂടെ അടൂർ ആശുപത്രി കൊണ്ടുപോയി. താലൂക്ക് ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് തട്ടിപ്പോയെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഉടനെ എന്നെ അകത്തോട്ട് കയറ്റി, സ്വോത്രം. ഉടനെ നമ്മുടെ കുഞ്ഞുവനച്ചാൻ പറഞ്ഞു തണുപ്പ് നല്ലോണം കൊടുത്താട്ടെ, സ്റ്റേജിൽ നിന്നിട്ട് പോലും തണുപ്പ് കിട്ടിയില്ലെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പോൾ പത്രത്തിൽ വാർത്ത, ഫേസ്ബുക്കിൽ സുചേട്ടകൻ സജു ചാത്തന്നൂർ മരിച്ചുപോയി. പോയപ്പോഴും എൻ്റെ ഡെഡ് ബോഡി അടൂർ താലൂക്ക് ആശുപത്രി കിടക്കുക. പോയവൻ്റെ പേരാ സജു ചാത്തന്നൂർ. ബൈബിൾ ബുദ്ധി. ലാസറിന്റെ വീട്ടിൽ 4-ാം ദിവസം യേശു വന്നു. റിവേഴ്സ് ടു മെഡിക്കൽ സയൻസ്. 1-ാം ദിവസം ബ്ലഡിന്റെ ഓട്ടം അവസാനിക്കും. നേഴ്സിംഗ് കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. സെക്കൻഡ് ഡേ ഓർഗൻസ് ഫെയിൽവർ ആവും. 3 അസ്ഥികൾ ഊരുന്ന പ്രവണത. 4 നാറ്റം വെക്കും. ഇതാ ഹ്യൂമൻ ബോഡി. 4-ാം ദിവസം യേശു വന്നു. ലാസറിന്റെ വീട്ടിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്? മാർത്തയും മറിയും പറഞ്ഞു, യേശുവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരണം സംഭവിക്കത്തില്ല. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ബാക്കിയൂടെ കേട്ടാട്ടെ. അവനെ അടക്കിയ കല്ലറ എവിടെ? ഇതാ മരണാനന്തര ജീവിതം. ലാസറിന്റെ കല്ലറയിൽ യേശു പോയി. യോഹന്നാൻ 11:43. അവിടെ ചെന്നിട്ട് യേശു ഇങ്ങനെ വിളിച്ചു, ലാസറേ ലാസറേ പുറത്തു വരിക. ലാസർ പടപടാ പുറത്തു വന്നു. അവന്റെ കെട്ടഴിച്ചേക്കാൻ പറഞ്ഞു. 108 ആംബുലൻസ് എടുത്ത് പാപ്പച്ചാൻ്റെ അടുത്ത് കൊണ്ടുപോയോ? സന്തോഷമില്ലല്ലോ. ലൈഫിനെല്ലി കൊണ്ടുപോയോ? ഇല്ലല്ലോ. കൊട്ടാരക്കര വിജയാസി കൊണ്ടുപോയോ? യോഹന്നാൻ 12:2. ഒരു പന്തി അവിടെ ഉണ്ടായിരുന്നു, അതിനകത്ത് മരിച്ചുയർത്തെഴുന്നേറ്റ ലാസർ. അങ്ങനെയെങ്കിൽ അവന്റെ കാലൊന്ന് നോക്കണം. അമ്മ മുറിച്ച പാടുണ്ടോ? ഇല്ല. ശരീരത്തിൽ സ്റ്റെൻഡ് ഇട്ട പാടുണ്ടോ? ഇല്ല. ക്യാൻസറിന് റേഡിയേഷൻ എടുത്ത് തലമുടി പോയ പാടുണ്ടോ? ഇല്ല. അവൻ പൂർണ്ണതയോടെ എഴുത്തേറ്റെങ്കിൽ ഇതാ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം. ഇന്ന് രാത്രി ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ വിതയ്ക്കും ശക്തിയിൽ ഉയർക്ക്, അപമാനത്തിൽ വിതയ്ക്കും തേജസ്സിൽ ഉയർക്ക്. പ്രാകൃത ശരീരം മാറും ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താൽ കരമുയർത്തുന്നവർക്കായി ഈ ലോകത്തിലെ ഘട്ടം സാരമില്ല. അതുകൊണ്ട് യോബ് പറഞ്ഞതെന്റെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കുക. ഇസ്രയേലിനകത്ത് കോവിഡ് വന്നപ്പോൾ 2 വാക്യം കഴിയുമ്പോൾ ഇടവേളയിലേക്ക് ഇസ്രയേലിന് കോവിഡ് വന്നപ്പോൾ ബെഞ്ചമിന് തന്നെ ഒരു ഐഡിയ കൊണ്ടുവന്നു. പ്രായം ചെന്നവരുടെ തലയിൽ ചിപ്പ് കൊടുക്കാം. അതിന്റെ പേരാ ഹൈഷാൻ. ബാക്കി കേട്ടാട്ടെ. കുഞ്ഞുങ്ങളുടെ കയ്യിൽ ചിപ്പ് കൊടുക്കാൻ ഷാബ്. അപ്പൊ ഇസ്രയേലിൽ മോശയുടെ തലമുറകളെന്ന് വിശേഷിപ്പിക്കുന്ന എല്ലാവരും പിന്നെ യൂട്യൂബിൽ ഇത് കാണുകയും ചെയ്യണം. 3 പേരുണ്ട്. ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരിക്കർത്ത. അവരാണ് ജോയേഷ് അഥവാ ട്രഡീഷണൽ ജോയേഷ്. 3 വേർഡ്സ്. അതിന്റെ പേരാ ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരിക്കർത്ത. അവരാ ഇന്ന് പള്ളിയുടെ അവിടെ ചെന്ന് വിലാപമതിലിൽ തലയിട്ടിരിക്കുന്നത്. അവർ വാക്സിൻ എടുക്കത്തില്ല. ഇസ്രയേലിൽ ഇത്രയും വാക്സിൻ എടുക്കത്തില്ല.
അവര് പറഞ്ഞ് ഞങ്ങൾ ചിപ്പ് വെക്കത്തില്ല. എന്തുകൊണ്ട് യഹൂദൻ ചിപ്പ് വെക്കത്തില്ല? കൺവെൻഷൻ നോട്ടീസിലെ വാക്യം കൂടെ വായിക്കാം. എന്തുകൊണ്ട് യഹൂദൻ ചിപ്പ് വെക്കത്തില്ല? 2 വാക്യങ്ങൾ കഴിയുമ്പോൾ ഇടവേള വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 13:9. ലോകത്തിലെ 3 കമ്പ്യൂട്ടർ കമ്പനികൾ ഇന്ന് ഇസ്രായേലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇന്റൽ, മൈക്രോസോഫ്റ്റ്, IBM. The total methods is coming in Tel Aviv. The operations and they are targeted to microchip, otherwise not put in Jewish community. Because വായിക്കാം പുറപ്പാട് 13:9. യഹൂദൻ ചിപ്പ് വെക്കത്തില്ല. വായിച്ചിട്ട് മക്കളെ, പുറപ്പാട് 13:9. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായി വിരിക്കണം. യഹൂദന്റെ വചന യൂദഹേ വൗഹേ എല്ലാവരും കേട്ടോട്ടെ. കൈക്കകത്ത വചനം തലയിൽ ഇങ്ങനെ കെട്ടിവെച്ചേക്കുക. ഇത് എതിർക്രിസ്തു വരുമ്പോൾ ഈ വചനം മാറ്റും, മൈക്രോചിപ്പ് അടിച്ചേൽപ്പിക്കും. അതാ പ്രസംഗം. അങ്ങനെയെങ്കിൽ യേശു ഇതാ പറഞ്ഞത്, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, കരമുയരുന്നില്ലല്ലോ, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ വരും, മൈക്രോചിപ്പും വചനവും മാറ്റും. എന്തുകൊണ്ട് യഹൂദൻ ചിപ്പ് വെക്കുന്നില്ല? ഇത്രയും ടെക്നോളജി ഉള്ള ലോകത്തിലെ രാജ്യമായ ഇസ്രായേൽ എന്തിനുകൊണ്ട് ചിപ്പ് വെക്കുന്നില്ല? അവന്റെ കയ്യിലിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണമാ, അതിനകത്ത് വരുന്ന തോറ, തനാക്ക്, തൽമൂദുകളുടെ തുടക്കം, ഉൽപ്പത്തി, പുറപ്പാട്, ആവർത്തനം, സംഖ്യ, ലേവ്യ പുസ്തകം 13:28. അതുകൊണ്ടാ യഹൂദൻ ചിപ്പ് വെക്കാത്തത്. വായിക്കാം മക്കളെ, ലേവ്യ പുസ്തകം 13:28. പുള്ളി തൊക്കിന്മേൽ പരക്കാതെ. വായിക്കാം, വായിച്ചട്ടെ. ലേവ്യ പുസ്തകം 13:28 വായിക്കാം. എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പാകുന്നു. പുരോഹിതൻ, വായിച്ചട്ടെ. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവൻ മതി. കിടക്കുന്ന മോശയുടെ ന്യായപ്രമാണം. കൈക്കകത്ത് ജീവനാംശ കാലത്ത് യഹൂദൻ ചിപ്പ് വെക്കത്തില്ല. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അത്തി തളിർത്തു, കൊമ്പിലതായി വേനലെടുത്തു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ATM കാർഡുകളിനകത്ത് നാനോയും സിലിക്കോണും മൈക്രോയും, ഇത് ഹൈഷാൻ അല്ലെങ്കിൽ ഷാബ് എന്ന രൂപത്തിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആന്റി ക്രൈസ്റ്റ്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാഥ് ഇവിടെ കയറിയ മേലാ, അവൻ എന്തോ കൃപായുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ 7 വർഷത്തെ ഭരണത്തിനകത്ത് അവൻ കൈമേലും നെറ്റിമേലും ചിപ്പ് കൊണ്ടുവരുവാൻ വരും. യഹൂദന്റെ പഴയ നിയമ തോറായ അവരിത് വെക്കത്തില്ല. അന്ന് എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ, മനസ്സിലാകുന്നവർക്കായി, എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ എന്ത് ചെയ്യും? യഹൂദന്റെ തലയറത്ത് താഴെക്കളയും. ആ രക്തസാക്ഷികളുടെ പേര് പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്കായി. യെരൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ബാക്കി TPMന്റെ IPCയുടെ ബാക്കി എല്ലാവരും കൺവെൻഷന്റെ വാക്യം പുറകെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എതിർ ക്രിസ്തു വരും, മൈക്രോചിപ്പുമായിട്ട് വരും. യഹൂദന്റെ കൈകളിന് തലമേൽ ഇംപ്ലാന്റ് ചെയ്യാൻ അവന് പദ്ധതി വെക്കും. അവൻ അത് വഴങ്ങത്തില്ല. അന്ന് യഹൂദന്റെ തല ISന്റെ തീവ്രവാദികൾ ഇന്ന് സിറിയയിലും മൊസൂളിലും ബൊക്കോറാം നൈജീരിയയിലും മറക്കുന്ന പോലെ യഹൂദന്റെ തലയറത്ത് രക്തം താഴെ വീഴുന്ന ഒരു കാലം വരാറ്. ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് ഗാഡിയും കണ്ടിവെണ്ണയും തന്നു, എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിച്ചീന്തി സകലത് നിവർത്തിയായിട്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, എന്റെ യേശുവിന്റെ ചങ്കിനകത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മടങ്ങി വരാറ്. പുതുമലയെ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സൂചേട്ടത്തിലേക്ക് മടങ്ങിവോ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമോ. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവോ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഓൺലൈൻ മീഡിയ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏക രക്ഷകൻ, യേശു ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറാ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ, ഇന്ന് ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ബൈബിളിലുണ്ടോ ഇസ്രായേലിന്റെ നിലവിളി? ആമോസ് 4:12. ഇതാ TPMന്റെ കൺവെൻഷൻ കൊട്ടാരക്കര, അടൂര്, ഇരുമ്പലിയൂര്, IPCയുടെ കൺവെൻഷന്റെ ഒരു വാക്കുണ്ട്, പക്ഷെ ഉപദേശമാര് പ്രസംഗിക്കത്തില്ല. വായിച്ചാട്ടെ, ആമോസ് 4:12 വായിക്കാം.
അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. കരം ഉയർത്തുന്നവർക്ക് ഇതാ സംഭവമല്ല, ഗവൺമെന്റിന് നോട്ടീസ് അടിച്ച് കാണില്ല. അങ്ങനെയെങ്കിൽ യഹൂദന്റെ രക്തം താഴെ വീഴുന്നതിന് മുമ്പ് മശിഹായുടെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരാറായി. ഇനി 2 വാക്യങ്ങൾ ഇടവേളയിലേക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഓൺലൈൻ പലരും പറയും, എന്താ സുവിശേഷ പ്രസംഗം, എന്തുകൊണ്ട് ഇത് നടത്തുന്നു? നിങ്ങൾ ഇതിനെ അവഗണിച്ചു പോകരുത്. ഇന്ന് രാത്രി വചനം കേൾക്കണം. 1910 ഒരു കപ്പൽ യാത്രയാ. കപ്പലിന്റെ പേരാ ടൈറ്റാനിക്. 50,000 ഹോഴ്സ് പവർ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി എഴുതിയെടുത്തു. വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ലെന്ന്. മനസ്സിലാകുന്നവർക്ക് അടൂരും പറക്കുളോ ഏഴങ്കോട് നല്ലതുപോലെ അൽപകാമ ചിക്കന് നിന്ന് കർത്തമുത്തും ചന്ദനമരയും കണ്ട് നീ അവിടെ ഇരി, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. കന്നി യാത്ര കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്തോ. 2224 സദാംപ്ടൺ ടു ന്യൂയോർക്ക് പോർട്ട്. ഈ ക്യാപ്റ്റൻ 4 വർഷം കഴിഞ്ഞപ്പോൾ മഞ്ഞുമല. ഉടനെ സാറേ മഞ്ഞുമല. അദ്ദേഹം പറഞ്ഞു, മിണ്ടരുത്, ദൈവം വിചാരിച്ചാലും തകരത്തില്ല. പക്ഷേ മുന്നറിയിപ്പുകളെ അവഗണിച്ച ടൈറ്റാനിക് എവിടെ തകർന്നു? കന്നി യാത്രയിൽ തകർന്നു വീണുപോയി. 21 വർഷം സത്യസുവിശേഷം കേട്ടിട്ട് പറവോന്റെ ഹൃദയം പോലെ കഠിനമാക്കി ഉപദേശിയുടെ വയറ്റിപ്പിടിപ്പ് മാർഗമെന്നോ രക്ഷയുടെ സന്ദേശം ഏറ്റെടുക്കാതെ ഇന്ന് നീ മുന്നോട്ട് യാത്ര ചെയ്താൽ വീഴാൻ പോകുന്നത് ന്യായവിധിയുടെ കോടതിക്കകത്ത്. അതിനുമുമ്പ് സർവശക്തനെ ഇന്ന് രാത്രി രക്ഷിതാവായി സ്വീകരിക്കുക. തീർന്നില്ല. ഇന്ന് രാത്രി അതിനകത്ത് 2 കാര്യമുണ്ട്. അതിനകത്ത് 2ാമത്തെ തട്ടിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം. 2ാമത്തെ തട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കഥയാണ് ടൈറ്റാനിക് സിനിമ. ബാക്കി കൂടെ കേട്ടാട്ടെ, ഞാനിപ്പോൾ ഇടവേളയിലേക്ക് പോവാം. അന്ന് ക്യാപ്റ്റൻ സ്മിത്ത് ഡക്കിലോട്ട് കുഞ്ഞുങ്ങളും സ്ത്രീകളും കയറാൻ പറഞ്ഞു. മിക്ക കുഞ്ഞുങ്ങളും സ്ത്രീകളും കയറി. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അതാണ് ടൈറ്റാനിക് സിനിമ. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാവോ? ആ പെൺകുട്ടിയോട് ക്യാപ്റ്റൻ സ്മിത്ത് ചോദിച്ചു, നിന്റെ ഭർത്താവിന്റെ കൈ എന്താ വിടാത്തത്? അപ്പൊ അവൾ പറഞ്ഞു, back in 3 weeks our marriage is conducted by London Catholic Church. ലണ്ടൻ കത്തോലിക്ക ചർച്ച് വെച്ച് 3 ആഴ്ച മുമ്പ് ഞങ്ങളുടെ കല്യാണം നടന്നത്. The bishop is കത്തോലിക്ക ബിഷപ്പ് പറഞ്ഞു, ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വിയോജിപ്പിക്കരുത്. സ്വോത്രം. അതാണ് ടൈറ്റാനിക് സിനിമ. സ്വോത്രം. അവർ 2 പേരുടെ വെള്ളത്തിൽ വീണ് മരിച്ചു. എൻ്റെ പ്രസംഗം അതല്ല. സദാംപ്ടണിനകത്ത് ഈ ടൈറ്റാനിക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സംഭവം നടന്നു. ഒരു ചെറുപ്പക്കാരൻ ഉച്ചയ്ക്ക് ചപ്പാത്തി തിന്നാൻ വന്നപ്പോഴും അമ്മാമ്മ ഈ ടൈറ്റാനിക് തകരുന്നത് കണ്ട് അവൻ്റെ തല അന്ന് 2ാമത്തെ തട്ടിൽ അവൻ്റെ തലയണയും കിടക്കയും ബെഡ്, അതിൻ്റെ കീഴിൽ $1,00,000. അവൻ വിചാരിച്ചു പടപട പണമെടുക്കാമെന്ന്. അങ്ങനെയെങ്കിൽ അവൻ പെതിയെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആരോ ഉള്ളിൽ സംസാരിക്കുന്നു, നീ താഴെ ഇറങ്ങിയാൽ നീ പണവുമായിട്ട് കയറി വരാൻ പറ്റത്തില്ല, നീ വെള്ളത്തിനകത്ത് ഉപ്പുവെള്ളത്തിൽ പോകും, അതങ്ങ് മറന്നേക്കാൻ പറഞ്ഞു. അവൻ പെതിയ മേളിലോട്ട് കയറി. പുതുമലക്കാരെ ആ ചപ്പാത്തിയുടെ പലക വെച്ചിരിക്കുന്ന ട്രേകളിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ലൈഫ് ജാക്കറ്റ്. ആരോ അവനോട് സംസാരിച്ചു, നീ ഒരു ലൈഫ് ജാക്കറ്റ് എടുത്ത് വെള്ളത്തിൽ ചാടിയാൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞ ബോട്ട് വഴി നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അവൻ പണത്തെ മറിഞ്ഞു. ഒരു ലൈഫ് ജാക്കറ്റ് എടുത്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വെള്ളർക്കായി. അങ്ങനെയെങ്കിൽ അവൻ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടി അവൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി പുതുമലയോട് ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ പുതുമല കൺവെൻഷനകത്ത് ഒരു ജാക്കറ്റിന്റെ ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ ഉയർത്തുന്നു. അതിന്റെ പേരത്ര ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് രാത്രി പുതുമലേ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പോകുന്നത് മൈക്രോചിപ്പിലേക്ക്. ഇപ്പോൾ വി ആർ ഗോയിങ് എ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തോ ആരും മിണ്ടുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം. കാലമെല്ലാം കഴിയും നമ്മുടെ കാന്തൻ വരാറായി. ിലേക്ക് മുഴുവൻ ക്ലിയറായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2015 വരുമ്പോൾ ആരയുടെ വാലിൽ മൈക്രോചിപ്പ് വെച്ച് കഴിഞ്ഞു. 2018 മുതൽ RFID റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ ദാ കിടക്കുന്നു. സകല പാസ്പോർട്ടുകളിലും മൈക്രോചിപ്പായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2020 കഴിഞ്ഞപ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ മുഴുവനും ഏറ്റവും നിർണായകമായി ഫാസ്ടാഗല്ല. അതിൻ്റെ പ്രത്യേകതയാണ് RFID ചിപ്പാണ്. വണ്ടി മുഴുവൻ സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞപ്പോൾ QR കോഡ്. ഇന്ന് നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേ ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കൈവച്ചാൽ ഡോറുകൾ തുറക്കുന്നു, കണ്ണ് കാണിച്ചാൽ ഡോറുകൾ തുറക്കുന്നു. ഇതെല്ലാം ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരുന്നെങ്കിൽ ഇന്നത്തെ സ്കാനർ മുഴുവൻ വരാൻ പോകുന്നത് ഒരു മൈക്രോചിപ്പിലേക്ക്. 4 കാര്യങ്ങൾ. അതിലൊന്നാമതായി ആധാർ. ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ ഡേലിക്ക് വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ കൊണ്ടുവന്നു. അന്ന് പറഞ്ഞതാ, വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. പക്ഷേ സുപ്രീം കോടതിയെ തള്ളി. എന്തിനും ആധാർ.
മൈക്രോ ചിപ്പായി, നാനോ, സിലിക്കോൺ, മൈക്രോ, DNA ഇതെല്ലാം സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യുന്ന ഒറ്റ കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യമായി ആനയുടെ വാലയിൽ മൈക്രോ ചിപ്പ്. പഴയ കാലത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ പറയും ഭാഷമാരെന്തോ പറയുന്നതെന്ന്. ഇന്ന് ആന ഇവിടെ എവിടെയെങ്കിലും പറക്കൂട് ഉത്സവത്തിന് ഒരു ആനയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? മൃഗഡോക്ടറുടെ സർട്ടിഫിക്കറ്റും മൈക്രോ ചിപ്പിൻ്റെ സ്കാനറിൻ്റെ റിപ്പോർട്ടും ഇല്ലാതെ ആനയെ തിടമ്പെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു വാക്യം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഈ അടുത്ത സമയത്ത് ഈ അരിക്കൊമ്പൻ കോതയാറില ഇടുക്കിക്കാരനെ ആക്കിയേക്കുന്നത്. എപ്പോഴും മനോരമയിലൊരു പടം വന്ന് ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, പക്ഷേ അരിക്കൊമ്പൻ മാനസാന്തരപ്പെട്ടവൻ വെള്ളം കുടിക്കുന്ന പടം താണ്ട മനോരമയിൽ വന്നെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, അരിക്കൊമ്പൻ മാനസാന്തരപ്പെട്ടതൊന്നുമല്ല, അതിനകത്തെ മൈക്രോ ചിപ്പ് വഴി സാറ്റലൈറ്റ് വഴി എടുത്ത ആ പടമൊന്ന് അല്ല. മനോരമയിലെ ജോണി ലൂക്കോസ് അരിക്കൊമ്പൻ്റെ പടം എടുക്കാൻ പോയാൽ വെള്ളത്തിൽ കിടക്കും. മനസ്സിലാകുന്നവർക്ക് ആ ശ്രോത്രം. അങ്ങനെയെങ്കിൽ ആനയുടെ വാലയിൽ ഇവിടെ ഒരു സയൻസ് കൂടെ പറക്കൂടുകാർ വേഴംകുളക്കടുത്ത് മനസ്സിലാക്കണം. ഏതാ ഒരു ആനയുടെ തൂക്കം എത്ര? 4000 കിലോ. ആനയെ മേയ്ക്കുന്ന ആരാ? പറക്കോട്ട പാപ്പച്ചാൻ. എത്ര കിലോ? 45 കിലോ ചുള്ളിവടി. 45 കിലോ ഒരു ചുള്ളിവടി, കയ്യിലൊരു റമ്മിൻ്റെ കുപ്പി. സന്തോഷമില്ലല്ലോ ശ്രോത്രം. അടൂർ വടക്കുളത്ത് വേഴംകുളം ലെഫ്റ്റ് റൈറ്റ് മനസ്സിലാക്കുന്നവർക്കായി. അപ്പം മനുഷ്യൻ സൃഷ്ടിച്ചത് എവിടെ? കുരങ്ങാന്നോ ചിമ്പാൻസിയാന്നോ? അല്ല, അതിശയവും ഭയങ്കരവുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അടക്കി വാഴുക. 4ാം തലം RFID പാസ്പോർട്ടിനകത്ത് കൊണ്ടുവരുന്ന ആരാണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യയുടെ ക്രിക്കറ്റ് കളിക്കാരൻ വിരാട് കോഹ്ലിയ. RFID ചിപ്പ് പാസ്പോർട്ടിനകത്ത്. എത്ര രാജ്യങ്ങളിൽ സ്കാനർ വെച്ച് പോകാൻ എയർപോർട്ടിൽ കാത്തു നിൽക്കേണ്ട റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. അടുത്തത് താണ്ട് നിങ്ങളുടെ കാറുകൾ, നല്ല വില കൂടിയ കാറുകൾ കിടക്കുന്നു, അതിനകത്ത് കൊണ്ടുവന്നു ഫാസ്റ്റാഗ് RFID. ഗൾഫ് രാജ്യത്ത് സാലിക്ക് പലരും വിചാരിക്കുന്ന റോഡ് ടോള് കട്ട് ചെയ്യാനെന്ന്. എൻ്റെ പൊന്നുമക്കള്, റോഡ് ടോള് കട്ട് ചെയ്യാനൊന്നുമല്ല, കാറിനെ സ്കാൻ ചെയ്യുന്നത് ആ സ്കാനർ. അതിൽ രക്ഷപ്പെട്ട ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഭാഗ്യവാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. സന്തോഷമില്ലല്ലോ? കൊടകര കുഴൽപ്പണ കേസ് കൊണ്ടുവന്ന കാറിന്റെ RFID അടിച്ചു, ചെക്ക് പോസ്റ്റുകാർക്ക് പിടികിട്ടി, ക്രൈംബ്രാഞ്ച് കയ്യോടെ പിടിച്ചു. സന്തോഷമില്ലല്ലോ? അതുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ ചില കക്ഷികൾ പറയുമ്പോൾ പുള്ളി പറയത്തില്ലേ, ഞാൻ കൊടകര എടുക്കണോ വേണ്ടായോ? സന്തോഷമില്ല? മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഇതാണ് കൊടകര കുഴൽപ്പണ കേസ്. ബാക്കിയൊന്നും സ്റ്റേജിൽ കൂടെ പറയാൻ പറ്റത്തില്ല അത് സംഭവിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് QR കോഡ്. പണ്ട് പറക്കോട്ട് ചന്തയിൽ വന്നാൽ ഒരു ചായ ഒരു പരിപ്പ് വട 20 രൂപ മാറി കുഞ്ഞമ്മാമ അവറാച്ചാനെ കീ കൂക്കു 20 രൂപ ബാങ്കിലേക്ക് അടച്ചിരിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി ഇത് കയ്യിൽ വരാൻ പോകുന്നു QR കോഡ്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം മുഴുവൻ നിങ്ങളുടെ കയ്യിലേക്ക്. ഒരു മനുഷ്യൻ, ഒരു ഇന്റർനെറ്റ്, ഒരു സാറ്റലൈറ്റ്. 2016 7 കാര്യം പറയുമ്പോൾ അവസാനിക്കും. 2016 അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ കയറി. അവന്റെ പേര് ഇലോൺ മസ്ക്. അവന്റെ ഇന്നത്തെ ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ, ആ ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടു സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ. അവൻ പറഞ്ഞു, ലോക മനുഷ്യന് ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവരാം ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ. അങ്ങനെയെങ്കിൽ തലച്ചോറുകൾ സാറ്റലൈറ്റ് വഴി ഊറ്റിയെടുക്കും. മനുഷ്യന്റെ മസ്തിഷ്കം റീഡ് ചെയ്യുന്നു. ബൈബിളിനകത്തുണ്ട് 7 കാര്യം. അതിനുമുട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. വായിക്കാം വെളിപ്പാട് 13:10. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. വായിച്ച് സഹായിക്കാം മക്കളെ. 2 വാക്യം കൂടെ, 1 വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കുക. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. വായിക്കാം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. കിടക്കുന്ന മനുഷ്യന്റെ തലച്ചോറിലെ സാറ്റലൈറ്റ് വഴി അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇതിന്റെ പേര് ഫ്യൂച്ചർ ഫാന്റാസിയ. സയൻസ്, എമോഷണൽ, റോബോട്ടിക്, വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്, ദ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലിമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി പ്രൊവൈഡഡ് ബൈ എലോൺ മസ്ക്. 2006 കാലിഫോർണിയ. ദാറ്റ് മീൻസ് സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ മനുഷ്യന്റെ നെർവസ് സിസ്റ്റം സാറ്റലൈറ്റുമായി മോണിറ്റൈസ് ചെയ്യാൻ പോകുന്നതാണല്ലോ. വായിക്കാം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടുത്ത വാക്ക്, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇനി അനേകം പേർ ക്രിസ്തീയ രക്തസാക്ഷികൾ സംഭവിക്കും. അടുത്തത് വിശുദ്ധന്മാർ. വായിച്ചാട്ട് മക്കള്. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ ചേർക്കാൻ കാന്തൻ വരും. പഠിക്കുന്ന 7 കാര്യം പറയാം, എല്ലാം തീരത്തിൽ 7 കാര്യം പറഞ്ഞ് എന്ന് നിർത്താം. നമ്പർ 1, ഒരു മനുഷ്യന്റെ തലയെ സംബന്ധിച്ച് 3 ഘടകം: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല, ഒബ്ലാങ്കേറ്റ. ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി, വിവേകശക്തി എല്ലാം. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന്റെ ചിന്ത എത്ര? 1 മിനിറ്റിൽ 40, 1 മണിക്കൂർ 2400. ഇവിടേക്ക് ഞാനിപ്പോൾ പുതുമലയിൽ നിന്ന് ചിന്തിച്ച കാനഡ ടൊറന്റോ വരെ പോവും. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിനെ നോക്കിയാൽ പുതുമലയിൽ അമ്മണിമാമ പറയും നിന്റെ തല കളിമണ്ണാന്ന്. ഇനി മേലെ അങ്ങനെ പറയരുത്, പഠിക്കാത്തതിന് കളിമണ്ണെന്ന് പറയരുത്. സെറിബ്രം, സെറിബെല്ലം, മെഡില്ല, ഒബ്ലാങ്കേറ്റ. ഒരു മിനിറ്റോട് തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. 7 കാര്യം. അത് കഴിയുമ്പോൾ പാട്ടോടുകൂടി അവസാനിക്കും. ഇന്ന് രാത്രി എലോൺ മസ്ക് ലോക രാജ്യങ്ങളോട് പറയുന്നു, കേട്ടോ, പക്ഷാഘാതം, ഒരു സൈഡ് സ്ട്രോക്ക്, അവരിൽ ഒരു മൈക്രോ ചിപ്പ് വച്ചാൽ, അവരെ കമ്പ്യൂട്ടർ വഴി സ്കാൻ ചെയ്താൽ തലച്ചോറ് മറുപടി കൊടുക്കും. ഏത് മരുന്നെടുക്കാൻ പറ്റും. മലയാള മനോരമയല്ല,
എല്ലാവരും കാണണം, ക്ലാസന്മാരും കാണണം. ലോഗൻ ടെലിപ്പതിയിലേക്ക് മോനെ ലൈവ് ക്ലിയർ ആകണേ. പോയതിനു ശേഷം അജിപാസുഖു എനിക്കെതിരെ കമന്റ് വരുന്നത്. ലോഗൻ ടെലിപ്പതിയിലേക്ക് ന്യൂറോ ലിങ്ക് ഇന്റർനാഷണൽ 2 ദാ കിടക്കുന്നു. മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായിക്കും. 8 വർഷമായി കിടക്കെ കിടന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ചു. അപ്പൊ യവൻ എഴുന്നേറ്റ് ചിന്ന് എന്താ ചെസ് കളിക്കുന്നു. മലയാള മനോരമ, ഇംഗ്ലീഷ് അല്ല. 8 മണിക്കൂർ ഈ ചെറുപ്പക്കാരൻ കിടക്കെ കിടന്നവൻ എഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ എലോൺ മസ്ക് പറയുന്നു, മൈക്രോ ചിപ്പ് കൊടുത്താൽ ഇനി ഒരു കാര്യം, ആരും കിടക്കെ കിടക്കത്തില്ല, തലച്ചോറ് പ്രതികരിക്കും. അപ്പോൾ മരുന്ന് കൊടുക്കാൻ പറ്റും. ലോകത്തിൽ വമ്പൻ വിപ്ലവം IT മേഖലയിലും എല്ലാം സംഭവിക്കാൻ പോകുന്നു. ദാ കിടക്കുന്നു മസ്തിഷ്കത്തിൽ ചിപ്പ്. ഒരു 10 വർഷം മുമ്പ് ഞാൻ പുതുമലയിൽ പറഞ്ഞെങ്കിൽ നാട്ടുകാർ പറയും, പാസ്റ്റർ എന്താ പറയുന്നത്? ഇതാ ഞങ്ങളുടെ ബൈബിൾ. ഇന്ന് രാത്രി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കോത്തി വലിക്കുന്ന കഴുകന്റെ നടുവിൽ കിടന്നപ്പോൾ സ്വർഗം പറഞ്ഞു, കൈമേലും നെറ്റിമേലും മുദ്ര കരമടിക്കുന്നവർക്കായി ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന വചനത്തിന് മാറ്റമില്ല. അടൂര്, ഏഴംകുളമേ, പുതുമലേ, ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ മാനിക്കപ്പെടും. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? നമ്പർ 1. നമ്പർ 2 കേൾക്കാമോ? ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ. ഇന്ന് മനുഷ്യ ശരീരത്തിൽ പലർക്കും ക്യാൻസർ ഉണ്ട്, ചിലർക്ക് ഹാർട്ട് അറ്റാക്കും ഉണ്ട്, ചിലർക്ക് ശരീരം വേദന വരുന്ന ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ എലോൺ മസ്ക് പറയുന്നു, ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ പഠിക്കുന്ന മക്കൾ നോട്ട് ചെയ്യണം, ബിഫോർ 15 ഇയേഴ്സ് 15 വർഷത്തിന് മുമ്പ് സ്കാൻ ചെയ്താൽ ക്യാൻസർ സെല്ലുണ്ട്. എക്സ്റ്റൻഷൻ കൗണ്ടർ 15 വർഷം ആയുസ് നീട്ടുമെന്ന് മെഡിക്കൽ സയൻസ്. മനുഷ്യൻ്റെ വിപ്ലവം ആയുസിൽ. അങ്ങനെയെങ്കിൽ ആര് വെക്കും? ഷംബാസ് വെക്കും, പാടുന്ന സോജൻ ബ്രദർ വെക്കുമോ? നിങ്ങൾ വെക്കത്തില്ല, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ വെക്കും. സന്തോഷമില്ലല്ലോ. 15 വർഷം കൂടെ പ്രസംഗിച്ചാൽ രാത്രി കാശ് കിട്ടും, മനസ്സിലാക്കുന്നവർക്കായി സ്വത്രം. 2. മൂന്നാമത്തെ കാര്യം മൈക്രോ ചിപ്പിൻ്റെ പ്രത്യേകത. കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് കേട്ടോണം, ടെക്നോപാർക്കാരൂടെ പറഞ്ഞിട്ടായി പ്രസംഗിത്. മൂന്നാമത്തെ കാര്യം, ഇവിടുന്ന് ഒരു അച്ചായനും അമ്മയും കൂടെ നേരെ മൂവാറ്റുപുഴയ്ക്ക് പോവുക. അടൂര് കഴിഞ്ഞു, പന്തളം കഴിഞ്ഞു, നേരെ ചെങ്ങന്നൂരെത്തിയപ്പോൾ AI ക്യാമറ സ്പീഡ് മാത്രമല്ല, അച്ചായൻ്റെ ഹാർട്ടിൻ്റെ ചലനം. ഓട്ടോ വേണ്ട, ട്രാവൻകൂർ വേണ്ട. 80 വയസ്സുണ്ട് അച്ചായൻ, അമ്മമ്മയ്ക്ക് 75 വയസ്സ്. ആൾട്ടോ കാറ് സ്പീഡ് നോക്കുന്നതിനോടൊപ്പം AI ക്യാമറയ്ക്കകത്ത് മൈക്രോ ചിപ്പ്. ഉടനെ പോലീസ് കൺട്രോൾ റൂമിൽ പടം അയച്ചു കൊടുത്തു. അച്ചായൻ ചെങ്ങന്നൂർ കഴിഞ്ഞ് കല്ലിശ്ശേരി എത്തുന്നതിനും വിട്ട് പോലീസ് വാഹനം പിറകെ പിന്തുടർന്ന് വന്ന് അച്ചായനടുത്ത് പറഞ്ഞ്, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, താങ്കളുടെ ECG വേരിയേഷൻ വലിയ പ്രശ്നമുണ്ട്, കയ്യാലയിൽ ഇടിക്കും, വരാൻ പോകുന്നു. അപ്പം നിങ്ങൾ പറയും, പാസ്റ്റർ പറയുന്നത് ശരിയാണോന്ന്? പണ്ട് അടൂരിൽ പോലീസ് കൈ കാണിച്ചാൽ 15 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഫൈൻ വരുന്നത്. ഇപ്പം അടൂരിൽ നിന്ന് നിങ്ങൾ ബൈപ്പാസ് വഴി നേരെ ഹൈസ്കൂൾ ജംഗ്ഷൻ താഴോട്ട് പോകുമ്പോൾ AI ക്യാമറ, കീ കീ കൂക്കു സ്വത്രം, പറന്തൽ കഴിയുന്നതിന് വിട്ട് മൊബൈലിൽ തലേ തൊപ്പിയില്ലാത്ത പടം വരും. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എൻ്റെ സ്നേഹിതൻ്റെ സീനിയറായിരുന്നു KN ബാലഗോപാൽ. എൻ്റെ സ്നേഹിതൻ എവിടെയുള്ള ചിറ്റയം ഗോപകുമാർ, എൻ്റെ കോളേജ് ഞാൻ പഠിക്കുമ്പോൾ സീനിയറായിരുന്നു കൊട്ടാരക്കര. രാജീവപ്രകാശ് യൂണിവേഴ്സിറ്റി അതിൽ സീനിയറായിരുന്നു. എൻ്റെ കൂടുള്ളതായിരുന്നു സെൻസിൽസിൽ വർഗീസ് പേരൽ സാർ. എൻ്റെ ബന്ധുക്കളെല്ലാം ഇതിനകത്ത് കിടക്കുക, മനസ്സിലാകുന്നവർക്കായി. എന്നാൽ മല്ലപ്പള്ളി കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അടൂർ LDFിൻ്റെ ജാഥ വരുന്നു. സ്വത്രം. ചിറ്റ എന്നെ കണ്ടിട്ട് പറയാം, സ്റ്റേജിനകത്ത് ഇരിക്കാമെന്ന്. സന്തോഷമില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിയമസഭയിൽ ഇരിക്കാൻ ശ്രമിക്കുക, സ്റ്റേജിൽ ഇരുത്തല്ലെന്ന്. സ്വത്രം. അതിൻ്റെ ഇടയ്ക്ക് രാജീവപ്രകാശം പറഞ്ഞു, 5 മിനിറ്റ് ഇവിടെ ഇരുന്നാട്ടെന്ന്. ഞാൻ പറഞ്ഞു, ജീവനും കൊണ്ട് സ്ഥലം വിടുവാന്ന്. സ്വത്രം. അവിടെ കാണും പറ്റും, അല്ല ഫോട്ടോയും എടുക്കണം, എൻ്റെ സോജ അല്ലേ തന്നെ കാര്യം മോശമാണ്. സ്വത്രം. അവരോടൊക്കെ ചെന്ന് നമ്മുടെ പേര് പറഞ്ഞാൽ മതി. സ്വത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിൻ്റെ പ്രത്യേകത എന്താ പറയാം, ബാക്കിയൂടെ പറയാം. ഇവിടുന്ന് ഒരു ഈ അടുത്ത സമയത്ത് കാട്ടാക്കട ഒരു സംഭവം നടന്നു, പറഞ്ഞുതരാം. കിള്ളിയിലുള്ളൊരു പയ്യൻ കല്യാണം കഴിച്ചു, വിഴിഞ്ഞത്തുനിന്ന് കല്യാണം കഴിച്ച്. ഒരു പെങ്കൊച്ചിൻ്റെ വീട്ടുകാർ ഒരു ബുള്ളറ്റാണ് കൊടുത്തത്. ദോഷമൊന്നും പറയരുത്, വിശ്വാസിയായ പയ്യനാ. അവക്കുള്ള പേരിലാണ് RC ബുക്ക്. കിള്ളിയിൽ നിന്ന് അന്തിയൂർ കോണത്ത് വന്നപ്പോൾ ഒരു പെങ്കൊച്ചനെ കണ്ട്, പരിചയമുള്ള ചർച്ചിൽ പോകുന്നത്. കട്ടകാലത്തിന് ആ പെങ്കൊച്ചിനോട് ഒരു മക്കൾ അവിടെ പോകുവാന്ന്, ശാസ്തമംഗലത്ത് പോകുന്നത്. ഞാൻ അങ്ങ് വിട്ടേക്കാന്ന് പറഞ്ഞു. തിരുമല വഴി ശാസ്തമംഗലത്ത് പോയപ്പോൾ ക്യാമറ അടിച്ച് AI ക്യാമറ. സ്വത്രം. അപ്പം മ്യൂസിയം ജംഗ്ഷനിൽ ചെന്നപ്പം ഭാര്യ കല്യാണം കഴിച്ച പെങ്കൊച്ച് ഫോൺ ചെയ്യുന്നു, ചേട്ടാ എന്നെ മറന്നിട്ട് ആരെ കയറ്റിയാ ബൈക്കേക്ക് ഇറങ്ങുന്നതെന്ന്. സന്തോഷമില്ലല്ലോ. സ്വത്രം. അതുകൊണ്ടൊരു സന്തോഷ വാർത്ത. ഇന്ന് രാത്രി എനിക്ക് ഏറെ ദൂരം പോകണ്ട്. കറങ്ങാൻ പോകുന്ന ചേട്ടന്മാർ ഒരു ഹെൽമറ്റ് കൂടെ പുറകെ വെച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കരമുയരുന്നില്ലല്ലോ. ഈ പള്ളിക്ക് ഈ മണി മതി. സന്തോഷമില്ലല്ലോ. സ്വത്രം. ആ ചേച്ചിമാർ മോശമല്ല, അച്ഛൻ അറിയാതെ ആക്റ്റീവയിലൊക്കെ പോകുമ്പോൾ ഒരു ഹെൽമറ്റ് സീറ്റിൻ്റെ അടി വെച്ചാൽ നല്ലത്. സ്വത്രം. ഇവിടുന്ന് അടൂര് 4 മിനിറ്റ് കെൽട്രോൺ പടം വരുമെന്ന്. സ്വത്രം. അങ്ങനെയെങ്കിൽ DDRC വേണ്ട, അച്ഛൻ്റെ കാറ്റിൻ്റെ ചലനം. 4 ബാക്കിയൂടെ കേട്ടോ. ലോകം വരവേൽക്കാൻ പോവുക. അമേരിക്കക്കാരൻ കേട്ടോണം. 4-ാമത്തെ സംഭവം, ഇവിടുത്തെ വൻകിട കമ്പനികൾ ഇൻഫോസിസ്, ടാറ്റ കൺസൾട്ടി, UST ഗ്ലോബൽ 8-10 ലക്ഷം രൂപ അവിടുത്തെ നല്ല ഉദ്യോഗസ്ഥ ശമ്പളം.
അപ്പോൾ അവരാരുമായിട്ട് ഇടപെടുന്നെന്ന് മുതലാളിക്ക് അറിയണം. അപ്പോൾ എലോൺ മസ്ക് പറഞ്ഞു, നിങ്ങളുടെ കമ്പനി സ്റ്റാഫിൻ്റെ കയ്യിൽ ചിപ്പ് കൊടുത്താൽ മുതലാളിയുടെ ലാപ്ടോപ്പിലെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ +2 കേട്ടോണം. അങ്ങനെയെങ്കിൽ അവൻ ആരോട് സംസാരിക്കുന്നെന്ന് മെസ്സേജ് വരും. കമ്പനിക്ക് വരുന്ന കൊട്ടേഷൻ പകർത്തി ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല. UST ഗ്ലോബൽ, ടാറ്റ കൺസൾട്ടൻസി എല്ലാം എന്താ വെക്കാൻ പോന്നു? മനുഷ്യന്റെ കൈകളിലേക്ക് മൈക്രോ ചിപ്പ് കൊടുക്കാൻ പോന്നു. കമ്പനി രഹസ്യം ചോരാതിരിക്കാൻ. ഒരു 5 കൊല്ലം മുമ്പ് എൻ്റെ സ്നേഹിതൻ സോജൻ ബ്രദർ ഒരു കാറ് ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. 28-ാം തീയതി ജ്യോതി മാനേജർ വിളിക്കും, ബ്രദർ സോജൻ 31 ലാസ്റ്റ് ഡേറ്റ്. ഉടനെ പറയും, സാറേ അടച്ചേക്കാം. അന്ധകാലം മുടിഞ്ചാച്ച് ഇന്ന് സ്റ്റേജിൽ നിന്ന് പാടി ഏഴംകുളത്ത് വീട്ടിൽ കിടക്കുമ്പോൾ 12 മണിക്ക് ഒരു മെസ്സേജ്, സോജൻ സാർ യുവർ ബാങ്ക് CC ഇത്ര രൂപ 31-ാം തീയതിക്ക് അടച്ചില്ലേ ഗുണ്ടുകാട് സാവു എന്ന് പിടിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ, മാനേജർ വിളിക്കത്തില്ല. സോഫ്റ്റ്വെയർ എവിടംവരായി? 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം കേട്ടാട്ട് ലോകത്തെ വിപ്ലവം നടക്കാൻ പോവുക. 5-ാമത്തെ സംഭവം, ഇന്ന് രാത്രി എയർപോർട്ടുകൾ വിട്ടിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് സാർ വന്നിരിക്കുന്നു. എയർപോർട്ടുകളിൽ അനവധി പേർ ഇറങ്ങുന്നു. കൊച്ചിയിൽ ഡെയിലി 40,000 ഒക്കെ എത്തുന്നെന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് 20,000. ദുബായ് എയർപോർട്ടിൽ 1,00,000. സൗദി ലക്ഷക്കണക്കിന് പേർ. ഇവരെന്തിനു വേണ്ടി വരുന്നു? കം ഫ്രം ജോയ് സാർ. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല. അമേരിക്കക്കാരെ ഇരുന്ന് പ്രശ്നം കേൾക്കുന്നത് 51 സ്റ്റേറ്റിൽ. അവരെന്നോട് പറഞ്ഞു, ഇന്ന് കള്ളച്ചാവി ഉണ്ടാക്കി തുറക്കുന്നത് സ്റ്റാർട്ടാക്കി കൊണ്ടുപോകുന്നു. ഇവരെന്തിന് വരുന്നെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെയെങ്കിൽ എലോൺ മസ്ക് ദുബായോടും അബുദാബിയോടും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കേൾക്കണം അമ്മ ഇതുപോലുള്ള പ്രസംഗം. നിങ്ങൾക്ക് സന്തോഷമില്ല? കഴിഞ്ഞ ദിവസം എല്ലാ സഭയിലും ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. ഞാൻ ഓർത്തഡോക്സിൽ നിന്ന് വന്നുകൊണ്ട് അവർ മാത്രം കയറ്റത്തില്ല. സ്വത്രം സന്തോഷമില്ല. ബാക്കി CSI പ്രസംഗിച്ചു കഴിഞ്ഞു, മർത്തോമായി പ്രസംഗിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവാഞ്ചലിക്കലിൻ്റെ ചെന്നൈ കൺവെൻഷൻ ആയപ്പോൾ തിരുമേനി എൻ്റെ അളവെടുക്കുന്നു. ഞാൻ ചോദിച്ചു, സോജന ബ്രദറെ ഞാൻ ചോദിച്ചു, എന്തിനാണ് അളവെടുക്കുന്നത്? ഒരു കുപ്പായ ശരിയാക്കാനാണ്. സന്തോഷമില്ലല്ലോ? സ്വത്രം. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്ന് തിരുമേനി ഒന്ന് ജീവിച്ചു പോട്ടെന്ന്. പറയാം പെന്തിക്കോസുകാരെന്തെങ്കിലും പറഞ്ഞ ഉടനെ അന്ത കാലയിലെ എന്നെ കൂപ്പിട്ടിരിക്കരു നിങ്ങൾക്ക് അരുമയാണ് കുപ്പായം തന്നിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ? സ്വത്രം. അടുത്തത് ഇവിടുത്തെ പെന്തിക്കോസുകാർ മൊത്തവും കേൾക്കണം. ജ്ഞാനായക്കാർ വല്ലവരും കേട്ടിട്ടുണ്ടോ അങ്ങനെ അവരെ പറ്റി? സ്വത്രം. കല്ലിശ്ശേരി ഓതറ ഫെബ്രുവരി 22, 23, 24, 25 ജ്ഞാനായ ഓതറ കൺവെൻഷൻ. പോപ്സൺ ഗ്രൂപ്പ് അവിടുത്തെ പള്ളിയിൽ അച്ഛനും എല്ലാം കൂടെ ചേർന്ന് 4 ദിവസത്തേക്ക് എന്നെ വിളിച്ചിരിക്കുക. സ്വത്രം. 9 മാസം മുമ്പ് ജ്ഞാനായ കല്ലിശ്ശേരി ഓതറയുടെ കൺവെൻഷൻ. ആ പട്ടക്കാരൻ എന്നോട് പറഞ്ഞാന്ന് 7 മണിക്ക് മൈക്ക്, 9:15 നിർത്തണം, കരമടിച്ച് ആരാധിക്കണമെന്ന്. സന്തോഷമില്ലല്ലോ? നമ്മൾ മിണ്ടാതിരുന്ന ദൈവം എന്നറിയുന്നു. സ്വത്രം. ഗ്രാനായ സംശയമുണ്ട്. ഇവിടുത്തെ പാസ് അജി ഐസക്കിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവിടെ എല്ലാം കല്ലിശ്ശേരിയിൽ IPCയിലെ പാസ് എന്നെ വിളിച്ച് ചോദിച്ചു, പാസ് എന്നാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നാൽ ചായരാന്ന്. സന്തോഷമില്ലല്ലോ? സ്വത്രം. ചെങ്ങന്നൂർ സെക്ഷൻ AGയുടെ പ്രസിഡന്റ് ഷൈജു എന്നെ വിളിച്ച് ചോദിച്ചു, പാസ് എന്നാന്ന് ബ്രദർ എന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞു ഏത് ചവറായാലും കുഴപ്പമില്ല, 4 ദിവസം നമുക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടുമല്ലോ. സ്വത്രം. അച്ഛൻ അടിച്ചേക്ക കർത്താവിൻ്റെ വരവ് അനന്തര സംഭവങ്ങൾ പാസ്റ്ററിൽ നിന്ന് നോട്ടീസ് മേടിച്ചു നിങ്ങൾ. സ്വത്രം അയച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നവർക്കായി. മുമ്പന്മാർ പിമ്പന്മാരും പെന്തിക്കോസുകാർ മനസ്സിലാക്കുക. ഞാൻ അച്ഛനോട് പറഞ്ഞ് 3 ദിവസം പോരുന്നു. അച്ഛൻ പറയാം പാസ്റ്റർക്ക് ചുക്ക് കാപ്പി വരാൻ 4 ദിവസം നിൽക്കണമെന്ന്. മനസ്സിലാകുന്നവർക്ക് സ്വത്രം. ഇന്ന് രാത്രി ഗ്രാനായക്കാരെ അവർ കേട്ടാത്ത ഒരുത്തരും. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവരെ പള്ളിക്കാരുടെ എല്ലാവരുടെയും ആഗ്രഹം 39ാമത് കൺവെൻഷൻ ഗ്രാനായ ചിങ്ങവന റാന്നി ഓതറ കുന്നത്തുമൻ കൺവെൻഷൻ 4 രാത്രി നിന്ന് പ്രസംഗിക്കണമെന്ന്. കണ്ടോ? അവർക്കറിയാം. അറിയാമച്ചെ മാറ്റിയപ്പോൾ രക്ഷകൻ യേശുവാന്ന് പിടികിട്ടി. നമ്മൾ നിത്യത മറന്നിപ്പോൾ നിയമസഭയിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുക. സ്വത്രം. ഒരാൾ പിറവത്തുനിന്ന് മത്സരിക്കാൻ പോകുന്നു, ഒരാൾ പുനലൂന്ന്, അജി ഐസക് അടൂരിന്ന്, ചാത്തന്നൂരിന്ന് ഞാനും മത്സരിക്കാൻ പോകുന്നു. സ്വത്രം. സന്തോഷമില്ലല്ലോ? സ്വത്രം. എനിക്കാന്ന് സീറ്റ് ഉറപ്പാണ്. പണ്ട് SFയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ തിരിച്ചു കയറി അപ്പോഴേ എനിക്ക് കൊടിയും തരുക. സ്വത്രം. വീട്ടിലാന്ന് പഴയ കൊടിയിരിക്കുക. സ്വത്രം. ഇന്ന് രാത്രി മുമ്പന്മാർ മുമ്പന്മാർ പിതാക്കന്മാരിറക്കി. ഞാൻ ഇലക്ഷന് എതിരല്ല, സ്ഥാനാർത്ഥികളും എല്ലാം എൻ്റെ സുഹൃത്തുക്കൾ, എല്ലാവരും എൻ്റെ സ്നേഹിതരാണ്. പക്ഷേ നമ്മൾ ഇറങ്ങിത്തിരിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാ. നമ്മളതിൽ പലരും പോട്ടെ, നമ്മുടെ വിശ്വാസികൾ നിയമസഭയിൽ MLA-ലാകട്ടെ, കുഴപ്പമില്ല. അപ്പോൾ പലരും പറയുന്നു ഉപദേശിമാരെന്താ അത് പറയുന്നത്, ഇനി വന്നില്ലേലും കുഴപ്പമില്ല, അജിപ്പാസൻ്റെ വിളിക്കുകയല്ല. കിറ്റക്സ് സാബു പോയോല് പല പെന്തിക്കോസിലെ മുതലാളിമാരും പോവും. ഇത്രയും മതി മനസ്സിലാകുന്നവർക്കായി. സ്വത്രം. അതുകൊണ്ട് ഒരു പിടി ഇരിക്കട്ടെന്ന് വിചാരിച്ചോ. സ്വത്രം. ഇന്ന് രാത്രി കേട്ടോണേ മക്കളെ. 5-ാമത്തെ കാര്യം, എയർപോർട്ടുകളിൽ മുഴുവൻ അനവധി പേർ വരുന്നു. അങ്ങനെയെങ്കിൽ കൺവെയറിൽ കൂടെ ഇറങ്ങി വരുമ്പോൾ ഈ മൈക്രോ ചിപ്പ് അവൻ്റെ തലയിൽ നോക്കിയാൽ അവൻ ഏത് കുറ്റകൃത്യത്തിന് സൗദിയിൽ വന്നോ, ദുബായിൽ വന്നോ, അല്ലെ നൈജീരിയക്കാരൻ അമേരിക്ക കാർ മോട്ടിക്കാൻ വന്നോ എന്നറിയാം. അങ്ങനെയെങ്കിൽ സകല രാജ്യങ്ങളും പറയുന്നു വരുന്നവനെ ഞങ്ങൾക്ക് ചിപ്പ് വഴി മോണിറ്റർ ചെയ്യാം, തലയെ ഊറ്റിയെടുക്കാം. മനസ്സിലാകുന്നവർക്കായി. അന്നേരം രഹസ്യ പോലീസ് അവരെ പിടിച്ചുകൊണ്ടുപോകും. ഈ ഗൾഫിൽ നിന്ന് കുറ്റവാളികൾ പലരും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇറങ്ങി വരുമ്പോൾ പാസ്പോർട്ട് നോക്കിയാൽ പിടിക്കുന്നത്. ഇനി പാസ്പോർട്ടിന്റെ ആവശ്യമില്ല. ഇറങ്ങി വരുമ്പോൾ തലയിലെ ചിന്ത നോക്കി മനുഷ്യനെ മോണിറ്റർ ചെയ്യുന്നു. അതിന്റെ പേരാ എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്, സാറ്റലൈറ്റ്
സാറ്റലൈറ്റ് വഴി മനുഷ്യന്റെ തലയൂറ്റാം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. സന്തോഷമില്ലല്ലോ. ഇനി 2 വർഷം കഴിഞ്ഞാൽ പറക്കോട്ടുകാരോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ ഏഷ്യാനെറ്റിന്റെ കേബിള് കാണത്തില്ല, കേരള വിഷന്റെ കേബിള് കാണത്തില്ല. ഏഷ്യാനെറ്റിന്റെ കേബിള് പറക്കോട്ട് തമ്പാച്ചന് റബ്ബർ ഷീറ്റ് നൂത്തിടാം മനസ്സിലാകുന്നവർക്കായി. കേരള വിഷന്റെ കേബിള് സൂസമാമയ്ക്ക് ചുരിദാർ നൂത്തിടാം മനസ്സിലാൻ. മനുഷ്യൻ കുഞ്ഞോൻ ചാൻ്റെ ഇല്ലായിരുന്നു. 9:45 ഒറ്റ എണ്ണ എഴുന്നേറ്റ് പോയില്ല. സ്വോത്രം ഞാൻ ചവിട്ടി നിർത്തിയതാ. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി കേക്ക്. ദാണ്ട് ഇടുക്കി ഈ വർഷം ഏലപ്പന കോഴിക്കാനത്ത് ഞാൻ പോയി പ്രസംഗത്തിന്. തോട്ടം തൊഴിലാളികൾ இந்த நாட்களில் நல்ல உண்மையான செய்தி நல்ல பாடலை கொடுக்குது. ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ലൈവ് ചെയ്യാൻ വരുന്ന പയ്യനുണ്ട്, നമ്മുടെ ഇദ്ദേഹത്തിന് കണക്കല്ല, അവ OP ഭാനുവായിട്ടൊക്കെ വരുന്നത്. അന്ന് ഞാൻ ചെന്നപ്പോൾ ഒരു കാര്യം കണ്ടു. അരിസ്റ്റോക്രാറ്റിൻ്റെ ഒരു പെട്ടി. ഞാൻ വിചാരിച്ചു എനിക്ക് തരാനാണ്. സ്വോത്രം ഞങ്ങൾ പെട്ടി നോക്കുന്നവരാണല്ലോ. സ്വോത്രം നോക്കിയപ്പോൾ ഒരു ക്യാമറ, ഒരു ലാപ്ടോപ്പ്, ദൂരെ കൊണ്ട് ഒരു പെട്ടി വെച്ചേക്കും, ഇലക്ട്രിക് പെട്ടി. ഞാൻ അതുപോലൊരു പെട്ടി. ഞാൻ നോക്കിയപ്പോൾ 2 മുള്ള്. ഞാൻ ലിനുവിനോട് ചോദിച്ചു, മോനെ ഇതെന്താ പാസ്റ്റ് അറിഞ്ഞില്ലയോ? ഞാൻ ഇപ്പം എലോൺ മസ്കിൻ്റെ പെട്ടിയായിട്ടാ ബന്ധമെന്ന്. സന്തോഷമില്ലല്ലോ. റിലയൻസുമായിട്ട് കണക്ട് ചെയ്തെന്ന്. ഞാൻ ചോദിച്ചു കോഴിക്കാനത്ത് പ്രസംഗിക്കുന്ന എവിടെ കിട്ടുമെന്ന്. 110 രാജ്യത്തിൽ കിട്ടുമെന്ന്. സന്തോഷമില്ലല്ലോ. എലോൺ മസ്കിൻ്റെ പെട്ടി, 2 ചെകുത്താൻ, ഒരു വയറ്, റിലയൻസായിട്ട് ബന്ധം. കീ കൂക്കു. സ്വോത്രം. അങ്ങനെയെങ്കിൽ മനുഷ്യൻ കൈവിടപ്പെട്ടു പോയാൽ സകല മനുഷ്യനെ തലച്ചോറ് എവിടെ സാറ്റലൈറ്റ് വഴി ഊറ്റിയെടുക്കും. 5-ാമത്തെ കാര്യം. 6-ാമത്തെ കാര്യം ബാക്കി കൂടെ കേട്ടോണം. ഇന്നത്തെ കേരളത്തിന്റെ BJPയുടെ നേതാവ്, മുൻ IT മന്ത്രി രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടനിൽ ChatGPT കോൺഫറൻസ്, അന്ന് ആരുമായിട്ട് ഇടപെട്ടു? എലോൺ മസ്കുമായിട്ട്. എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, മോഡി സാറിന് ഇപ്പോൾ പറയണം, 150 കോടി ജനം ഇന്ത്യയിൽ, ഇതുപോലൊരു ജനസംഖ്യ, കത്തിക്കുത്ത കൊലപാതകം, ഇതെല്ലാം നടക്കാൻ സാധ്യത. അങ്ങനെയെങ്കിൽ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ ഊറ്റിയാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ക്രമസമാധാനം ഞാൻ ശരിയാക്കി തരാം. സൈബർ യുദ്ധം, അതിന്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. കേട്ടോ അച്ഛാ, ഇപ്പം ഇന്റർനെറ്റ് സേവനം കാശ്മീരിൽ കട്ട് ചെയ്യും. എല്ലാവരും കേട്ടാണ്. അത് കഴിഞ്ഞിട്ട് കലാപം ഉണ്ടാവുന്നത് ഡൽഹിയിലും കട്ട് ചെയ്യും. പാസ്റ്റർ മനസ്സിലാക്കിയോ? പക്ഷേ ഇനി ഇന്റർനെറ്റ് സേവനം ആര് കട്ട് ചെയ്താലും എലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് വഴി ഫ്രീ ആയിട്ട് കിട്ടും. 5 രാജ്യങ്ങൾക്ക് മാത്രമേ തടുക്കാൻ കഴിവുള്ളൂ. 1 അമേരിക്ക, 2 റഷ്യ, 3 ചൈന, 4 ഇന്ത്യ, 5 ഇസ്രായേൽ. ബാക്കി എല്ലായിടത്തും ഇന്റർനെറ്റ് ഓപ്പണായി. അതിന്റെ സാധ്യത ബംഗ്ലാദേശിലെ ജൻസി കലാപം, കരമുയരുന്നില്ല അല്ല നേപ്പാളില്. അത് കഴിഞ്ഞ് ബംഗ്ലാദേശ് ഇന്റർനെറ്റ് കട്ട് ചെയ്ത്, ചെവിയുള്ളവൻ കേട്ടോണം. സ്വോത്രം. അവിടുത്തെ ഗവൺമെന്റ് കട്ട് ചെയ്തപ്പോൾ ഫ്രീ വൈഫൈ. ആരാ? സാറ്റലൈറ്റ് വഴി. അങ്ങനെ ആ പോരാളികൾ മുഴുവൻ ഇറങ്ങിയത്. അങ്ങനെയെങ്കിൽ ഇനി ആറ്റമായുധമല്ല, വീട്ടിനകത്തുനിന്ന് ജനങ്ങളെ ഇളക്കി റോഡിനകത്ത് യുദ്ധം വരുത്തുന്ന ഒരു കാലം. ബാക്കി ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. വെളിപ്പാട് 13:7, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേല്, ഭാഷമേല്, ജാതിമേലും അവൻ അധികാരം കരമുയർത്തുന്നവർക്കായി. ഈ ഇന്റർനെറ്റുകളെ മുഴുവൻ അവൻ കട്ട് ചെയ്യും. ഫ്രീ വൈഫൈ, ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. 7-ാമത്തെ കാര്യം, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തും, എൻ്റെ സമയം തീരുന്നു. ബാക്കി മറ്റൊരിക്കൽ ഇല്ലേ കല്ലിശ്ശേരിയിലോട്ട് പോരാം. സ്വോത്രം. 7-ാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ അടൂരിൽ കുഞ്ഞമ്മാമ, റോസമ്മാമ എല്ലാവരും കണ്ടങ്കോട്ട് പള്ളിയുടെ അവിടെ ATM കാശ് എടുക്കാൻ പോകും. ഹിന്ദിക്കാരൻ പുറേ വരത്തില് അമ്മമ്മയെ കാണാനില്ല, കാർഡ് അടിക്കാൻ. സ്വോത്രം. ഇന്നത്തെ ഡിജിറ്റൽ തട്ടിപ്പ് കണ്ടില്ലേ? പത്തനംതിട്ട ജില്ലക്കാർ മൊത്തം ഡിജിറ്റൽ തട്ടിപ്പ് വീഴുക. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എന്താ? ഗൾഫിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് വന്ന് 1 കോടി രൂപ ബാങ്ക് ഇട്ട് ഒരു ഹിന്ദിക്കാരൻ ഫോൺ ചെയ്യും, आप लोग के लिए टर्क के लिए पैसा आ गया, हम लोग को पैसा भेजो. സന്തോഷമില്ലല്ലോ. നിങ്ങൾക്ക് കള്ളപ്പണം വന്ന് 30 ലക്ഷം കൊടുക്കാൻ. പത്തനംതിട്ടക്കാർ ഓടുക. മല്ലപ്പള്ളിക്കാർ, മന്ദമരുതിക്കാർ. എൻ്റെ സ്നേഹിതനായിരുന്നു നിരണം കൂർലോ സിനിമേന്. പുള്ളിയെ യൂറിൻ പാസ് ചെയ്യാതെ 17 ലക്ഷം രൂപ അടിച്ചു മാറ്റി. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് ഇത് ലൈവിൽ പോവുക. സ്വോത്രം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. കണ്ടില്ലയോ? കേരള പോലീസിൻ്റെ നല്ല ADGP ബാഗ് എന്ന് പിടിച്ചോളാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇവിടെ ബന്ധിക്കോസാരം പോസ്റ്റ് ഇടുന്നു. സ്വോത്രം. അവരെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. സ്വോത്രം. പിന്നെ ബൈബിൾ കൊണ്ടുപോയട്ടെന്ന്. സന്തോഷമില്ലല്ലോ. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മലയാളിക്ക് ഇത്രയും വിവരമില്ലയോ എന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. നോർത്ത് ഇന്ത്യക്കാരനോ തമിഴ്നാട്ടുകാരനോ ഉദർ ജായക കിസി കാ പൈസ നെയിൽ ഉട്ടേക. തമിഴ്നാട്ടുകാരൻ ഇവിടെ നമ്മുടെ പൈസ എല്ലാം കൊണ്ടുപോവുക. ഇന്ന് രാത്രി അടൂക്കാരോട് പറയുക, നിങ്ങളുടെ പേരിൽ ഒരു പോലീസിന് ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങളെ വിളിച്ച് വിശദീകരണം ചോദിക്കണം. അല്ലാതെ ലോട്ടറി അടിച്ചെന്ന് പറയും പൈസ കൊടുക്കരുത്. ഇപ്പോൾ ശബരിമല പ്രശ്നം നമ്മുടെ ഒരു സുഹൃത്ത് ഇതിനെല്ലാം നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയും വിളിച്ച് കൃത്യം കാര്യം അറിഞ്ഞതിന് ശേഷമേ അറസ്റ്റ് ഉണ്ടാവത്തുള്ളൂ, അല്ലേ വിടും. അതാ CRPC മാറി, IPC മാറി, ഇപ്പോൾ BNS. അതുകൊണ്ട് അടൂരിലുള്ള പത്തനംതിട്ടക്കാരോട് പറയുക, ചുമ്മാതെ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് ബാങ്കിൽ കിടക്കുന്ന കാശ് കൊണ്ടുപോയി കൊടുക്കരുത്. സ്വോത്രം. ഇതെല്ലാം തട്ടിപ്പാണ്, ഡിജിറ്റൽ തട്ടിപ്പ്, ഡിജിറ്റൽ അറസ്റ്റ്. ഇങ്ങനൊരു കോടതിയില്ല, ഞാൻ ഒന്നുമില്ല. വെറുതെ ഹിന്ദിക്കാരൻ ഫോൺ ചെയ്യും, ചേട്ടാ പൈസ ഉണ്ട്, ചേട്ടാ പൈസ ഉണ്ടെന്ന്. ഇതിനകത്ത് ആരും വീണു പോകരുത് ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അന്ത്യദിനങ്ങൾ, ഡിജിറ്റൽ തട്ടിപ്പ്, ATM കാർഡ് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു, പിന്നെ കള്ളക്കാർഡ്,
തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ വള്ളക്കടവ്, പ്ലാമൂട്, പട്ടം, ഇവിടെ എല്ലാം ആഫ്രിക്കക്കാർ വന്ന പൈസ അടിച്ചുകൊണ്ട് വനതപ്രസാർ എല്ലാത്തിനും തൂക്കിക്കൊണ്ടുവന്നു. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ബാങ്ക് തട്ടിപ്പ് നിർത്താൻ കാനറ ബാങ്കും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കും SBI എല്ലാം പറയുന്നു, ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ ഗൂഗിൾ പേയിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന പോലെ മനുഷ്യന്റെ കയ്യിലെല്ലാം രേഖപ്പെടുത്താം. നിർത്താൻ പോകുന്നു. അമേരിക്കക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അമേരിക്കയിലെ ജോൺസൺ പറഞ്ഞു കഴിഞ്ഞു, മൈക്രോ നീഡിൽ പാച്ചിനകത്ത് ഒരു ഫിലമെന്റും കൊടുത്ത് ഒരു ബാറ്ററിയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എവിടത്തേക്കും യാത്ര ചെയ്യാം, എല്ലാ ട്രാൻസാക്ഷനും നടക്കാം, ഒരു മൈക്രോ ചിപ്പ് പ്രൊവൈഡ് ചെയ്യാം. 2 മൊട്ടറോള അതിനാസ്പദമായി പറയുന്നു, ഒരു ടേപ്പ് ചുറ്റുന്നത് പോലെ, ബാൻഡേഡ് ചുറ്റുന്ന പോലെ ചുറ്റിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ് കൊടുത്താൽ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം 7 കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ബാങ്കിനകത്ത് പോകണ്ട, വീട്ടിനകത്ത് മൈക്രോ ചിപ്പ് വെച്ചാൽ എയർപോർട്ട്, അത് കഴിഞ്ഞ് വാഹന വിപണനം, നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് എല്ലാം ഗൂഗിൾ പേക്ക് പകരം പറയുന്നു. ഈ QR കോഡ് ഇതിനകത്തേക്കാൾ കരമുയർത്തുന്നവർക്കായി രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാൽ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തുപോയി. ലോകവ്യാപകമായി QR കോഡിലേക്ക് ഗൂഗിൾ പേ സഹിതം വരുന്നു. അങ്ങനെയുള്ള എൻ്റെ പ്രസംഗത്തിന്റെ അവസാനം 2 മുദ്ര ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുമോ? ATM, നാനോ, സിലിക്കോൺ, DNA. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. ഏതാ മുദ്ര? അവരെ ചേർക്കാൻ കാന്തൻ വരാറായി. വായിക്കുന്നു ബൈബിൾ അവസാന ഭാഗം, എഫേസ്യ ലേഖനം 4:30 വാക്യം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിച്ചോട്ടെ മക്കളെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഇന്നത്തെ നാനോയും സിലിക്കോണും മൈക്രോയും, അത് കഴിഞ്ഞതിന് ശേഷം എലോൺ മസ്കിന്റെ മൈക്രോ ചിപ്പുമായി അമേരിക്കയിലെ ബരാണ്ട് ബ്ലാക്ക് ഹൗസ്, വൈറ്റ് ഹൗസ് കയറിയ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ കയ്യിലാടിയത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ഇന്നത്തെ QR കോഡ് മാറി ഒരു മൈക്രോ ചിപ്പ് വരാൻ കാലമായി. 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വെക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പുതുമല കൺവെൻഷൻ നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. നാനോ അല്ല, സിലിക്കോൺ അല്ല, മൈക്രോ അല്ല, DNA അല്ല. പെന്തക്കോസ് വരുന്ന ആളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്ക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മടങ്ങി വരാറ്. ഇന്ന് രാത്രി പുതുമലേ സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിന് ഭൂതലത്തിൽ വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിർത്താൻ പോകുന്നു. ടൈറ്റാനിക്കിലേക്ക് തന്നെ കൊണ്ടുവരാം. ടൈറ്റാനിക്കിന്റെ 2 കാര്യം കൂടെ പറഞ്ഞപ്പോൾ പാട്ട് പാടാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ടൈറ്റാനിക് കപ്പലിനെ തേടി 4 പേര് പോയി. ഒരു ദുബായ്ക്കാരൻ, ഒരു അമേരിക്കക്കാരൻ, ഒരു കാനഡക്കാരൻ, പാകിസ്ഥാൻകാരൻ. ഓഷ്യൻ ടൈറ്റാനിക് എവിടെ പോയി അമ്മാമേ? സമുദ്രത്തിന്റെ അടിയിൽ പോയി. ഇരുമ്പിനടുത്തെത്തിയപ്പോൾ ഈ പേടകം പൊട്ടി 4 പേരും മരിച്ചു. ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകുന്നില്ല. കരമുയർത്തുന്നവർക്കായി കേരളം കണ്ടില്ലേ? കപ്പൽ ജോയ്, കപ്പൽ പൊളിക്കുന്ന ദുബായ്ക്കാരൻ, അവനും ചാടിയില്ലേ? അത് കഴിഞ്ഞിട്ട് മുത്തൂറ്റിന്റെ അച്ചായി എങ്ങനെ വീടെന്ന് ആർക്കും അറിയത്തില്ല. പുള്ളിയും പോയില്ലേ? 36-ാമത്തെ വയസ്സിൽ കോൺഫിഡന്റുകാരൻ. അവസാനം അവന്റെ കോൺഫിഡന്റ് പോയി. സാത്താന്റെ കളി ബിഗ് ബോസിനകത്ത് അടക്കമിട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം വിചാരിച്ച് അവന്റെ കാര്യം തീർക്കാന്ന്. യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ. കരമുയരുന്നില്ലല്ലോ. യഹോവ കീറിക്കളയും. 3 മാമോദീസ വെള്ളം വീണ ക്രിസ്ത്യാനി ആരാ? കപ്പൽ ജോയ്, മുത്തൂറ്റിന്റെ അച്ചായൻ, കോൺഫിഡന്റുകാരൻ റോയ് സാറ്, ഇവരെല്ലാം തീർന്നു. ഇന്ന് രാത്രി നിന്റെ യൗവന കാലത്ത് സിട്ടാവിനെ അറിയാതെ ലോകത്തിന്റെ മോഹങ്ങൾക്കകത്ത് പോയാൽ നീ വീണു പോകും. ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോടുകൂടെ ഒന്നും കൊണ്ടുപോകുകയില്ല. ഞങ്ങളുടെ പ്രത്യാശ ഇന്ന് രാത്രി കപ്പക്കാലയിൽ മരിച്ചാലും, കവലയിൽ മരിച്ചാലും, കമ്പോളത്തിൽ മരിച്ചാലും, ക്യാൻസറിൽ മരിച്ചാലും, ട്യൂമറിൽ മരിച്ചാലും, വണ്ടി ആക്സിഡന്റിൽ മരിച്ചാലും, ഞങ്ങളുടെ ശരീരത ലാസറിന്റെ കല്ലറയിൽ മുഴങ്ങിയ ഗംഭീര നാദം ഈ തലമുറയിൽ വരുവാൻ കാലമായി. ഒറ്റ കാര്യം കൂടെ പാടുന്ന മക്കൾ എഴുന്നേറ്റോ മോനെ. ഇന്ന് രാത്രി കൃത്യസമയം. എന്താ അതിൻ്റെ പ്രത്യേകത? ഇന്നിവിടെ പറഞ്ഞുതരാം. ഈ ടൈറ്റാനിക്കിൻ്റെ ഒരു കഥ ഇങ്ങനെ, ബാക്കി അടൂരിലുള്ള കുഞ്ഞുങ്ങൾ കേൾക്കണം. ഒരമ്മ 4 കുഞ്ഞുങ്ങൾ കേട്ടാട്ടെ. 11കാരി, 14കാരി, 9കാരി, 1.5 വയസ്സുള്ള ഒരു മോൻ. ഇവർ 3 പേര് രാത്രി പോയി. കേട്ടാട്ടെ, അമേരിക്കയുടെ പോയി കൊളംബിയൻ ഫോറസ്റ്റിൻ്റെ മേളിൽ അപ്പനെ തേടി പോയതാ. എന്താ സംഭവിച്ചതെന്നറിയോ? രാത്രി സെസ്ന വിമാനം തകർന്നു. അമ്മാമ്മേ കേട്ടാട്ടെ,
4 പേരും തെറിച്ചു വീണു കുഞ്ഞുങ്ങൾ. അമ്മയ്ക്ക് തീ പിടിച്ച് മരിച്ചു, പൈലറ്റ് മരിച്ചു, അതിനുശേഷം ആദിവാസി മൂപ്പനും മരിച്ചു. 4 കുഞ്ഞുങ്ങൾ, 14 വയസ്സ്, 11 വയസ്സ്, 9 വയസ്സ്, 1.5 വയസ്സുള്ള ആൺകുഞ്ഞ്. അവർക്ക് എവിടെ പോകാൻ പഠിക്കും? വനത്തിൽ കൂടെ നടന്നു 40 ദിവസം. ഒരു ദിവസം കൊളംബിയൻ കാടിൻ്റെ സൈഡിൽ കൂടെ ഇവർ നടക്കുമ്പോൾ പട്ടാളക്കാർ പുറത്ത് റൂം തീട്ടി ശബ്ദം കേട്ടു. ബാക്കി പത്രം എഴുതിയില്ല, കുട്ടികളെ രക്ഷപ്പെടുത്തിയെന്ന ബാക്കി BBC കാണിച്ചു. 4 കുഞ്ഞുങ്ങൾ ഓടിപ്പിടിച്ചു, ക്ഷീണമായിരുന്നു. അവരെ മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ബാക്കി പുതുമലക്കാർ കേട്ടാട്ടെ 4 പേരെയും കൈ ട്രിപ്പ് കയറുക. ആ സമയത്ത് BBCയുടെ പത്രത്തിലേക്ക് വന്ന് ഒരു കുഞ്ഞിനെ കാണുമെന്ന് പറഞ്ഞു. പട്ടാളക്കാർ പറഞ്ഞ് കാണിക്കത്തില്ല, അവർ ഭയങ്കര ക്ഷീണത്തില്ല. അവൾ പറഞ്ഞു 1 മിനിറ്റ് മതി ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ. അവർ ഒരനുമതി കൊടുത്തു. ഈ ലേഖിക്ക് അവിടെ ചെന്ന് 14 കാര്യം മോളുടെ കയ്യിൽ ട്രിപ്പ് കയറുമ്പോൾ ചോദിച്ചു, ലാസ്റ്റ് 14 days who is rooted at Colombian forest, evening simultaneous snakes and coming for the rain. നല്ല പാമ്പും മഴ 40 ദിവസം ആരാ നിങ്ങളെ വഴി നടത്തി? ആ കുഞ്ഞ് ട്രിപ്പ് കയറുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, മാം ഐ ഡോണ്ട് നോ ആൻ അൺസീൻ പവർ, ഒരദൃശ്യ ശക്തി ഞങ്ങളെ 40 ദിവസം നടത്തി. ധനവാന്മാർ 4 എണ്ണം കപ്പൽ തേടിപ്പോയപ്പോൾ പേടകം തകർന്നപ്പോൾ അത് കരം പിടിച്ച് നടത്തുക. സ്വർഗത്തിൻ്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുന്ന ദൈവം. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളു. ഇന്ന് രാത്രി പുതുമലേ ലോകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയിൽ. രാജീവ് ഗാന്ധി, ഇന്ദിരാജി, അത് കഴിഞ്ഞ് ജവഹർലാൽ നെഹ്റു, ചാച്ചാജി, രാജ്ഘട്ടിനകത്ത്, കാറൽ മാർഷും എംഗൽസും കിടക്കുന്നു. എവിടെ? ലണ്ടനകത്ത്. ഇന്ന് രാത്രി ലെനിനും സ്റ്റാലിനും എവിടെ കിടക്കുന്നു? റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്തിൽ. ഇന്ന് രാത്രി 29ാമത് പുതുമല കൺവെൻഷൻ ചങ്കൂറ്റത്തോടെ പടിഞ്ഞാറ് പലസ്തീനിലെ ചെരുവിൽ അരിമത്യക്കാരൻ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ 26 ഭാഷകളിൽ ജീവിച്ചു. He is no more here. അവൻ ഇവിടെ ഇല്ല. കരമുയർത്തുന്നവർക്കായി മരിച്ചവരിൽ ആദ്യ ബലക്കറ്റ് അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രി പുതുമലയോട് ഇനി വീട് തരാനും കാർ തരാനും ഏഞ്ചലിനും അല്ല അവൻ വരുന്നത്. കാനാവിലെ കല്യാണ വീട്ടിലുമല്ല, തനിക്കായി കാത്തിരിക്കുന്നവരുടെ കരമുയർത്തുന്നവർക്കായി രക്ഷയ്ക്കായി രണ്ടാമത് നമ്മുടെ കാന്തൻ മടങ്ങി വരും. വൈൻഡിങ് 1 ആന്റിക്രൈസ്റ്റ് വരും. അതിനു മുമ്പ് നാഥൻ രക്തം വീഴുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരും. 3 ഒരു മൈക്രോചിപ്പ് എലോൺ മസ്ക് കൊണ്ടുവരുന്നെങ്കിൽ സാത്താന്യ ലോകം പിടിച്ചടക്കി മനുഷ്യൻ്റെ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്യും. ആ ചിപ്പ് നമ്മുടെ കരങ്ങളിലോ നെറ്റിയിലോ വെക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ, പാടുന്ന മക്കൾ വന്നാട്ടെ. വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. പറക്കോട്, ഏഴംകുളമേ, അടൂര്, പുതുമലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഗെറ്റാം. എല്ലാവരും കരങ്ങളെ അടിച്ച് ചാനക ബൗഡമനാഥൻ എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. കുഞ്ഞുങ്ങളോട് ചേർന്ന് കരമടിച്ച് ശക്തിയോടെ ആരാധിച്ചാട്ടെ. വിടുതലിന്റെ രാത്രി. യെസ്, രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്. എല്ലാ കരങ്ങളും പഠിച്ച്, എല്ലാ കരങ്ങളും പഠിച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഗ്രൗണ്ടിനകത്ത് ഇറങ്ങട്ടെ. യെസ്, ആത്മാവിൽ ആരാധിച്ചാട്ടെ. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. യെസ്, പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുക വീട്. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുക വീട്. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളും നല്ലൊരു ഭൂവനദേശം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, അൽപേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, അൽപേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാം, അൽപേമകാന്തനെ
ശ്ലീഹായോട് വാഴും നാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം മണിമാലയവൻ എനിക്കുതരും ശുഭ്രവസ്ത്രം മകനെ ധരിപ്പിക്കുമെന്ന് മണിമാലയവൻ എനിക്കുതരും ശുഭ്രവസ്ത്രം മകനെ ധരിപ്പിക്കുമെന്ന് കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ട് വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ട് വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം 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 യേശു മഹോന്നതനെ ഒരു നിമിഷം കൂടി നിങ്ങളുടെ സഹകരണത്തിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഒരടി പാടണം. കേട്ടോ മക്കളെ, ഹാഗാർ വീട്ടിൽ നിന്നിറങ്ങി. എന്താ സംഭവിച്ചത്? അബ്രഹാം കൊടുത്ത തുരുത്തി വെള്ളം ബേർശബ മരുഭൂമിയിലെത്തി. കുഞ്ഞു വാടി കുഴഞ്ഞുപോയി. അമ്മ മരുഭൂമിയിൽ മുട്ടുമടക്കി. എന്നിട്ട് കുഞ്ഞിന്റെ ഒരമ്പ് ദൂരത്തിൽ കരഞ്ഞു. എന്താ പറഞ്ഞു സ്വർഗത്തോട്? സ്വർഗമേ, ഒന്ന് ഈ കുഞ്ഞു മരിക്കും, രണ്ട് ഞാനും മരിക്കും, ഒരു ഉറ്റു തണ്ണി തരുമോ? ബേർശബ ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ച് ഞാൻ കരഞ്ഞു. 2 കിലോമീറ്റർ ചെന്നാൽ വെള്ളം കിട്ടത്തില്ല. എന്നാൽ ഒരു തായ് ഒൻ കുളന്തയ്ക്ക് തൻ ഉറ്റു കണ്ണീരെ വീണത് അരുമயான തണ്ണീർ കൊടുത്തിരിക്കുന്നത്. എന്താ കൊടുത്തത്? ഉറവ തുറന്നു കൊടുത്തു. നാളെയും കൂടി ഇവിടെ യോഗം. ഇന്ന് രാത്രി ഹാഗാറിന്റെ പൈതലിന് വേണ്ടി ഉറവ തുറന്ന കർത്താവ് എൻ്റെ വിഷയത്തിൽ ഒരു ഉറവ തുറക്കും. ആര് കരമുയർത്തും? നിന്റെ ക്യാൻസറിന്റെ റിപ്പോർട്ടുകളെ മാറ്റുക, നിന്റെ ട്യൂമറിന്റെ റിപ്പോർട്ടുകളെ മാറ്റുക, നിന്റെ തൈറോയിഡുകൾ ഇന്ന് രാത്രി പോസിറ്റീവിനെ നെഗറ്റീവായി മാറ്റുക, നിന്റെ കിഡ്നിയുടെ ക്രിയാറ്റിന്റെ ലെവൽ മാറ്റുക. ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്ത് ഇന്ന് രാത്രി മറുപടി തരാൻ കരുത്തുറ്റ ദൈവം. ആ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് കരമുയർത്തിയാട്ടെ. നല്ലൊരു റിസൾട്ട് കിട്ടാൻ, നല്ലൊരു ഇമിഗ്രേഷൻ കിട്ടാൻ, നല്ലൊരു വിസ കിട്ടാൻ കരമുയർത്തിയാട്ടെ. ഹാഗാറിന്റെ പൈതലിന് വേണ്ടി വഴി തുറന്ന കർത്താവ് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു വഴി തുറക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്ക്, എൻ്റെ കടഭാരത്തിന് ഒരു വഴി തുറക്ക്. സമയം നോക്കണ്ട. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ ക്യാമറ ഇന്ന് രാത്രി പുതുമല ഗ്രൗണ്ടിൽ കുഞ്ഞുങ്ങളോട് ചേർന്ന് സോജൻ ബ്രദറിനോടൊക്കെ ചേർന്ന് കരമുയർത്തി പണ്ടത്തെ അപ്പച്ചൻ പാടി. ആരും സഹായമില്ല